ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങൾ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞതിൽ അനുവദനീയമായ ഹലാലായ കാര്യങ്ങളുണ്ട്, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളുണ്ട്. ചെയ്യാൻ പാടില്ലാത്തതാണെങ്കിൽ നമ്മൾ അതിൽ നിന്ന് മാറി നിൽക്കണം. ഇതേതായാലും അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞതല്ലേ, ഇത് നടന്നേ പറ്റൂ എന്ന് നമ്മൾ ചിന്തിക്കുകയും അത് ചെയ്യുകയും ചെയ്യാൻ പാടില്ല. ഈ ഒരു പ്രവർത്തനങ്ങളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുമ്പോഴാണ് ഖിയാമത്ത് നാളിന്റെ ഡേറ്റും അതിന്റെ തീയതിയും അകന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളതിൽ വ്യാപൃതരായാൽ എത്രയും പെട്ടെന്ന് അത് സംഭവിക്കുമെന്ന്. ഖിയാമത്ത് നാൾ എത്രയും പെട്ടെന്ന് സംഭവിക്കുമെന്ന് പറഞ്ഞാൽ ദജ്ജാലിന്റെ ആഗമനവും പടിഞ്ഞാറ് നിന്ന് സൂര്യൻ ഉദിക്കുന്നതും ദാബത്തുൽ അർള് പുറപ്പെടുന്നതുമൊക്കെ നമ്മുടെ കാലഘട്ടത്തിൽ തന്നെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ദജ്ജാലിന്റെ ഫിത്ന നമ്മൾക്കറിയാം. എല്ലാ ദിവസവും തഹിയ്യാത്തിൽ നമ്മൾ ദുആ ചെയ്യുന്നു, മിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ, അല്ലാഹുവേ ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് നീ ഞങ്ങളെ കാക്കണം. വമാ മിൻ നബിയ്യിൻ ഇല്ലാ അൻദറ ഖൗമഹു, അല്ലാഹുവിന്റെ പ്രവാചകന്മാർ ആദം നബി അലൈഹിസ്സലാം മുതൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെയുള്ള 1,24,000 അല്ലെങ്കിൽ 1,00,000 ചില്ലാനം അമ്പിയാക്കൾ പ്രവാചകന്മാർ അവരുടെ സമൂഹത്തോട് താക്കീത് നൽകിയിട്ടുണ്ട്, മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്, ദജ്ജാൽ എന്ന ഒരു ഫിത്ന വരാനുണ്ട് എന്ന്. അല്ലാഹുവിന്റെ ഹബീബും അങ്ങനെ ഒരു താക്കീത് നൽകിയിട്ടുണ്ട്. നബി തങ്ങൾ അവരോട് പറഞ്ഞതെന്താണ്? ഞാൻ ജീവിച്ചിരിക്കെ ദജ്ജാൽ വന്നാൽ ഞാൻ നിങ്ങളെ രക്ഷപ്പെടുത്താം, പക്ഷേ എന്റെ മരണശേഷമാണ് ദജ്ജാൽ കടന്നു വരുന്നതെങ്കിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ ഒരു ഉപായം, നിങ്ങൾക്ക് രക്ഷപ്പെടാൻ ഒരു വഴി ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. അത് സൂറത്തുൽ കഹ്ഫിന്റെ ആദ്യത്തെ 10 ആയത്തോ അല്ലെങ്കിൽ അതിന്റെ അവസാനത്തെ 10 ആയത്തോ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് വെക്കണം, മനഃപ്പാടമാക്കി വെക്കണം. ദജ്ജാലിനെ കാണുമ്പോൾ ഇങ്ങനെ ഒരു പരിശുദ്ധ സൂറത്തുൽ കഹ്ഫിന്റെ ആയത്തുകൾ ഓതുമ്പോൾ നിങ്ങൾക്ക് അവന്റെ ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഒരു അൽ കഹ്ഫ് പഠിക്കാൻ അത് വലിയ പ്രയാസമുള്ള കാര്യമല്ല. എല്ലാ ആഴ്ചകളിലും ജുമുഅ ദിവസം പള്ളിയിൽ ചെന്ന് എല്ലാ ആഴ്ചകളിലും പരിശുദ്ധമായ സൂറത്തുൽ കഹ്ഫ് ഓതുന്ന ആളുകൾക്ക് സ്വമേധയാ ആ 10 ആയത്തുകൾ മനഃപ്പാഠമാകും. അങ്ങനെ ഒരു ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് നമ്മൾക്ക് രക്ഷപ്പെടാനും സാധിക്കും. മരിച്ചുപോയ ഖബറാളികളുടെ മുമ്പിൽ ചെന്ന് ഖബറാളികളോട് ചോദിക്കും, എണീക്കാൻ പറയും. എന്നിട്ട് ഖബറാളികളോട് ചോദിക്കും, ഞാൻ ആരാണ്? നീയാണ് റബ്ബ്, നീയാണ് രക്ഷിതാവ് എന്ന് പറഞ്ഞില്ലെങ്കിൽ ദജ്ജാലിന്റെ കൈകളിലുള്ള നരകത്തിലേക്ക് വലിച്ചെറിയുകയും ദജ്ജാലിന്റെ ഫിത്ന ഖബറാളികൾ വരെ അനുഭവിക്കേണ്ടി വരുമെന്നും അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നാളെ ദജ്ജാൽ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ലേ, ജീവിച്ചിരിപ്പുണ്ടെന്നാണ്. അത് ദജ്ജാൽ ജീവിച്ചിരിക്കുന്ന ദജ്ജാലിനെ കണ്ട ആളുകളും അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്വഹാബാക്കളിലുണ്ട്. ഹദീസിന്റെ ചരിത്രത്തിൽ വളരെ പ്രസിദ്ധമായ ഒരു ഹദീസുണ്ട്, ജസ്സാസ, ഹദീസുൽ ജസ്സാസ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് മഹാനായ തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബിന്റെ അടുത്തേക്ക് കടന്നു വരുന്നത്. യാ റസൂലല്ലാഹ്, ഞാൻ മുസ്ലിമല്ല, ഞാൻ ക്രിസ്ത്യാനിയാണ്. ഞാനും 30 അംഗ സംഘവും ഒരു കപ്പലിലൂടെ യാത്ര ചെയ്യുമ്പോ ഭീമാകാരമായ കാറ്റുകൾ കടന്നു വരികയും ഞങ്ങളുടെ കപ്പലിനെ ഏതോ ഒരു ദ്വീപിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു നബിയേ. അങ്ങനെ ഞങ്ങൾ ആ ഒരു ദ്വീപിൽ ഇറങ്ങുകയും ദ്വീപിലൂടെ നടക്കുമ്പോഴാണ് ഏതോ ഒരു അപരിചിതമായ ഒരു മൃഗത്തെ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത്. ആ മൃഗത്തിൽ ഒരുപാട് രോമങ്ങളുണ്ട്. അതിന്റെ മുൻഭാഗമേത്, അതിന്റെ പിൻഭാഗമേത് എന്ന് നമ്മൾക്ക് മനസ്സിലാവുന്നില്ല. ഞങ്ങളോട് ആ മൃഗം ചോദിച്ചു, നിങ്ങൾ എവിടെ നിന്നാണ്? ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ അറേബ്യയിൽ നിന്നാണ് കടന്നു വരുന്നത്. അപ്പോഴാണ് ആ മൃഗം ഞങ്ങളോട് ഇന്നാലിന്ന ഗുഹയിലുള്ള ഒരാളെ പരിചയപ്പെടുത്തി തരുന്നത്. അവിടേക്ക് ചെല്ലണം, അവിടേക്ക് പോകണമെന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് ചെല്ലുകയാണ്.
ആ ഗുഹയുടെ അകത്തേക്ക് കയറുമ്പോ അവിടെയും ഒരു ഭീമാകാരനായ ഒരു മനുഷ്യൻ അവന്റെ കൈകളെ ഷോൾഡറിലേക്ക് ബന്ധിച്ചു വെച്ചിട്ടുണ്ട്. അവന്റെ കാലുകളെ മുട്ട മുതൽ ഞെരിയാണി വരെ ഇരുമ്പിന്റെ ചങ്ങലകൾ കൊണ്ട് ബന്ധിച്ചിട്ടുണ്ട്. ഞങ്ങളോട് ചോദിച്ചു, മിൻ ഐന അൻതും, നിങ്ങൾ എവിടെ നിന്നാണ് കടന്നു വരുന്നത്? ഞങ്ങൾ പറഞ്ഞു, മിനൽ അറബ്, ഞങ്ങൾ അറേബ്യയിൽ നിന്നാണ് വരുന്നത്. ഞങ്ങളോട് ചോദിച്ചു, പൈസാനിലെ അവിടെയുള്ള ഈന്തപ്പനയുടെ തോട്ടങ്ങൾ കായ്ക്കാറുണ്ടോ? ഈന്തകൾ അതിൽ നിന്ന് തഴച്ചു വളരാറുണ്ടോ? ഞങ്ങൾ പറഞ്ഞു, അത് നന്നായി തഴച്ചു വളരുന്നുണ്ട്. ഞങ്ങളോട് ചോദിച്ചു, ബഹൈറ തടാകം, അതിൽ വെള്ളമുണ്ടോ? അത് വറ്റിയിട്ടുണ്ടോ? ഞങ്ങൾ പറഞ്ഞു, അതിൽ വെള്ളമുണ്ട്. അപ്പോഴാണ് പറഞ്ഞത്, ബഹൈറ തടാകത്തിലെ വെള്ളം വറ്റി വരളാൻ തുടങ്ങിയാൽ ഞാനിതാ പുറപ്പെടാൻ പോവുകയാണ്. പൈസാനിലെ ഈന്തപ്പനകളിൽ ഈത്തപ്പഴം മുളക്കാനോ ഈത്തപ്പഴം വളരാനോ ഈത്തപ്പഴം പിടിക്കാതിരിക്കാൻ തുടങ്ങിയാൽ ഞാനിതാ പുറപ്പെടാൻ നിൽക്കുകയാണ്. എന്നിട്ട് ചോദിച്ചു, മദീനയിൽ ഒരു പ്രവാചകൻ ഇറങ്ങിയിട്ടുണ്ടല്ലോ, അല്ലമീൻ, സത്യസന്ധനായ ഒരു പ്രവാചകൻ മക്കയിൽ ഇറങ്ങിയിട്ടുണ്ടല്ലോ, എന്താണ് അയാളെ കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത്? ഞങ്ങൾ പറഞ്ഞു, അയാളെ മക്കക്കാർ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ആട്ടിയോടിച്ചിട്ടുണ്ട്. അപ്പോഴാണ് ആ മനുഷ്യൻ പറയുന്നത് മക്കക്കാരായ ആളുകൾക്ക് ആ നബിയിൽ വിശ്വസിക്കുന്നതാണ് ഏറ്റവും നല്ലത്, അയാളെ അനുസരിക്കുന്നതാണ് നല്ലത്, അയാൾ പറയുന്നത് കേൾക്കുന്നതാണ് നല്ലത്, അയാളുടെ പിന്നാലെ കൂടുന്നതാണ് നല്ലത്, അല്ലാതെ ആട്ടിയോടിക്കുന്നത് ഒരിക്കലും ഭൂഷണമല്ല. എന്നിട്ട് അയാൾ പറഞ്ഞു, അനൽ മസീഹ്, ഞാനാണ് ദജ്ജാൽ എന്ന് പറയുന്നവൻ. അല്ലാഹു തആല അവന്റെ ചങ്ങലകൾ കൊണ്ട് എന്നെ ബന്ധിച്ചിരിക്കുകയാണ്, അവന്റെ ഓർഡറിന് കാത്തിരിക്കുകയാണ് ഞാൻ, അവന്റെ കൽപ്പനയ്ക്ക് കാത്തിരിക്കുകയാണ് ഞാൻ പുറത്തേക്ക് കടന്നു വരാൻ. എന്നിട്ട് പറഞ്ഞു, 40 ദിവസം കൊണ്ട് ഞാൻ ലോകമായ ലോകങ്ങളിലുള്ള സകലമാന രാജ്യങ്ങളിലും സകലമാന നാടുകളിലും സകലമാന ഗ്രാമങ്ങളിലും ഞാൻ 40 ദിവസം കൊണ്ട് ഞാൻ കടന്നു വരുമെന്നും അവിടെയുള്ള ആളുകളെ എന്റെ മതത്തിലേക്ക് കൂടിച്ചേർക്കുമെന്നും ദജ്ജാൽ പറയുകയുണ്ടായി. അങ്ങനെ ഒരു ദജ്ജാലിന്റെ ഫിത്നയാണോ ഞങ്ങൾ കാത്തിരിക്കുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെറുപ്പക്കാരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ബാദിറൂ ബിൽ അഅമാലി സബ്ആ, നിങ്ങൾ 7 കാര്യം വളരെ പെട്ടെന്ന് ചെയ്യണേ. ആരെയാണ് നിങ്ങൾ കാത്തിരിക്കുന്നത്? ഹൽ തൻതലിറൂന ഇല്ലാ ഫഖറൻ മുൻസിയാ, എല്ലാം മറപ്പിച്ചു കളയുന്ന ദാരിദ്ര്യത്തെയാണോ നിങ്ങൾ കാത്തിരിക്കുന്നത്? ഔ ഹറമൻ മുഫന്നദാ ഔ ഹറമൻ മുഫ്നിദാ, അല്ലെങ്കിൽ പുച്ഛം പേയും പറയുന്ന വാർദ്ധക്യത്തെയാണോ നിങ്ങൾ കാത്തിരിക്കുന്നത്? അല്ലാഹുവിന്റെ ഹബീബ് ചോദിക്കുകയാണ്, ഔ ഗിനം മുതഗിയാ, അല്ലെങ്കിൽ നിങ്ങളെ വഴിക്കേടിലേക്ക് നയിക്കുന്ന ആ ഒരു ഐശ്വര്യത്തെയാണോ നിങ്ങൾ കാത്തിരിക്കുന്നത്? എന്തേ നിങ്ങൾ അമൽ ചെയ്യാൻ മടിക്കുന്നത്? നിവാസികളായി നിങ്ങൾ മാറുകയാണോ? നിസ്കാരങ്ങൾ നിങ്ങൾ ഉപേക്ഷിക്കുകയാണോ? പരിശുദ്ധമായ റമളാൻ മാസത്തിൽ വരെ ആ പരിശുദ്ധമായ വ്രതം അനുഷ്ഠിക്കുന്നതിന് പകരം അവിടെയും തോന്നിവാസങ്ങൾ കാട്ടിക്കൂട്ടി നടക്കുകയാണോ? എപ്പോഴാണ്, എന്തിനെയാണ് നിങ്ങൾ കാത്തിരിക്കുന്നത്? അല്ലെങ്കിൽ ദജ്ജാലിനെയാണോ നിങ്ങൾ കാത്തിരിക്കുന്നത്? അല്ലാഹുവിന്റെ ഹബീബിന്റെ ചോദ്യമാണ്. അല്ലെങ്കിൽ ഖിയാമത്ത് നാൾ വരാനാണോ നിങ്ങൾ കാത്തിരിക്കുന്നത്? എന്തേ നന്നാവാനുള്ള സമയമായിട്ടില്ലേ? എന്തേ ഒന്ന് മാറാനുള്ള സമയമായിട്ടില്ലേ? അലം യഅനി ലില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. പരിശുദ്ധ ഖുർആൻ ചോദിക്കുന്നുണ്ട്, സത്യവിശ്വാസികളായ ആളുകൾക്ക് അല്ലാഹുവിലേക്ക് മടങ്ങാനുള്ള സമയം ആയിട്ടില്ലേ? ഈ അടയാളങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോ നമ്മുടെ ഈമാൻ വർദ്ധിക്കണ്ടേ? ഇന്നമൽ മുഅ്മിനൂൻ, ആരാണ് മുഅ്മിനീങ്ങളെന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്. അല്ലദീന ഇദാ ദുകിറല്ലാഹ്, അല്ലാഹുവിനെ കുറിച്ച് പറയപ്പെടുമ്പോ, അല്ലാഹുവിന്റെ ആയാത്തുകൾ ഓതി കേൾപ്പിക്കുമ്പോ, പരിശുദ്ധമായ വഅലിന്റെ സദസ്സുകളിൽ വഅലുകൾ നടക്കുമ്പോ, ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും, അവരുടെ ഹൃദയം കിടുകിടാ വിറക്കേണ്ടിയിരിക്കുന്നു. ആരാണ് മുഅ്മിനീങ്ങൾ? നമ്മുടെ മനസ്സുകൾ മാറാറുണ്ടോ? അല്ലെങ്കിൽ അല്ലാഹുവിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോ നമ്മുടെ ഹൃദയം വിറക്കണം, നമ്മൾക്ക് പേടി വരണം, നമ്മൾ ഭയഭീതരായി മാറണം. ഒരു ചേഞ്ചോ ഒരു മാറ്റമോ നമ്മളിൽ വരാറില്ല.
ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹ് അല്ലാഹ് എന്ന് പറയപ്പെടുമ്പോൾ വജിലത്ത് ഖുലൂബുഹും അവരുടെ ഹൃദയങ്ങൾ കിടുകിടാ വിറക്കണം. വഇദാ തുലിയത് അലൈഹിം ആയാതുഹു അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ ഓതിക്കേൾപ്പിക്കുമ്പോൾ ഖിയാമത്ത് നാളിന്റെ അത്ഭുതങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ 1400 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾക്ക് എണ്ണി പറഞ്ഞു തരുമ്പോ അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്വഹാബാക്കൾക്ക് അത് കണ്ണുകൊണ്ട് കാണാനുള്ള ഭാഗ്യമുണ്ടായിട്ടില്ല. എന്നിട്ട് പോലും അവരത് വിശ്വസിക്കുകയാണ്. സമിഅനാ വഅതഅനാ നബിയെ ഞങ്ങൾ അനുസരിച്ചു നബിയെ, ഞങ്ങൾക്ക് സംശയമില്ല നബിയെ. ഫിർഔനിനോട് അല്ലാഹു പറഞ്ഞുവല്ലോ ലിതകൂന ലിമൻ ഖൽഫക ആയ യാ ഫിർഔൻ ഫിർഔനെ ഇന്നാ നുനജ്ജി ഇന്നാ ലനുനജ്ജി. ഏതായാലും അല്ലാഹു തആല പറയുകയാണ് ഫിർഔൻ നിന്റെ ശവശരീരത്തെ നിന്റെ ഡെഡ് ബോഡിയെ ഞാൻ സംരക്ഷിക്കാം. എന്തിനാണെന്നറിയോ? ഇതകൂന ലിമൻ ഖൽഫക ആയ നിന്റെ ശേഷം വരുന്ന ആളുകൾക്ക് നീ ഒരു ദൃഷ്ടാന്തമാവണം, നീ ഒരു അത്ഭുതമാവണം. നിന്നെ കണ്ടിട്ട് മുസ്ലിമീങ്ങളായ ആളുകളുടെ ഈമാൻ വർദ്ധിക്കണം. അല്ലാഹു തആല ഈ ഒരു ആയത്ത് ഓതിക്കൊടുക്കുന്നത് അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്വഹാബാക്കളോടാണ്. സ്വഹാബാക്കൾ ചോദിച്ചോ, അല്ല നബിയെ എവിടെയാണ് ഫിർഔനിന്റെ ഡെഡ് ബോഡി ഉള്ളത്, എവിടെയാണ് ഫിർഔനിന്റെ ശവശരീരമുള്ളത് എന്ന് അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്വഹാബാക്കൾ ചോദിച്ചിട്ടില്ല. എന്തേ ചോദിക്കാത്തത്? ഇത് മുഹമ്മദുർ റസൂലുള്ളാഹ് നബി തങ്ങൾ പറഞ്ഞതല്ലേ. സമിഅനാ വഅതഅനാ ഞങ്ങൾക്കതിൽ വിശ്വാസമുണ്ട്, ഞങ്ങൾക്ക് സംശയമില്ല. എന്നാൽ 14 നൂറ്റാണ്ടുകൾക്കിപ്പുറം 1400 നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നമ്മൾ, 14-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നമ്മൾക്ക് സംശയം വരാൻ തുടങ്ങി. അങ്ങനെ ഒരാൾ അല്ലാഹു സംരക്ഷിച്ചു വെച്ചിട്ടുണ്ടോ എങ്കിൽ എവിടെയാണ് എന്ന സംശയം വരുമ്പോഴേക്കും ഖൈറോയിൽ ഇന്ന് ഡെഡ് ബോഡി സൂക്ഷിക്കുന്നുണ്ടല്ലോ ഫിർഔനിന്റേത്. എന്തിനാണ് അല്ലാഹു നമ്മൾക്കിത് കാണിച്ചു തരുന്നത്? ഇദാ തുലിയത് അലൈഹിം ആയാതുഹു അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ ഓതിക്കേൾപ്പിക്കുമ്പോൾ സാദതുഹും ഈമാനാ അവരുടെ ഈമാൻ വർദ്ധിക്കണം. ഞങ്ങൾക്ക് ഈമാൻ വർദ്ധിക്കുന്നുണ്ടോ? ഞങ്ങളുടെ ഈമാൻ അധികരിക്കുന്നുണ്ടോ? വാദകൾ ഒരുപാട് നടക്കുന്നുണ്ടല്ലോ, ഒരുപാട് വാദകൾ ഒരുപാട് നാടുകളിൽ. എന്നിട്ടും നമ്മുടെ മനസ്സുകൾക്ക് മാറ്റം വരുന്നുണ്ടോ? കഞ്ചാവടിക്കുന്നവർ അവിടെ കഞ്ചാവടിക്കുന്നുണ്ട്, കല്ല് കുടിക്കുന്നവർ അവിടെ കല്ല് കുടിക്കുന്നുണ്ട്. താന്തോന്നികളായി നടക്കുന്ന വായനോക്കികളായി നടക്കുന്നവർ അതും ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുന്നുണ്ടോ? പിന്നെ ചെറുപ്പക്കാരാ, വെറുതെ ഇങ്ങ് ജീവിച്ചിട്ട് എന്താണ് കാര്യമുള്ളത്? ഈ ശരീരം മരിക്കേണ്ട ശരീരമല്ലേ? ഈ തടികൾ മരിച്ചു പോകേണ്ട ശരീരമല്ലേ? നാളെ പുഴുക്കൾ മത്സരിക്കുന്ന ഒരു ശരീരമായി നമ്മുടെ ശരീരം മാറാനിരിക്കുകയാണല്ലോ. നമ്മുടെ കണ്ണുകൾ കൊഴിഞ്ഞു വീഴാനുള്ള കണ്ണുകളല്ലേ? നമ്മുടെ വയറുകൾ 6 പാക്ക് ആണെങ്കിലും 8 പാക്ക് ആണെങ്കിലും ഖബറിലെത്തുമ്പോൾ പുഴുക്കൾ മത്സരിച്ച് അത് പൊട്ടിപ്പിളരാൻ പോവുകയല്ലേ? എന്തിനെയാണ് കാത്തിരിക്കുന്നത്? അമലുകൾ ചെയ്യുവീൻ, അമലുകൾ ചെയ്യുവീൻ എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. അല്ലാഹു നമ്മൾക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹു നമ്മൾക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഹൽ മിൻ അലമിൻ തുഅറഫു ബിഹിസ്സാഅ, അന്ത്യനാൾ അടുത്തു എന്നതിന് വല്ല അടയാളങ്ങളുമുണ്ടോ, വല്ല സൂചനകളുമുണ്ടോ നബിയേ? നമ്മൾക്കറിയാലോ, അല്ലാഹുവിന്റെ ഹബീബിന്റെ സന്നിധിയിലേക്ക് ഒരു അപരിചിതൻ കടന്നു വരുന്നുണ്ട്. വെള്ള വസ്ത്രം ധരിച്ച യാത്രയുടെ അടയാളമോ മുഷിപ്പോ അല്ലെങ്കിൽ ജട പിടിച്ച മുടിയോ അല്ല, വളരെ വൃത്തിയോടെ വളരെ നല്ല രീതിയിലുള്ള ഒരു ചെറുപ്പക്കാരൻ അല്ലാഹുവിന്റെ ഹബീബിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്നുണ്ട്. എന്നിട്ട് നബി തങ്ങളോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, എന്താണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ, എന്താണ് ഈമാൻ എന്ന് പറഞ്ഞാൽ, എന്താണ് ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ? അല്ലാഹുവിന്റെ ഹബീബ് ഓരോന്നോരോന്ന് എണ്ണി കൊടുക്കാൻ തുടങ്ങി. എന്നിട്ട് ചോദിച്ചു, മതസ്സാഅതു യാ റസൂലല്ലാഹ്, അല്ലാഹുവേ അഖ്ബിർനി അൻ അമാറാതിഹാ,
എപ്പോഴാണ് ഖിയാമത്ത് നാളെന്ന് പറഞ്ഞു തരുമോ? എപ്പോഴാണ് അന്ത്യനാളെന്ന് പറഞ്ഞു തരുമോ നബിയെ? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, മൽ മസ്ഊലു അൻഹാ ബിഅഅലമ മിനസ് സായിലി. ചോദിച്ച ആളെക്കാളും കൂടുതൽ എനിക്കറിയില്ലേ, എന്നോട് ആ ചോദ്യം ചോദിക്കില്ലേ? പിന്നെയുള്ള ചോദ്യം, യാ റസൂലല്ലാഹ്, അതുപോട്ടെ അടുത്ത ചോദ്യം ഞാൻ ചോദിക്കട്ടെ, അഖ്ബിർനി അൻ അമാറാതിഹാ, ഖിയാമത്ത് നാളിന്റെ അന്ത്യനാളിന്റെ അടയാളങ്ങളെ കുറിച്ച് എനിക്ക് പറഞ്ഞു തരുമോ നബിയെ? നബി തങ്ങൾ പറയാൻ തുടങ്ങി, അൻതലിദൽ അമതു റബ്ബതഹാ, നമ്മുടെ ഉപ്പമാരെ ഭരിക്കുന്ന ഉമ്മമാരെ ഭരിക്കുന്ന മക്കൾ പ്രസവിക്കപ്പെടാൻ തുടങ്ങിയാൽ, ഉപ്പമാർ പറഞ്ഞതനുസരിക്കാതെ ഉമ്മമാര് പറഞ്ഞതനുസരിക്കാതെ എല്ലാം എന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്ന് പറയുന്ന ചാന്തോനികളായ തോന്നിവാസികളായ മക്കൾ ജനിക്കാൻ തുടങ്ങിയാൽ ഖിയാമത്ത് നാളിന്റെ അടയാളമാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. ഇത്ര ആളുണ്ടായിട്ട് ശബ്ദം കേൾക്കുന്നില്ലല്ലോ. ഉഷാറായിട്ട് ചെല്ലണേ. സ്വലാത്തൊക്കെ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, അൻത ലിദല്ലമതു റബ്ബതഹാ, അടിമസ്ത്രീ ഉടമസ്ഥനെ പ്രസവിക്കുന്ന ഒരു കാലം വന്നാൽ സത്യത്തിൽ ഉപ്പ പറഞ്ഞതനുസരിക്കുന്നവരല്ലേ മക്കൾ, ഉമ്മ പറഞ്ഞത് അനുസരിക്കുന്നവരല്ലേ മക്കൾ. എന്നാൽ ഉമ്മയെ അടക്കി ഭരിക്കുന്ന ഉപ്പയെ അടക്കി ഭരിക്കുന്ന മക്കൾ പ്രസവിക്കാൻ തുടങ്ങിയാൽ, ഉമ്മ പറഞ്ഞത് കേൾക്കാതെ ഉപ്പ പറഞ്ഞത് കേൾക്കാതെ എല്ലാം തന്റെ ഇഷ്ടമെന്ന് പറഞ്ഞ് പാന്തോന്നികളായി നടക്കുന്ന മക്കൾ ജനിക്കാൻ തുടങ്ങിയാൽ അത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണെന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ പറഞ്ഞു, വഅൻതറൽ ഹുഫാത്തൽ ഉറാത്തൽ ഉലാത്ത്, കാലിൽ ചെരുപ്പില്ലാത്ത നഗ്നരായ പാവങ്ങളായ പട്ടിണി പാവങ്ങളായ ആളുകൾ മുതലാളിമാരായി മാറുന്നത് നിങ്ങൾ കണ്ടാൽ, നമ്മൾക്കറിയാലോ നമ്മുടെ നാടുകളിൽ നടക്കുന്ന അത്ഭുതങ്ങളല്ലേ അത്. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത് നമ്മൾ നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണുകയാണല്ലോ. ഉപ്പമാരെ ഭരിക്കുന്ന മക്കളെ നമ്മൾ കാണാൻ തുടങ്ങി. രണ്ടാമത് നബി തങ്ങൾ പറഞ്ഞു കൊടുത്തത്, വഅൻതറൽ ഹുഫാത്തൽ ഉറാത്ത്, കാലിൽ ചെരുപ്പ് ധരിക്കാൻ കഴിയാത്ത ആടിനെ മേച്ച് നടന്നിരുന്ന ആളുകൾ, സാമ്പത്തികമായി പട്ടിണിയിലും പരിവട്ടത്തിലും ഒരുപാട് പീഡനങ്ങൾ അനുഭവിച്ചിരുന്ന ഒരു സമൂഹം വലിയ വലിയ മുതലാളിമാരായി മാറിയാൽ അത് അല്ലാഹു തആല അന്ത്യനാൾ അടുത്തു എന്നതിന്റെ സൂചനകളാണ് നൽകുന്നത്. ആടിനെ മേച്ചിരുന്ന ആ അറബികൾ അമ്പരച്ചുംബികളായ ബുർജ് ഖലീഫയും ബുർജ് ദുബൈയും നിർമ്മിക്കാൻ തുടങ്ങുമ്പോ ജിദ്ദയിലുള്ള ആളുകളും ബഹ്റൈനിലുള്ള ആളുകളും കുവൈറ്റിലുള്ള ആളുകളും വെല്ലുവിളിക്കാൻ തുടങ്ങി, ഞങ്ങൾ ഇതിനേക്കാളും വലിയ ബിൽഡിങ്ങുകൾ നിർമ്മിക്കാൻ പോവുകയാണ്. ആടിനെ മേച്ചിരുന്ന ഒരു സമൂഹമല്ലേ അവർ, ആടിനെ മേച്ചിരുന്ന സമൂഹമല്ലേ അവർ. അവരാണിപ്പോൾ ലോകത്തിന്റെ സമ്പന്ന രാഷ്ട്രങ്ങളായി എത്രയോ 140ഓളം നിലകളുള്ള ഭീമാകാരമായ ബിൽഡിങ്ങുകൾ നിർമ്മിക്കുന്നത്. അപ്പോഴേക്കും സൗദി അറേബ്യയിൽ നിന്ന് ജിദ്ദക്കാർ വെല്ലുവിളിച്ചു, ഞങ്ങൾ അതിനേക്കാളും വലിപ്പമുള്ള ബിൽഡിങ്ങുകൾ കൊണ്ടുവരുമെന്ന്. ബഹ്റൈൻ വെല്ലുവിളിച്ചു, ഖത്തറും വെല്ലുവിളിച്ചു, കുവൈറ്റും വെല്ലുവിളിച്ചു. ആരാണിവരൊക്കെ? ഒരു കാലഘട്ടത്തിൽ ചെരുപ്പില്ലാതെ ആടിനെ മേച്ചു നടന്നിരുന്ന പാവങ്ങളായ ആളുകൾ മുതലാളിമാരായി വരുന്നത് കണ്ടാൽ അത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. എന്നാൽ ഇത് തെറ്റാണോ? ബിൽഡിങ്ങുകൾ നിർമ്മിക്കുന്നത് തെറ്റല്ല, അത് തെറ്റല്ല. പക്ഷേ അന്ത്യനാൾ നടക്കുമ്പോ ഇങ്ങനെ ഒന്ന് സംഭവിക്കുമെന്നാണ്. ഇത് തുറന്നിട്ടില്ല ഉണ്ടോ? അന്ത്യനാൾ അടുത്തു വരുമ്പോ ഇങ്ങനെ ബിൽഡിങ്ങുകൾ ഒന്നിന് പിറകെ ഒന്നായി ഭീമാകാരമായ ബിൽഡിങ്ങുകൾ ഉണ്ടാകുമെന്നാണ് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുന്നത്. അങ്ങനെ ഒരുപാട് അടയാളങ്ങൾ പറയുന്നുണ്ട്. ഇവിടെ ലഭിച്ചങ്ങൾ ഒരു നീണ്ട ദീർഘമായ ഹദീസുകൾ പറയാണ്. ഇത് കേൾക്കുമ്പോ മുഅ്മിനീങ്ങളായ ഞങ്ങളുടെ ഈമാൻ വർദ്ധിക്കണം. وإذا تليت عليهم آياته زادتهم إيمانا.
അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രവചനങ്ങൾ ഇവിടെ നടക്കാൻ പോവുകയാണ്. ഇത് കേൾക്കുമ്പോൾ നമ്മൾക്ക് നമ്മുടെ രോമാഞ്ചം കഞ്ചുകമണിയണ്ടേ, നമ്മൾക്ക് അത്ഭുതം കൊണ്ട് പരതന്ത്രരാവേണ്ടേ. നമ്മൾ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ഈമാൻ വർദ്ധിക്കുകയും മുത്തഖീങ്ങളായി തഖ്വയുള്ള സ്വാലിഹീങ്ങളായി നമ്മൾ മാറുകയല്ലേ വേണ്ടത്, അല്ലാതെ തോന്നിവാസികളായി ചിന്മയുടെ ആളുകളായി നമ്മൾ മാറുകയാണോ വേണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, ഹൽ മിൻ അലമിൻ തുഅറഫു ബിസ്സാഅ, ഖിയാമത്ത് നാൾ അടുത്തു എന്നതിന് വല്ല അടയാളവുമുണ്ടോ? നബി തങ്ങൾ പറയാൻ തുടങ്ങി, അതേ ഇബ്നു മസ്ഊദ്, ഇന്ന ലിസ്സാഅതി അലാമൻ വ ഇന്ന ലിസ്സാഅതി അശ്റാതാ, അന്ത്യനാളിന് ഒരുപാട് സൂചനകളുണ്ട്, ഒരുപാട് അടയാളങ്ങളുണ്ട്. വഇന്ന മിൻ അലാമിസ്സാഅതി വഅശ്റാതിഹാ, ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളിൽപ്പെട്ടതാണ് അയ്യകൂനൽ ബലദു ഗൈലാ, നമ്മുടെ മക്കൾ ദേഷ്യം പിടിക്കുന്ന വാശി പിടിക്കുന്ന മക്കളാകുന്നത് അത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. കല്യാണം കഴിഞ്ഞ മക്കളുള്ള ആളുകളാണ് നമ്മുടെ ചെറിയ ചെറിയ കുട്ടികൾ വരെ വാശി പിടിക്കുന്ന മക്കളാവുക, ഉമ്മമാര് പറഞ്ഞത് കേൾക്കാതിരിക്കുന്ന മക്കൾ, എന്തെങ്കിലും ദേഷ്യം വരുമ്പോ കയ്യിലുള്ള മൊബൈൽ ഫോണുകളോ ടാബുകളൊക്കെ വലിച്ചെറിഞ്ഞ് പൊട്ടിക്കുന്ന മക്കൾ, ടൂർ പോകണ്ട എന്ന് പറഞ്ഞപ്പോ വാശി പിടിച്ചുകൊണ്ട് ബാത്റൂമിൽ കയറി സൂയിസൈഡ് ചെയ്യുന്ന മക്കൾ, ടിവിയുടെ റിമോട്ട് എന്ന് വാങ്ങിച്ചതിന്റെ പേരിൽ ഉമ്മയോടുള്ള വാശി മൂലം ആത്മഹത്യ ചെയ്യുന്ന മക്കൾ, ഇതൊക്കെ നമ്മൾ കാണാൻ, ഇതൊക്കെ നമ്മൾ അനുഭവിക്കുകയാണ്. ഇതാരാണ് പറഞ്ഞത്? നമ്മൾക്കറിയാലോ, നമ്മുടെ മക്കൾ വാശി പിടിക്കുന്ന ദേശക്കാരായ മക്കളായി മാറിയാൽ, അല്ലാഹുവിന്റെ ഹബീബിന്റെ വാക്കുകളാണിത്. എവിടെ വാലിന് പോയാലും സംഘാടകര് പറയുന്നൊരു വാക്കുണ്ട്, സാധേ ഒരു 25 വയസ്സിന്റെ മുകളിലുള്ള ചെറുപ്പക്കാരെ കുഴപ്പമില്ല, അവരെ കുറിച്ച് ആലോചിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ഒരു 10 വയസ്സ് മുതൽ 25 വയസ്സ് വരെയുള്ള ന്യൂജൻ ചെറുപ്പക്കാരെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, അവര് പറഞ്ഞത് കേൾക്കുന്നില്ല, മാതാപിതാക്കൾ പറയുന്നതും ഞങ്ങൾ കേൾക്കില്ല, ഉസ്താദുമാര് പറയുന്നതും ഞങ്ങൾ കേൾക്കില്ല, അധ്യാപകർ പറയുന്നതും ഞങ്ങൾ കേൾക്കില്ല, നാട്ടിലുള്ള മുതിർന്ന ആളുകൾ പറയുന്നതും ഞങ്ങൾ കേൾക്കില്ല എന്ന് പറഞ്ഞ് സ്വന്തം കാര്യം സിന്ദാബാദ് എന്ന് പറഞ്ഞ് നടക്കുന്ന ചില ആളുകളുണ്ട് എന്ന് എല്ലാ വേദികളിലും സംഘാടകർ പറയാറുണ്ട്. ഇത് അല്ലാഹുവിന്റെ ഹബീബിന്റെ വാക്കുകളാണ്. അയ്യകൂനൽ ബലദു ഗൈറാ, ഇങ്ങനെ വാശി പിടിക്കുന്ന, മുതിർന്നവരെ ബഹുമാനിക്കാത്ത, മുതിർന്നവരെ ആദരിക്കാത്ത മക്കൾ ഉണ്ടായാൽ അത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. ലൈസ മിന്നാ മൻ ലം യജുല്ല കബീറനാ വയർഹം സഗീറനാ, ഞങ്ങളിൽപ്പെട്ടവനല്ല മുതിർന്നവരെ ബഹുമാനിക്കാത്തവനും ചെറിയവരെ സ്നേഹിക്കാത്തവനും എന്നിൽപ്പെട്ടവനല്ല. നാട്ടിലുള്ള പ്രമാണിമാർ, നാട്ടിലുള്ള കമ്മിറ്റി ഭാരവാഹികൾ, നാട്ടിലുള്ള കമ്മിറ്റികളോ നാട്ടിലുള്ള മുതിർന്നവരോ ഉസ്താദുമാരോ പറയുമ്പോൾ അതനുസരിക്കാതെ നടക്കുന്നവർ എന്നിൽപ്പെട്ടവനല്ല, അവൻ മുസ്ലിമല്ല എന്ന് പറയുന്നത് ഞാനല്ല, അല്ലാഹുവിന്റെ ഹബീബിന്റെ വാക്കുകളാണത്. ലൈസ മിന്നാ, അവൻ ഞങ്ങളിൽപ്പെട്ടവനെയല്ല, അവൻ ഇസ്ലാമിന്റെ മെമ്പർഷിപ്പില്ല, അവന് എന്റെ കൂടെ കൂട്ടാൻ എനിക്ക് കഴിയില്ല. നാട്ടിലുള്ള മുതിർന്നവരെ ബഹുമാനിക്കാത്തവരെ അല്ലാഹു പറയുന്നത് അല്ലാഹു ബഹുമാനിച്ചവരെ ബഹുമാനിക്കൽ അത് തഖ്വയിൽപ്പെട്ടതാണ്, അത് മുത്തഖീങ്ങൾക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞുവല്ലോ. അതേപോലെ മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ലൗലാ ശുയൂഖുൽ ഇലാഹി റുക്അു വസിബിയത്തുൻ മിനൽ യതാമാറുല്ലഉ, വൃദ്ധരായ ദിക്ർ ചെല്ലുന്ന, റുക്അ് ചെയ്യുന്ന, നിസ്കരിക്കുന്ന വൃദ്ധരായ ആളുകൾ നമ്മുടെ നാടുകളിൽ ഇല്ലായിരുന്നുവെങ്കിൽ വസിബിയത്തുൻ മിനൽ യതാമാ റുക്അു വസിബിയത്തുൻ മിനൽ യതാമാറുല്ലഉ,
ഉമ്മമാരുടെ മാറുടത്തിൽ ചാഞ്ഞു കിടന്നുകൊണ്ട് മുലപ്പാല് കുടിക്കുന്ന മക്കളില്ലായിരുന്നുവെങ്കിൽ നമ്മുടെ കന്നുകാലുകൾ മേഞ്ഞു നടക്കുന്നില്ലായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ ഭയാനകമായ ശിക്ഷകൾ വന്നേക്കാം. യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ ഇത്തഖൂ റബ്ബക്കും, നിങ്ങൾ അല്ലാഹുവിനെ പേടിക്കണേ, നിങ്ങൾ അല്ലാഹുവിനെ ഭയക്കണേ, അല്ലാഹു പറഞ്ഞതുപോലെ ജീവിക്കണേ. ഇത് അല്ലാഹുവിന്റെ ദുനിയാവാണ്, ഇത് അല്ലാഹുവിന്റെ ലോകമാണ്. നാളെ ഇസ്രാഫീൽ അലൈഹിസ്സലാം ഒന്നാമത്തെ കാഹളത്തിലൂതുമ്പോൾ അല്ലാഹു തആല ഭൂമിയെയും ആകാശങ്ങളെയും രണ്ട് കൈകളിൽ പിടിച്ച് ചോദിക്കുന്ന ചോദ്യമുണ്ട്. ഐനൽ ജബ്ബാറൂൻ വ ഐനൽ മുതകബ്ബിറൂൻ. എവിടെയാണ് അഹങ്കാരികൾ, എവിടെയാണ് ധിക്കാരികൾ, എവിടെയാണ് നാട്ടിൽ പറഞ്ഞതനുസരിക്കാതെ, ഞാൻ പറഞ്ഞ വാക്കുകളെ ഗൗനിക്കാതെ, എന്റെ വാക്കുകൾക്ക് പ്രാധാന്യം കൽപ്പിക്കാതെ ശ്രേഷ്ഠപ്രകാരം ജീവിച്ചവരൊക്കെ എവിടെ? അനൽ മലിക്, അനൽ മലിക്, അനൽ മലിക്. ഇന്ന് ഞാനാണ് നിങ്ങളുടെ രാജാവ്, ഇന്ന് ഞാനാണ് നിങ്ങളുടെ രാജാവ്, ഇന്ന് ഞാനാണ് നിങ്ങളെ നിയന്ത്രിക്കുന്നത്. നിങ്ങളുടെ അഹങ്കാരങ്ങൾ എവിടെ പോയി? നിങ്ങളുടെ ധിക്കാരങ്ങൾ എവിടെ പോയി? അത്രയും വലിയ അഹങ്കാരികളാണെങ്കിൽ ഇന്ന് എന്റെ മുമ്പിൽ നിങ്ങളുടെ ധിക്കാരങ്ങൾ കാണിക്കുമെന്ന് അല്ലാഹു നാളെ പറയുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചു തരുന്ന വാക്കുകളാണിത്. അല്ലാഹു പറയുന്നു, ഇത്തഖൂ റബ്ബക്കും, നിങ്ങൾ അല്ലാഹുവിനെ പേടിക്കണേ. എന്തേ കാരണമെന്നറിയോ? നമ്മൾ തോന്നിവാസികളായി മാറിയാൽ, നമ്മൾ തെറ്റ് ചെയ്യുന്ന ആളുകളായി മാറിയാൽ, അന്ത്യനാൾ വരുമ്പോൾ ഒരു പ്രകമ്പനം കൊള്ളാനുണ്ട്, ഒരു ഭൂകമ്പം സംഭവിക്കാനുണ്ട്. അന്ത്യനാൾ സംഭവിക്കുമ്പോൾ തുടരെയായി ഒരുപാട് ഭൂകമ്പങ്ങൾ, ഒരുപാട് പ്രകമ്പനങ്ങൾ, ഒരുപാട് ഭൂമികുലുക്കങ്ങൾ, ഒരുപാട് സുനാമികൾ നടക്കാൻ പോകുന്നുണ്ട്. ആ സമയത്ത് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. ആ സമയത്ത് ഞാനൊന്ന് തൗബ ചെയ്യട്ടെ, ഞാനൊന്ന് നന്നാവട്ടെ എന്ന് പറഞ്ഞാൽ നടക്കുകയില്ല പൊന്നു ചെറുപ്പക്കാരാ. അതുകൊണ്ട് അതിന് മുമ്പ് തഖ്വയുള്ളവരായി മാറണേ എന്ന് അല്ലാഹു നമ്മോട് പഠിപ്പിക്കുകയാണ്. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ വഅഖ്റജത്തിൽ അർളു അസ്ഖാലഹാ വഖാലൽ ഇൻസാനു മാ ലഹാ യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹാ. അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം നമ്മുടെ ഭൂമിയാകെ പ്രകമ്പനം കൊള്ളുന്ന ഒരു സമയം വരാനുണ്ട്. അപ്പോഴാണ് ആളുകൾ ചോദിക്കുന്നത്, വഖാലൽ ഇൻസാനു മാ ലഹാ. ആളുകൾ ചോദിച്ചു, എന്റെ ഭൂമിക്ക് എന്ത് പറ്റി? ഇന്നലെ വരെ കുഴപ്പങ്ങളില്ലായിരുന്നു, ഇന്നലെ വരെ പ്രശ്നങ്ങളില്ലായിരുന്നു, ഇന്നെന്തേ ഈ മാറ്റങ്ങൾ, എന്തേ ഈ പ്രകമ്പനങ്ങൾ, എന്തേ ഈ കുലുക്കങ്ങളെന്ന് ആളുകൾ ചോദിക്കുമ്പോൾ ആ ഭൂമി പറയുകയാണ്, അല്ലാഹുവാണ് പറയാൻ സമ്മതം കൊടുക്കുന്നത്. എന്താണ് ഭൂമി പറയുന്നത്? എന്താണ് ഭൂമി എന്ന് പറയുന്നത്? ഭൂമിയിൽ നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങൾ ഭൂമി പറയാൻ തുടങ്ങും. ബസ് സ്റ്റാൻഡിൽ ഇരുന്നത് രാത്രി 3 മണി വരെ, ബസ് സ്റ്റാൻഡിൽ ഇരുന്ന് സ്വറ പറഞ്ഞത്, അല്ലെങ്കിൽ ആരാരും കാണാതെ ഏതെങ്കിലും കുറ്റിക്കാടിന്റെ മറവിലിരുന്ന് ആരാരും കാണാതെ കഞ്ചാവടിച്ചത് നമ്മുടെ ഭൂമി പറയാൻ തുടങ്ങും. കുഞ്ഞുമോനെ, ഇവിടെ വെച്ചല്ലേ നീ കള്ളു കുടിച്ചത്, ഇവിടെ വെച്ചല്ലേ നീ മോഷ്ടിച്ചത്, ഇവിടെ വെച്ചല്ലേ നീ ആക്രമിച്ചത്, ഇവിടെ വെച്ചല്ലേ നീ കൊലപാതകം നടത്തിയത്, ഇവിടെ വെച്ചല്ലേ മറ്റൊരാളെ നീ തൂണ്ടിയത്, ഇവിടെ വെച്ചല്ലേ നീ കമന്റടിച്ചത്. ഇത് ആരാണ് പറയുന്നത്? ഭൂമിയാണ്. ഭൂമി ആരോടാണ് പറയുന്നത്? അത് ചെയ്ത ആളുകളോടാണ് പറയുന്നത്. നിന്റെ ചുറ്റുവട്ടച്ച ആളുകളുണ്ട്, നിന്റെ ചങ്ങാതിമാരുണ്ട്, നിന്റെ നാട്ടുകാരുണ്ട്, നിന്റെ കുടുംബക്കാരുണ്ട്. എല്ലാവരും ഇത് കേൾക്കുമ്പോൾ പൊന്നു ചെറുപ്പക്കാരാ, നമ്മൾ നമ്മുടെ ഭൂമിയിൽ ചെയ്തു വെച്ച ഈ തെറ്റുകളൊക്കെ നമ്മുടെ ഭൂമി വിളിച്ചു പറയാൻ തുടങ്ങിയാൽ എങ്ങനെയാണ് നമ്മൾക്ക് രക്ഷപ്പെടാൻ പറ്റുക? അതുകൊണ്ട് ആ മരണത്തിന് മുമ്പ് ഒന്ന് തൗബ ചെയ്ത് മടങ്ങണേ. അല്ലാഹു നമ്മൾക്ക് പുറത്തു തരുമാറാവട്ടെ.
അല്ലാഹു നമ്മുടെ പാപങ്ങൾ പൊറുത്തു തരുമാറാവട്ടെ. എന്തിനേറെ പറയണം, പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് മുഅദ്ദിനിന്റെ മധുരിതമായ ബാങ്കിന്റെ അലവലുകൾ ഇങ്ങനെ നമ്മുടെ കർണപുടങ്ങളിലേക്ക് തുളച്ചു കയറുന്ന ശബ്ദം വരെ എവിടെയൊക്കെയാണോ ആ ബാങ്കിന്റെ ശബ്ദം കേട്ടത്, നമ്മുടെ ഈ ബിൽഡിങ്ങുകൾ, നമ്മുടെ ഈ മരങ്ങൾ, ഈ കല്ലുകൾ വരെ നാളെ പറയും, ഇന്നാലിന്ന് മുഅദ്ദിനിന്റെ ബാങ്കിന്റെ ശബ്ദം ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറയുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ചെയ്ത നന്മകൾ പറയും, നമ്മൾ ചെയ്ത തിന്മകൾ പറയും. ആ തിന്മകളിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഈ വാളുകളൊക്കെ, തെറ്റുകളിൽ നിന്ന് മാറാനാണ് ഈ വാളുകളൊക്കെ. അല്ലാഹു നമ്മൾക്ക് നന്മ ചെയ്യുമാറാവട്ടെ. അൽ ഈമാനു യസീദു വയൻഖുസു. ഈമാൻ എന്ന് പറഞ്ഞാൽ, വിശ്വാസം എന്ന് പറഞ്ഞാൽ അത് വർദ്ധിക്കുകയും അത് കുറയുകയും ചെയ്യും. അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിച്ചു, വമാ സിയാദതുഹു, എങ്ങനെയാണ് നബിയെ ഈമാൻ വർദ്ധിക്കുന്നത്, എങ്ങനെയാണ് നബിയെ ഈമാൻ കുറഞ്ഞു പോകുന്നത്? അതൊരു ഗ്രാഫ് പോലെയാണ്, അതിന്റെ വേവ്ലെങ്ത് ഇങ്ങനെ കുറയുകയും കൂടുകയും ചെയ്യുന്നത് പോലെ നമ്മുടെ ഈമാൻ വർദ്ധിക്കുകയും കൂടുകയും ചെയ്യും. മഹാനായ ഹല്ലല റളിയല്ലാഹു അൻഹു നബിതങ്ങളുടെ സന്നിധിയിലേക്ക് കടന്നു വരുന്നുണ്ടല്ലോ. എന്നിട്ട് വീട്ടിലേക്ക് തിരിച്ചു ചെന്നപ്പോഴാണ് വിഷമം വന്നത്. നബിതങ്ങളുടെ സന്നിധിയിൽ നിന്ന് വാല് കേട്ടപ്പോൾ ഞാൻ ആകെ നന്നായിരുന്നു. പക്ഷേ എന്റെ വീട്ടിലേക്ക് കടന്നു വന്ന് എന്റെ ഭാര്യയോട് എന്റെ മക്കളോട് ഞാൻ സംസാരിച്ചപ്പോ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത് മറന്നുപോയല്ലോ. ഹല്ലല മുനാഫിഖായി പോയി, ഹല്ലല കപട വിശ്വാസികളിൽ പെട്ടുപോയി. ഇനി എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ ഹലറത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് സിദ്ദീഖ് തങ്ങളെ കാണുന്നത്. സിദ്ദീഖ് തങ്ങൾ ചോദിച്ചു, ഹല്ലല എന്ത് പറ്റി, എന്ത് പറ്റി ഹല്ലല, എന്താണ് പ്രശ്നമെന്ന് പറഞ്ഞു തരൂ? ഹല്ലല പറഞ്ഞു, അല്ലാഹുവിന്റെ ഹബീബ് വാല് പറയുമ്പോ, അല്ലാഹുവിന്റെ ഹബീബിന്റെ സാരോപദേശങ്ങൾ കേൾക്കുമ്പോൾ ഞങ്ങളാകെ നന്നാവുന്നുണ്ടല്ലോ. നരകത്തെ കണ്ണുകൊണ്ട് കാണുന്നത് പോലെ, സ്വർഗത്തെ കണ്ണുകൊണ്ട് കാണുന്നത് പോലെ അങ്ങനെ ഒരു ഫീലിംഗ് ഞങ്ങൾക്കുണ്ടാവാറുണ്ടല്ലോ. എന്നിട്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ എല്ലാം മറക്കാൻ തുടങ്ങി. ഇത് നിഫാഖിന്റെ അടയാളമല്ലേ സിദ്ദീഖ് തങ്ങൾക്കും തോന്നി ഇത് ശരിയാണല്ലോ. രണ്ടുപേരും പോയി ഇലാ ഹളറത്ത് റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബിന്റെ സന്നിധിയിലേക്ക്. നബിയേ, ഇങ്ങനെയൊക്കെ പ്രശ്നമുണ്ട്, എന്താ ചെയ്യാ? വിജയങ്ങൾ പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ കഴിവിന്റെ പരമാവധി സൂക്ഷിക്കുക, കഴിവിന്റെ പരമാവധി മാക്സിമം നിങ്ങൾ നന്മയിൽ ജീവിക്കുക. ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾ പോകുന്ന വഴിയിലൊക്കെ നിങ്ങൾക്ക് ഷെയ്ക്ക് ഹാൻഡ് ചെയ്യാൻ, നിങ്ങൾക്കൊന്ന് മുസാഫഹത്ത് ചെയ്യാൻ അള്ളാഹുവിന്റെ മാലാക്കന്മാർ തിക്കും തിരക്കും ഉണ്ടാക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ കഴിഞ്ഞെന്ന് വരില്ല. പക്ഷേ കഴിവിന്റെ പരമാവധി മാക്സിമം നന്മയ്ക്ക് വേണ്ടി നിങ്ങൾ ചെലവഴിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബാക്കൾ ചോദിച്ചു, മാ സിയാദത്തു, എങ്ങനെയാണ് നബിയെ ഈമാൻ വർദ്ധിപ്പിക്കുക, എങ്ങനെയാണ് നബിയെ ഈമാൻ കുറഞ്ഞു പോകുന്നത്? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, സ്വഹാബ, ഈമാൻ വർദ്ധിക്കുന്നത് അല്ലാഹുവിനെ ഓർക്കുമ്പോഴാണ്, അല്ലാഹുവിനെ സ്മരിക്കുമ്പോഴാണ്. ഇങ്ങനെ ഒരു വാലിലേക്ക് വരുമ്പോഴല്ലേ അല്ലാഹുവിനെ ഓർക്കാനുള്ള അവസരം ലഭിക്കുന്നത്, അല്ലാഹുവിനെ കുറിച്ച് ചർച്ച ചെയ്യാനുള്ള അവസരം നമ്മൾക്ക് ലഭിക്കുന്നത്. ഇങ്ങനെ ഒരു സദസ്സിലേക്ക് വരുമ്പോഴല്ലേ നമ്മുടെ ഈമാൻ വർദ്ധിക്കാൻ ഇത് കാരണമാണ്. ഇങ്ങനെ വാലിന്റെ സദസ്സിലേക്ക് കടന്നു വരാതെ ഏതെങ്കിലും വോളിബോളോ ഏതെങ്കിലും ഒരു ഫുട്ബോളോ ഏതെങ്കിലും ക്രിക്കറ്റ് ടൂർണമെന്റോ നടക്കുമ്പോ അങ്ങോട്ടേക്ക് മാത്രം പോകുന്ന ചെറുപ്പക്കാരാ, ഈമാൻ കുറഞ്ഞുകൊണ്ടേയിരിക്കും. ആ ഈമാനിനെ വർദ്ധിപ്പിക്കാനാണ് വാലിന്റെ സദസ്സുകൾ സംഘടിപ്പിക്കുന്നത്. അല്ലാഹു നമ്മളെ മുച്ചക്കീങ്ങളിൽ പിടിച്ചുമാറാവട്ടെ. ഏതായാലും അല്ലാഹു പറയുകയാണ്, ഇന്ന സൽസലത്തസ്സാഅതി ശൈഉൻ അലീം. അല്ലാഹുവിന്റെ അവസാനത്തെ ഒരു പ്രകമ്പനം ഇവിടെ കൊള്ളാനുണ്ട്, അവസാനത്തെ ഭൂമി കുലുക്കം സംഭവിക്കാനുണ്ട്. അത് ശൈഉൻ അലീം, അത് വല്ലാത്ത സംഭവമാണ്, നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റൂല. يوم ترونها تذهل كل مرضعة عما أرضعت. അത് കാണുമ്പോൾ മുല നൽകുന്ന മുലപ്പാല് നൽകുന്ന ഉമ്മമാർ
കൈകളിലുള്ള മക്കളെ പോലും വലിച്ചെറിയുമെന്ന് പറയുമ്പോ എന്തോ ഒരു ഭീകരമാണ് അവസ്ഥ അല്ലേ? നമ്മുടെ ഉമ്മമാർ എന്തോ ഒരു സ്നേഹത്തോടെ, എന്തോ ഒരു താല്പര്യത്തോടെ, ലാളനയോടെ, ലാളിച്ചത്തോടെയാണ് മുലപ്പാൽ നൽകുന്നത്. ആ ഉമ്മമാർ വരെ കയ്യിലുള്ള പിഞ്ചു പൈതലിനെ വലിച്ചെറിയും. എനിക്ക് നിന്നെ നോക്കാനുള്ള സമയമല്ല, നിന്നെ ശ്രദ്ധിക്കാനുള്ള സമയമല്ല, നിന്നെ കൊണ്ടുപോകാനോ നിന്നെ ഏറ്റു നടക്കാനോ ഉള്ള സമയമല്ല എന്ന് പറഞ്ഞ് കയ്യിലുള്ള മുലപ്പാൽ നൽകുന്ന പിഞ്ചു പൈതലിനെ വരെ അങ്ങനെ ഒരു ഭൂകമ്പത്തിന്റെ വെപ്രാളം അനുഭവിക്കുമ്പോൾ വലിച്ചെറിയുമെന്ന് പരിശുദ്ധ ഖുർആനിൽ ഖാലല്ലാഹു അസ്സ വജൽ ആയിട്ടില്ല. എല്ലാ ഗർഭിണികളും ഉടനെ പ്രസവിക്കുകയാണ്. പിന്നെ ഒരു സിസേറിയന്റെ ആവശ്യമില്ല, പിന്നെ ഒരു ഓപ്പറേഷന്റെ ആവശ്യമില്ല, പിന്നെ ഒരു ഡോക്ടറുടെ ആവശ്യമില്ല. ഈ ഒരു പ്രകമ്പനം കൊള്ളുമ്പോൾ, അവസാനത്തെ ഭൂമികുലുക്കം സംഭവിക്കുമ്പോൾ ഗർഭിണികളായ ആളുകളൊക്കെ സ്വമേധയാ പ്രസവിക്കുമെന്നും അല്ലാഹു നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. ജനങ്ങളെല്ലാം മത്തുപിടിച്ചിരിക്കുകയാണ്. അത് കള്ളു കുടിച്ചതിന്റെ മറ്റല്ല, ലഹരി ഉപയോഗിച്ചതിന്റെ മറ്റല്ല, മയക്കുമരുന്ന് ഉപയോഗിച്ചതിന്റെ, ലഹരി ബാധിച്ചതിന്റെ പ്രശ്നമല്ല. എല്ലാവരും ലഹരി ബാധിതരാണപ്പോൾ, എല്ലാവരും മത്ത് ബാധിച്ചവരാണപ്പോൾ. എന്നാൽ സത്യത്തിൽ ആർക്കും ലഹരി ബാധിച്ചിട്ടില്ല. അല്ലാഹുവിന്റെ ശിക്ഷ അതിഭയാനകമാണ്. ആ ഒരു ശിക്ഷ കാണുമ്പോൾ ലഹരി ബാധിച്ചവരെ പോലെ, മത്ത് പിടിച്ചതുപോലെ അവരങ്ങോട്ടും നാലുകാലിൽ നടക്കുകയാണ്, ആടിപ്പാടി നടക്കുമെന്ന് അല്ലാഹു തആല സൂചന നൽകുന്നുണ്ട്. അങ്ങനെ ഒരു ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളാണ് പരിശുദ്ധ റസൂലുള്ളാഹ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു തരുന്നത്. ഒന്നാമത്തേത് അയ്യകൂനൽ വലദു ഗൈലാ. അപ്പൊ ഖിയാമത്ത് നാളിന്റെ സൂചന നമ്മുടെ അതിന്റെ പ്രാരംഭം നമ്മുടെ വീട്ടുപടിക്കൽ തുടങ്ങുകയാണ്. നമ്മുടെ വീട്ടിൽ തുടങ്ങുകയാണ് ഖിയാമത്ത് നാളിന്റെ ഏറ്റവും ആദ്യത്തെ ലക്ഷണങ്ങൾ. അതിലൊന്ന് അയ്യകൂനൽ വലദു ഗൈലാ, ദേഷ്യം പിടിക്കുന്ന, വാശി പിടിക്കുന്ന, ആര് പറഞ്ഞതനുസരിക്കാത്ത മക്കളുണ്ടാകുന്നത്. രണ്ടാമത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് വഅയ്യകൂനൽ മതറു ഖൈലാ, ഉപകാരമില്ലാതെ, ജനങ്ങൾക്കൊരു നേട്ടമില്ലാതെ, കൃഷികൾക്ക് ഉപകാരമില്ലാത്ത മഴകൾ വരുന്നതും ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. ചൂടുകാലങ്ങളിൽ മഴ വരാൻ, പക്ഷേ അതുകൊണ്ട് ഒരാൾക്കും നേട്ടമില്ല, ചൂട് വർദ്ധിച്ചെന്നേയുള്ളൂ. നമ്മുടെ കൃഷികൾ അത് കാരണം നശിച്ചു പോയി എന്നേയുള്ളൂ. നമ്മുടെ കിണറുകളിലോ, നമ്മുടെ തടാകങ്ങളിലോ, നമ്മുടെ പുഴകളിലോ അതുമൂലം വെള്ളത്തിന്റെ ഒരു ഉപകാരം ഉണ്ടായിട്ടില്ല. അല്ലാഹുവിന്റെ ഹബീബ് പറയുന്ന വാക്കുകളാണ്. 1400 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ന് 2016 നിൽക്കുന്ന സംഭവങ്ങൾ കാണുകയാണ്. അയ്യകൂനൽ മതറു ഖൈലാ, ഉപകാരമില്ലാത്ത, ഉപകാരശൂന്യമായ മഴകൾ പെയ്തിറങ്ങുന്നത് അത് ഖിയാമത്ത് നാളിന്റെ ലക്ഷണമാണ്. മൂന്നാമത് പറഞ്ഞത് വഅയ്യഫിയൽ അശ്റാറു ഫൈലാ, കൂട്ടം കൂട്ടമായി തെറ്റ് ചെയ്യുന്ന ചെറുപ്പക്കാരുണ്ടാവുന്നത്. അതുകൊണ്ടല്ലേ എവിടെ വേല നടന്നാലും, എവിടെ വേലിന്റെ പരമ്പര നടന്നാലും അതിലൊരു വിഷയം വഴിതെറ്റുന്ന യുവാക്കൾ, അല്ലെ? വഴിതെറ്റുന്ന യുവാക്കൾ. എന്തൊക്കെ കുഴപ്പം? യുവാക്കൾ മാത്രമാണോ വഴിതെറ്റുന്നത്? വഴിതെറ്റുന്ന വയസ്സന്മാർ എന്നൊരു വിഷയം അവിടെ കൊടുക്കാറുണ്ടാവും. വഴിതെറ്റുന്ന കുട്ടികൾ അങ്ങനെ കൊടുക്കാറുണ്ടോ? ഇല്ല. വഴിതെറ്റുന്ന യൗവനം, അല്ലാഹുവിനെ മറക്കുന്ന യുവത്വം എന്ന ഒരു ടൈറ്റിലാണ് പല വാദന്റെ സദസ്സുകളിലും കാണുന്നത്. ഇതെന്തേ എങ്ങനെ? യുവത്വം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. വലിയൊരു നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും ഉപകാരമുള്ള, ഏറ്റവും മൂല്യമുള്ള സമയമാണ് യുവത്വം എന്നത്. നാളെ മഹ്ശറയിൽ അല്ലാഹു ചോദിക്കുന്ന ഒരു ചോദ്യം. അല്ലാഹു നാളെ മഹ്ശറയിൽ ചോദിക്കുന്ന 4 ചോദ്യങ്ങളിൽ ഏറ്റവും പ്രസക്തമായ ചോദ്യം യുവത്വത്തെ കുറിച്ചാണ്. ലാ തസൂലു ഖദമ ഇബ്നു ആദം, നമ്മുടെ കാൽപാദങ്ങൾ അനക്കാൻ പറ്റൂല. ഹത്താ യുസ്അല അൻ 5 കാര്യങ്ങൾ ചോദിക്കാതെ. ഒന്നെന്താണ്? അൻ ഉംരിഹി ഫീമ അഫ്നാ,
നിന്റെ വയസ്സ് നീ എന്തിൽ ചെലവഴിച്ചു? വയസ്സ് എന്ന് പറഞ്ഞാൽ ഉമ്മ പ്രസവിച്ചത് മുതൽ നിന്റെ മരണം വരെയുള്ള കാലയളവ് നീ എങ്ങനെയാണ് ചെലവഴിച്ചത്? എന്തിലൂടെയാണ് ചെലവഴിച്ചത്? നന്മയ്ക്ക് വേണ്ടി ഉപയോഗിച്ചോ എന്ന് അല്ലാഹു നാളെ ചോദ്യം ചെയ്യും. രണ്ടാമത്തെ ചോദ്യം എന്താണ്? അതോടെ ഒരു മനുഷ്യന്റെ സകലമായ നിമിഷങ്ങളെ കുറിച്ചും അല്ലാഹു ചോദ്യം ചെയ്തു കഴിഞ്ഞു. പക്ഷേ എന്നിട്ടും അല്ലാഹു ചോദ്യം ചെയ്യുന്ന രണ്ടാമത്തെ ചോദ്യം അവന്റെ യുവത്വത്തെ കുറിച്ചും അല്ലാഹു നാളെ ചോദിക്കുകയാണ്. ആദ്യം അവന്റെ വയസ്സിനെ കുറിച്ച് അല്ലാഹു ചോദിച്ചു. അതിലൂടെ സകലമായ സംഭവങ്ങളും അവന് പറയേണ്ടി വന്നു. എന്നാലും അല്ലാഹു രണ്ടാമത് ചോദിക്കുന്നത് കുഞ്ഞുമോനെ, നിന്റെ യുവത്വത്തെ നീ എങ്ങനെ ചെലവഴിച്ചു എന്നാണ്. അത് യുവത്വത്തിന്റെ പ്രാധാന്യമാണ്. അല്ലാഹു നമ്മൾക്ക് ഒരുപാട് പ്രാധാന്യങ്ങൾ നൽകി. അല്ലാഹുവിന്റെ വഴിയിൽ ജീവിക്കുന്നവർക്കാണല്ലോ അല്ലാഹു നാളെ അർശിന്റെ തണല് നൽകുന്നത്. എപ്പോഴും പള്ളിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ചെറുപ്പക്കാരനും അല്ലാഹു നാളെ അർശിന്റെ തണല് നൽകുമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ടാണ് ചെറുപ്പക്കാരുടെ വിഷയങ്ങൾ അവിടെ ചർച്ച ചെയ്യുന്നത്. ഒരു നാടിന്റെ അഭിമാനം ചെറുപ്പക്കാരാണ്, ഒരു കുടുംബത്തിന്റെ അഭിമാനം ചെറുപ്പക്കാരാണ്, അതിന്റെ അച്ചാണ് ചെറുപ്പക്കാരാണ്. ഒരു സമൂഹത്തിന്റെ അഭിമാനവും അത്താണിയും ലക്ഷ്യവും എല്ലാം ചെറുപ്പക്കാരാണ്. ആ ചെറുപ്പക്കാർ വഴിപിഴച്ചു പോയാൽ സമൂഹം തന്നെ നഷ്ടത്തിലാണ്. ഒരു നാടിന്റെ ചെറുപ്പക്കാരെങ്ങാനും മോശക്കാരായി പോയാൽ, ലഹരിയുടെ അടിമയായി പോയാൽ, തോന്നിവാസികളായി പോയാൽ, നാടിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാതെ, ജ്ഞാനോന്മുഖ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കാതെ അലക്ഷ്യമായി നടക്കുന്ന ചെറുപ്പക്കാരായി മാറിയാൽ പിന്നെ എന്ത് നേട്ടമാണ് ആ നാടിനുള്ളത്? എന്ത് ഉപകാരമാണ് ആ നാടിനുള്ളത്? ആ നാടിന് എന്താണ് ചെയ്യാൻ പറ്റുക? അതുകൊണ്ടൊരു നാടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാരാ? അത് ചെറുപ്പക്കാരാ. ആ ചെറുപ്പക്കാര് മോശമായാൽ ഖിയാമത്ത് നാള് സംഭവിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ് മിഥങ്ങൾ പറയാം. നമ്മൾ കാണാം, സോഷ്യൽ മീഡിയകൾ ഉപയോഗിക്കുന്ന ആളുകൾക്ക് കാണാം, ചില യൂറോപ്യൻ രാജ്യങ്ങളിൽ അവരുടെ ചെറുപ്പക്കാർ നൽകുന്ന ചില നാമങ്ങൾ FB-യിൽ നൽകുന്ന നമ്മുടെ നാട്ടിലുള്ള ചെറുപ്പക്കാർ ഹിപ് ഹോപ്പ് ബോയ് ആൻഡ് സ്മോക്കി എന്നൊക്കെ പറഞ്ഞ വലിക്കുന്ന ആളെന്നാണ്. ഫേസ്ബുക്കിലെ അവന്റെ പ്രൊഫൈൽ നെയിം അതാണ്, സ്മോക്കി. അതേപോലെ അങ്ങനെ ഒരുപാട് പേരുകൾ, ചില്ല, ഒരുപാട് മോശപ്പെട്ട ആവശ്യമില്ലാത്ത പേരുകൾ. അതേപോലെ ചില സംഘടനകളുടെ പേരും അങ്ങനെ തന്നെ അല്ലെ. നമ്മൾക്കറിയാം, ഒരുപാട് കൂട്ടങ്ങൾ, ചെറുപ്പക്കാരുടെ ചില സംഘങ്ങൾ, അവരുടെ കൂട്ടത്തിന് നൽകുന്ന പേര് കില്ലർ എന്നോ അല്ലെങ്കിൽ ബ്ലാക്ക് ഹാറ്റ് എന്നോ അതല്ലെങ്കിൽ ഒരുപാട് അർത്ഥമില്ലാത്ത നാമങ്ങൾ അവരുടെ സംഘങ്ങൾക്ക് നൽകുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത് അത് തന്നെയാണ്. ചെറുപ്പക്കാർ കൂട്ടമായി ചീത്ത ആളുകളായി മാറുന്നത്, നാടിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടവർ തോന്നിവാസികളായി മാറുന്നത്, മടിയില്ലാതെ ഒറ്റയ്ക്കായിരുന്നല്ലോ പണ്ടൊക്കെ തെറ്റ് ചെയ്യുന്നത്. എന്നാൽ ഇന്ന് കൂട്ടം കൂടി നിന്ന് തെറ്റ് കൂട്ടം കൂടി നിന്ന് ആളുകൾ കാണാതെ ചെയ്തിരുന്ന തെറ്റുകളൊക്കെ ആളുകൾ, ചെറുപ്പക്കാർ ബസ് സ്റ്റാൻഡിലിരുന്ന്, റോഡിന്റെ സൈഡിലിരുന്ന്, റോഡിന്റെ ചിഹ്നകളിൽ നിന്നുകൊണ്ട് കാണുകയും ഷെയർ ചെയ്യുകയും ചെയ്യുന്ന ഒരു കാലം വന്നാൽ അത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്നു മസ്ഊദ് ചോദിച്ചു, നബിയേ ഇനിയുമുണ്ടോ അടയാളങ്ങൾ? അല്ലാഹുവിന്റെ ഹബീബ് പറയാൻ തുടങ്ങി, ഇന്ന മിൻ അലാമിസ്സാഅതി വഅശറാതിഹാ. ഇബ്നു മസ്ഊദ് ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളിൽ പെട്ടതാണ് വഞ്ചിക്കപ്പെടേണ്ട ആളുകൾ വിശ്വസിക്കപ്പെടുന്ന ഒരു കാലം വന്നാൽ സിനിമാ നടന്മാർക്ക് പ്രാധാന്യം നൽകുക, സിനിമാ നടന്മാരുടെ കൂടെ സെൽഫി എടുക്കുക, സിനിമാ നടന്മാരുടെ കൂടെ ഫോട്ടോ എടുക്കുക, സിനിമാ നടന്മാർക്ക് വേണ്ടി ജീവിക്കുന്ന ആളുകളായി മാറുക, അവരുടെ ഫാൻസ് അസോസിയേഷനായി മാറുക. ഇങ്ങനെ ഒരു കാലം വരുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. എന്താണ് സിനിമാ നടന്മാർ ഇവിടെ അഭിനയിക്കുന്നത്? അതൊരു അഭിനയമല്ലേ? അതൊരു ആക്ടിംഗ് അല്ലേ? ആക്ടിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു വഞ്ചനയല്ലേ?
സത്യത്തിൽ വഞ്ചിക്കപ്പെടേണ്ട ആളുകൾ വിശ്വസിക്കപ്പെടുന്ന ഒരു കാലം വന്നാൽ ഇല്ലാത്ത സംഭവങ്ങൾ, ഇല്ലാത്ത നോവലുകൾ, ഇല്ലാത്ത സ്ക്രിപ്റ്റുകൾ അവർ അഭിനയിക്കുകയും അതുള്ളതുപോലെ ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നവരല്ലേ ഈ അഭിനയിക്കുന്ന ആളുകൾ? സിനിമക്കാരും സീരിയലുകാരനും ഇവരല്ലേ? ഇവർക്കല്ലേ നമ്മൾ പ്രാധാന്യം നൽകുന്നത്? ഇവരല്ലേ നമ്മുടെ മനസ്സിലുള്ളത്? ഇവർക്കാണല്ലോ നമ്മൾ, ഇവരുടെ പിന്നാലെയാണല്ലോ നമ്മളുള്ളത്. നമ്മുടെ ചർച്ചകളും ഇവർക്ക് വേണ്ടിയല്ലേ? വാട്സപ്പിലൂടെ, ഗ്രൂപ്പുകളിലൂടെ ചർച്ചകൾ മുൻകൂട്ടിക്ക് വേണ്ടി, മോഹൻലാലിന് വേണ്ടിയുള്ള തർക്കങ്ങള്, കളിക്കാർക്ക് വേണ്ടിയുള്ള വാഗ്വാദങ്ങൾ. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത് വഞ്ചിക്കപ്പെടേണ്ട ആളുകളെ വിശ്വസിക്കുന്ന ഒരു കാലം വന്നാൽ അതേപോലെ പള്ളിയുടെ ഉസ്താദുമാർ ബാല പറഞ്ഞു തരുമ്പോൾ അത് കേൾക്കാതെ, അതിന് പ്രാധാന്യം നൽകാതെ, ആ ബാലിന് ഒരു പ്രാധാന്യമോ അർഹമായ പരിഗണനയോ നൽകാതെ ഈ സിനിമാ നടന്റെ പിന്നാലെ പോകാൻ തുടങ്ങുന്ന കാലം വന്നാൽ ഖിയാമത്ത് നാളിന്റെ അടയാളമല്ലേ അതൊക്കെ? അതിൽപ്പെട്ടതല്ലേ നമ്മുടെ താടിയൊക്കെ? അതിൽപ്പെട്ടതല്ലേ നമ്മുടെ ഫാൻസുകളൊക്കെ നെരിയാണിക്ക് മുകളിലേക്ക് കയറിയത്? അല്ലേ? നമ്മൾക്കറിയാത്ത വിഷയമാണോ ഇത്? നമ്മുടെ ചെറുപ്പക്കാർ, അവരുടെ ഫാൻസുകൾ ബിരിയാണിക്ക് മുകളിൽ കയറിയത് എപ്പോഴാണ്? ഏതോ ഒരു സിനിമക്കാരൻ ഇന്നാലിന്ന സിനിമയിലൂടെ അഭിനയിക്കുമ്പോ നമ്മുടെ ചെറുപ്പക്കാരുടെ ഫാൻസും ബിരിയാണിക്ക് മുകളിലായി. താടി വെക്കാത്ത ചെറുപ്പക്കാർ അവരും താടി വെക്കാൻ തുടങ്ങി. ആരെ കണ്ടിട്ടാണ് ചെറുപ്പക്കാരാണ് ഈ പ്രവർത്തനം ചെയ്തത്? ആരോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് നീ സ്വയമായി ഒന്ന് ചിന്തിച്ചേ പറ്റൂ. ആരെ കണ്ടിട്ടാണ്, ആർക്ക് വേണ്ടിയിട്ടാണ്, ആര് ചെയ്തപ്പോഴാണ് നീ ചെയ്തത്? എന്നിട്ട് നീ പറയുന്നുണ്ടല്ലോ എന്റെ സ്നേഹം റസൂലുള്ളാഹിക്കാണ്. ഏതോ ഒരു മാതൃഭൂമിക്കാരൻ തോന്നിവാസങ്ങളും പാറേലകളും വിളിച്ചെഴുതിയപ്പോ അത് കീറി മുറിച്ചുകൊണ്ടും കത്തിച്ചുകൊണ്ടും പ്രതിഷേധം നടത്തിയ ചെറുപ്പക്കാരാ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ഒരു കാലത്ത് നമ്മുടെ ഡീസലിനും പെട്രോളിനും ഒക്കെ 70 രൂപയായപ്പോൾ കാളവണ്ടി റോഡിൽ കൊണ്ടുപോയി സമരം ചെയ്തവരുണ്ട്. 70-60 രൂപയായപ്പോൾ അതേപോലെ തന്നെ ഡീസലിനും പെട്രോളിനും വില ഇങ്ങനെ വർദ്ധിച്ചു വരുമ്പോൾ റൈഡ് ചെയ്യേണ്ട ബൈക്കുകൾ, സൈക്കിളുകളെ പോലെ ഉരുട്ടിക്കൊണ്ടുപോയി സമരം വിളിച്ചിരുന്ന ആളുകളുണ്ട്. ഇന്ന് 30 രൂപയ്ക്ക് കൊടുക്കേണ്ട ഡീസലിനും പെട്രോളിനും 60 രൂപയും 70 രൂപയും 4 3 2 5 രൂപകൾ വർദ്ധിക്കുമ്പോ അതിനെതിരെ ശബ്ദിക്കാനോ അതിനെതിരെ സമരം വിളിക്കാനോ നമ്മൾ തയ്യാറായിട്ടുണ്ടോ? ഞാൻ ചോദിക്കുകയാണ്. വിഷമമുള്ള കാര്യമാണിത് അല്ലേ? കഴിഞ്ഞ 5 വർഷങ്ങൾക്ക് മുമ്പ് 1 രൂപ വർദ്ധിക്കുമ്പോ നാട്ടുകാരൊക്കെ സമരം തുടങ്ങി. പക്ഷേ അന്നുള്ളതിന്റെ പകുതി വരെ പോലും ഇന്ന് കൂടുകയില്ലല്ലോ. എന്നിട്ട് വരെ എല്ലാ മാസവും 3 2 രൂപ ഇങ്ങനെ വർദ്ധിക്കുന്നു. എന്തിന്റെ കാരണത്താലാണത്? എന്തിനു വേണ്ടിയാണത്? നാടിന്റെ നന്മയ്ക്ക് വേണ്ടിയാവട്ടെ നമ്മുടെ സമരങ്ങൾ, അല്ലാതെ നാടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നമ്മൾ സമരം ചെയ്യല്ല. ഞാൻ പറഞ്ഞു വന്നത് അല്ലാഹുവിന്റെ ഹബീബിനോടാണ് നിങ്ങൾക്ക് സ്നേഹമുള്ളതെങ്കിൽ ഇന്നൽ മുഹിബ്ബ ലിമൻ യുഹിബ്ബു അല്ലാഹുവിന്റെ ഹബീബിനോടുള്ള സ്നേഹം സത്യമാണെങ്കിൽ നബിതങ്ങൾ പറഞ്ഞതല്ലേ നമ്മൾ കേൾക്കുക. നമ്മുടെ ഹെയർ സ്റ്റൈൽ പറയാതിരിക്കാൻ പറ്റോ? ഒന്ന് ചെറുപ്പക്കാരാ, ഈ വാല് കേട്ടത് കൊണ്ട് നിങ്ങൾക്കൊരു മാറ്റമുണ്ടാവോ? നമ്മുടെ ഹെയർ സ്റ്റൈലിന്റെ കഥ എന്താ? ഇത് പറയാതിരിക്കാൻ എനിക്ക് പറ്റുമോ? കോപ്പ് ചെയ്ത് നടക്കുന്ന ചെറുപ്പക്കാരൻ, തലയുടെ പൂർണ്ണമായ ഭാഗങ്ങളും ചെത്തിപ്പൊളിച്ച് നടക്കുന്ന ചെറുപ്പക്കാരൻ, ബാർബർ ഷോപ്പിൽ പോയി നെയ്മറിന്റെയും മെസ്സിയുടെയും കട്ട് വേണമെന്ന് പറയുന്ന പിഞ്ചു പൈതൽ വരെ അങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ബാർബർ ഷോപ്പിൽ പോവാണ് 8 9 വയസ്സുള്ള കുട്ടികൾ. എന്നിട്ട് ബാർബർ ഷോപ്പിലുള്ള ബാർബറിനോട് പറയുന്നത് നെയ്മറിന്റെ കട്ടിട്ട് തരണമെന്നാണ്. ആരെ കണ്ടാണ് ചെറുപ്പക്കാരായി ഇതൊക്കെ പഠിക്കുന്നത്? ആരോടാണ് സ്നേഹം? എന്റെ സ്നേഹം അല്ലാഹുവിന്റെ ഹബീബിനോടാണെങ്കിൽ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞതല്ലേ നമ്മൾ അനുസരിക്കുകയുള്ളൂ. എന്റെ സ്നേഹം സത്യമാണെങ്കിൽ നീ അതനുസരിക്കൂലേ? ഇന്നൽ മുഹിബ്ബ ലിമൻ യുഹിബ്ബു യുതീഉ. കാരണം നമ്മൾ ആരെയാണോ സ്നേഹിക്കുന്നത് അവരെയാണല്ലോ നമ്മൾ പിൻപറ്റുന്നത്. ഇനി നമ്മൾ ആലോചിച്ചു നോക്കൂ, നമ്മുടെ വേഷവിധാനങ്ങൾ ആരെ കാണുമ്പോഴാണ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നത്? നമ്മുടെ താടിയുടെ കെട്ടും ആരെ കാണുമ്പോഴാണ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നത്? നമ്മുടെ ഹെയർ സ്റ്റൈൽ ഏത് സിനിമ കാണുമ്പോഴാണ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നത്? എന്നിട്ട് പറയും എന്റെ സ്നേഹം നബിതങ്ങളോടാണോ അല്ല സിനിമക്കാരനോടാണോ? പറയൂ, ആലോചിക്കുക. നമ്മൾ പറയാ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോ നമ്മളിങ്ങനെ സമരം നളിക്കുക, നബിതങ്ങളെ കുറ്റം പറയേ, നബിതങ്ങളെ ആക്ഷേപിക്കേ.
എന്നിട്ട് പ്രശ്നം ഉണ്ടാക്കുക, എന്നിട്ട് സമരം ചെയ്യുക, എന്നിട്ട് പ്രതിഷേധം കാണിക്കുക. പൊന്നു ചെറുപ്പക്കാര, ആദ്യം നിമിത്തങ്ങളെ എഴുതിയത് നമ്മൾ തന്നെയാണ്. നമ്മുടെ പ്രവർത്തനത്തിലൂടെ, നമ്മുടെ സ്വഭാവത്തിലൂടെ, നമ്മുടെ ജീവിത ശൈലിയിലൂടെ. ഞാൻ പറയാം, ഈ ക്രോപ്പിംഗ് ചെയ്ത തലകളൊക്കെ നരകത്തിലേക്കുള്ള തലകളാണ്. തൗബ ചെയ്ത് മടങ്ങിയേക്കണം. ഹറാമാണ്, പച്ച ഹറാമാണ്, യാതൊരു ഡൗട്ടും അതിലില്ല. ക്രോപ്പ് ചെയ്ത് നടക്കുന്ന ചെറുപ്പക്കാർ, എന്താണ് ഇതിനൊക്കെ നമ്മൾ പറയാ? ഉമ്മമാർക്കും ഉപ്പമാർക്കും പറയാൻ പേടിയാണ്, ഉസ്താദുമാർക്ക് പറയാൻ പേടിയാണ്. മദ്രസയിൽ വന്ന ഏതെങ്കിലും ഒരു കുട്ടിയോട് മുടിപ്പോയി നേരെ വെട്ടുക എന്ന് പറഞ്ഞ പിന്നെ ഉസ്താദ് സ്ഥലം വിട്ടോളണം. അതാണ് നമ്മുടെ നാടിന്റെ അവസ്ഥ. നന്മ പറയാൻ പറ്റൂല, തിന്മയെ ഉപദേശിക്കാൻ പറ്റൂല. ഒരു നന്മ പറയുമ്പോൾ അതിനെതിരെ ശബ്ദിക്കുന്ന ആളുകൾ, സദാചാര ഗുണ്ടകൾ വർദ്ധിച്ചു വരികയാണ്. സദാചാര ഗുണ്ടകൾ നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു വരികയാണ്. അള്ളാഹുവിന്റെ ഹബീബ് അത് സൂചിപ്പിച്ചിട്ടുണ്ട്. ഏതായാലും ഞാൻ പറയുന്നത്, അള്ളാഹുവിനെ ഭയക്കുന്ന ചെറുപ്പക്കാർ നാളെ മഹ്ശറയിൽ നരകത്തിലേക്ക് കടക്കാതെ സ്വർഗത്തിലേക്ക് പോകണമെന്ന് താല്പര്യമുള്ള ചെറുപ്പക്കാരോട് പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ തലയുടെ ഹെയർ സ്റ്റൈൽ ഹറാമായ ഹെയർ സ്റ്റൈൽ ചെയ്യരുത്. നിങ്ങളുടെ താടി ഇവിടെ നിന്നോട്ടെ. ആ ഒരു താടി അള്ളാഹുവിന്റെ ഹബീബിന്റെ പാത പിൻപറ്റിയാണ് ഞാൻ ചെയ്യുന്നത് എന്നൊരു നിയത്തോടെ ചെയ്യും. അല്ലാതെ ഏതെങ്കിലും ഒരു മൊയ്ജീനോ, ഏതെങ്കിലും ഒരു കാഞ്ചനമാലയോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നിവിൻ പോളിയോ ചെയ്യുമ്പോഴല്ല നമ്മുടെ താടിയുടെ ഹെയർ സ്റ്റൈലും താടിയും കട്ടിങ്ങും മാറേണ്ടത്. അള്ളാഹുവിന്റെ ഹബീബിലേക്ക് മാറും. നിങ്ങൾക്ക് ഏറ്റവും ഉദാത്തമായ മാതൃകയുള്ളത് അത് പരിശുദ്ധ റസൂലിനാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ലിമൻ കാന യർജുല്ലാഹ്, അല്ലാഹുവിന്റെ വിത്ത് വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ പിൻപറ്റേണ്ടത് റസൂലുള്ളാഹിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ വദക്കറല്ലാഹ കസീറാ, അല്ലാഹുവിനെ ഓർക്കുന്ന ചെറുപ്പക്കാർ, അന്ത്യനാളിൽ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാരാ, നിങ്ങളോടാണ് ഞാൻ പറയുന്നത്. ചെറുപ്പക്കാരെ, നിങ്ങളോടാണ് ഞാൻ പറയുന്നത്, നാളെ രക്ഷപ്പെടണമെങ്കിൽ അല്ലാഹുവിന്റെ ഹബീബിനെ പിൻപറ്റണേ. അല്ലാതെ ഇവിടത്തെ നിവാസങ്ങൾ നടക്കുമ്പോൾ അത് നമ്മൾ പിൻപറ്റാൻ പാടില്ല. ചീഞ്ഞുനാടുന്ന പാശ്ചാത്യന്റെ സംസ്കാരങ്ങളെ ഒന്നിന് പിറകെ ഒന്നായി നിങ്ങൾ പിന്തുടരുമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് നമ്മൾക്ക് സൂചന നൽകിയിട്ടുണ്ട്. ആരാണ് പാശ്ചാത്യന്മാർ? പരിശുദ്ധരായ മുസ്ലിമീങ്ങളെ തകർക്കാനും നശിപ്പിക്കാനും ശ്രമിക്കുന്ന ജൂതന്മാരായ ആളുകളുടെ ചീഞ്ഞുനാടുന്ന സംസ്കാരങ്ങളെ നിങ്ങൾ ചാണോട് ചാണായി, മുഴത്തോട് മുഴമായി പിന്തുടരും. അവരെ കോപ്പ് ചെയ്താൽ നിങ്ങളും കോപ്പ് ചെയ്യും. അവരെ മീശ പിടിച്ചാൽ നിങ്ങളും മീശ പിടിക്കും. അവരെ താടി പിടിച്ചാൽ നിങ്ങളും താടി പിടിക്കും. അവരെ താടി വെക്കാൻ തുടങ്ങിയാൽ നിങ്ങളും അത് ഫോളോ ചെയ്യും. അവരെ ഞെറിയാണിക്കുന്നതിൽ ഫാൻസ് ധരിക്കാൻ തുടങ്ങിയാൽ നിങ്ങളും അത് ഫോളോ ചെയ്യും. എന്നല്ലാതെ ഹബീബിന്റെ വാക്കുകൾക്ക് പ്രാധാന്യം നൽകൂല. അങ്ങനെ ഒരു കാലം നമ്മളിലേക്ക് കടന്നു വരുമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞിട്ടുണ്ട്. ഈ തടികളൊക്കെ ധരിക്കാൻ പോകുന്ന തടികളാണ്, എന്നല്ലെങ്കിൽ നാളെ ലോകത്തോട് വിട പറയേണ്ട തടികളാണ്. നമ്മുടെ നാട്ടിൽ തന്നെ എത്ര ചെറുപ്പക്കാരാണ് ആ ഒരു വാർദ്ധക്യത്തിലേക്ക് ഇതിന് മുമ്പ് മരിച്ചുപോയത്. എന്റെ ചെറുപ്പക്കാരാ, ബൈക്കിലൂടെ യാത്ര ചെയ്യുമ്പോ, കാറിലൂടെ യാത്ര ചെയ്യുമ്പോ, അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു ഹൃദയാഘാതത്തിലൂടെ മരിച്ചു പോകാൻ സാധ്യതയില്ലേ? അതുകൊണ്ട് അല്ലാഹുവിലേക്ക് മടങ്ങണേ. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ മഹിതമായ ആ സംസ്കാരം നമ്മൾ ഫോളോ ചെയ്യണേ. അല്ലാഹു നമ്മൾക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹുവിന്റെ ഹബീബ് പറയാൻ, വഞ്ചിക്കപ്പെടേണ്ട ആളുകളെ വിശ്വസിക്കുന്നവർ കാലം വരും. സത്യത്തിൽ ഇവരെ വിശ്വസിക്കാൻ പാടില്ലല്ലോ, അതൊരു അഭിനയമാണല്ലോ. റിമോട്ട് പിടിച്ച് തസ്ബീഹ് മാലയ്ക്ക് പകരം വിക്രി ചൊല്ലി ജപമാല, ആ ജപമാല പിടിച്ചുകൊണ്ട് തസ്ബീഹ് ചൊല്ലി നടക്കേണ്ട ഉമ്മമാർ, ഖബറിലേക്ക് കാൽ നീട്ടിയിരിക്കേണ്ട ഉപ്പമാർ, റിമോട്ട് പിടിച്ചുകൊണ്ട് സീരിയലിന്റെ രംഗങ്ങൾ കാണുമ്പോൾ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്നത് നമ്മൾ കാണാറുണ്ടല്ലോ. ഉപ്പമാ, സിനിമകൾ കാണുമ്പോൾ ആ സിനിമകളിലുള്ള രംഗങ്ങൾ കണ്ട് കണ്ണുനീര് വരാറുണ്ടല്ലോ. സത്യത്തിൽ അത് അഭിനയമല്ലേ? സത്യത്തിൽ അത് നുണയല്ലേ? ആ നുണയിൽ വിശ്വസിക്കുകയും കണ്ണുനീര് മാറ്റുകയും ചെയ്യുന്ന ഉമ്മമാർ നമ്മളിലേക്ക് കടന്നു വരുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഉമ്മമാരെ, സാന്ദർഭികമായി ഞാൻ പറയട്ടെ, എത്രയോ കാലം നിസ്കരിച്ചോ വിക്രി ചൊല്ലി തസ്ബീഹ് ചൊല്ലി നടന്ന ഉമ്മമാർ
വാർദ്ധക്യത്തിന്റെ പടിവാതിൽ കിടത്തുമ്പോഴേക്കും ടിവിയുടെ അഡിക്റ്റായി പോവല്ലേ, സീരിയലിന്റെ അഡിക്റ്റായി പോവല്ലേ. ഇത്രകാലം ചെയ്ത നന്മകൾ നഷ്ടപ്പെടുകയാണ്, ഇത്രകാലം ചെയ്ത അല്ലാഹുവിന്റെ ഇബാദത്തുകൾ നഷ്ടപ്പെടുകയാണ്. അവസാനം തൗബ ചെയ്യാൻ പോലും അവസരം ലഭിക്കാതെ സിനിമയുടെയും സീരിയലിന്റെയും അഡിക്റ്റായി മരിച്ചു പോയാൽ എങ്ങനെയാണ് നാളെ മഹ്ശറയിൽ രക്ഷപ്പെടാം? ആ സമയങ്ങളിൽ തസ്ബീഹ് ചൊല്ലി നടക്കണേ, ഇസ്തിഗ്ഫാർ ചൊല്ലി നടക്കണേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി നടക്കണേ ഉമ്മമാരെ. അല്ലാഹു നമ്മൾക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അയ്യുതമനൽ ഖായിൻ വഅയ്യുഖബ്ബനൽ അമീൻ. വിശ്വസിക്കേണ്ടവരെ വഞ്ചിക്കുന്ന കാലം വരുമെന്ന് ഉസ്താദുമാര് ബാങ്ക് പറയുമ്പോ ഇവര് പറയുന്നത് അല്ലാഹുവിന്റെ ആയത്തുകളെ കുറിച്ചല്ലേ, പരിശുദ്ധ ഹബീബിന്റെ വചനത്തെ കുറിച്ചല്ലേ. ഇതൊന്നും ഞങ്ങൾക്ക് വേണ്ട, ഇതൊന്നും ഞങ്ങൾ പിൻപറ്റുന്നില്ല, ഇതൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞു നടക്കുന്ന ഒരു കാലം വരുമെന്നാണ് അല്ലാഹുവിന്റെ ഹബീബ് സൂചിപ്പിച്ചത്. സിനിമാക്കാരെ കണ്ടിട്ടാണല്ലോ നമ്മുടെ മോഡേൺ ചെറുപ്പക്കാരികൾ ഒളിച്ചോട്ടങ്ങൾ തുടങ്ങിയത്. സിനിമക്കാരെന്താണ് പറയുന്നത് അതേപോലെ ഫോളോ ചെയ്യുകയും കല്യാണത്തിന്റെ സദസ്സിൽ വരാനിരിക്കുന്ന സമയത്ത് ഒരു 5-10 മിനിറ്റ് മുമ്പ് അങ്ങനെ ഒരു ഒളിച്ചോട്ടം നടക്കുന്നതൊക്കെ ആരാണിത് പഠിപ്പിച്ചത്? ആരാണ് സമൂഹത്തിൽ ഉണ്ടാക്കിയത്? ഒന്ന് സഹോദര, അല്ലാഹുവിനെ പേടിക്കണേ. അങ്ങനെയുള്ള സിനിമയുടെയും സീരിയലിന്റെയും അഡിക്റ്റായി നമ്മുടെ ഭാര്യമാര് മാറാൻ പാടില്ല, നമ്മുടെ സഹോദരികൾ മാറാൻ പാടില്ല, നമ്മുടെ ഉമ്മമാർ, നമ്മുടെ മക്കൾ മാറാൻ പാടില്ല. അല്ലാഹു നമ്മൾക്ക് ബോധം നൽകുമാറാവട്ടെ. അല്ലാഹുവിന്റെ ഹബീബ് തുടരുകയാണ്. ഇബ്നു മസ്ഊദ് ഇന്ന മിൻ അലാമി സാഅതി വശറാതിഹാ, ഖിയാമത്ത് നാളിന്റെ അടയാളത്തിൽപ്പെട്ടതാണ് അൻതുവാസിലൽ തുബാഖ് വതുഖാതഅൽ അർഹാം. ഇതൊക്കെ അത്ഭുതപ്പെടുത്തുന്ന ഹദീസുകളാണ്. അൻതുവാസിലൽ തുബാഖ് വതുഖാതഅൽ അർഹാം. മനുഷ്യന്മാർ മനുഷ്യരോടുള്ള ബന്ധം വിച്ഛേദിക്കുകയും സാറ്റലൈറ്റ് ഡിഷുകളോടുള്ള ബന്ധം നിർമ്മിക്കുകയും ചെയ്യുന്ന ഒരു കാലം വരും. മൊബൈൽ ഫോണുകളോടും ടിവിയോടും ചാനലുകളോടും ബന്ധം വെക്കുകയും കുടുംബങ്ങളായ ഉപ്പമാരോട്, അളയമ്മമാരോട്, അമ്മാവന്മാരോട്, കുടുംബക്കാരോടുള്ള ബന്ധം മുറിച്ച് നമ്മുടെ ബന്ധം ടാബുകളോടും സ്മാർട്ട് ഫോണുകളോടും അതേപോലെ തന്നെ ടിവിയോടുമായി മാറുന്ന ഒരു കാലം വരുമെന്ന് 1400 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു തരികയാണ്. എന്ന് പറഞ്ഞാൽ ഡിഷ് എന്നാണ്, സാറ്റലൈറ്റ് ഡിഷുകളോട് ബന്ധം. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞുവല്ലോ, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അന്ത്യനാളിൽ വിശ്വസിക്കുന്നവരാൾ, അല്ലാഹുവിൽ വിശ്വസിക്കുന്നവരാൾ, ഫൽയസുൽ റഹിമ, കുടുംബബന്ധം ചേർക്കട്ടെ. കുടുംബബന്ധം വിച്ഛേദിക്കാൻ പാടില്ല. അളാപ്പമാരോട്, മൂച്ചാപ്പമാരോട്, കാക്കമാരോട്, അമ്മായിമാരോട് ചോദിക്കാനോ അവരോട് പിണങ്ങി നിൽക്കാനോ പാടില്ല. അങ്ങനെ കുടുംബബന്ധം വിച്ഛേദിച്ചാൽ മോശമായി മരിക്കേണ്ടി വരും, അവിടെ ബർക്കത്തുണ്ടാവൂല. അല്ലാഹുവിന്റെ ഹബീബ് ചോദിച്ചു, മൻ അഹബ്ബ അൻ യുബ്സത ലഹു ഫീ റിസ്ഖിഹി വയുൻസഅ ലഹു ഫീ അഥരിഹി. ഒരാൾക്ക് ഭക്ഷണത്തിൽ വിശാലത വേണോ? ആരുടെ മുമ്പിലും ബദ് ചെയ്യാതെ യാചിക്കാതെ ജീവിക്കാൻ താല്പര്യമുണ്ടോ? അതേപോലെ ദീർഘായുസ് വേണമെന്ന് ആഗ്രഹമുണ്ടോ? എങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ഫൽയസുൽ റഹിമ, കുടുംബ ബന്ധം പുലർത്തട്ടെ. ഇടക്കിടക്ക് മൂച്ചാപ്പയുടെ വീട്ടിൽ പോകണം, ഇടക്കിടക്ക് അമ്മാവന്മാരുടെ വീട്ടിൽ പോകണം, ഇടക്കിടക്ക് അളാമ്മമാരുടെ, അളാപ്പമാരുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലണം. എങ്കിൽ നിങ്ങളുടെ ഭക്ഷണത്തിൽ വിശാലതയുണ്ടാകും, നിങ്ങൾക്ക് ആയുസ്സിൽ ദൈർഘ്യമുണ്ടാകുമെന്നും അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്. കല്യാണ സദസ്സുകളിൽ നമ്മുടെ മക്കൾ മൊബൈൽ ഫോൺ പിടിച്ച് കളിക്കുന്ന ഒരു രംഗം ഇന്ന് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. മിനിമിലിറ്റി എന്ന് പറയുന്ന ഒരു ഗെയിം നമ്മുടെ ചെറുപ്പക്കാരുടെ സമയത്ത് കൊന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ചു മുമ്പ് കാൻഡി ക്രഷ് എന്ന് പറയുന്ന ഒരു ഗെയിം, അങ്ങനെ കളിക്കും, ചിരിക്കും, തോന്നിവാസത്തിനും എൻജോയ്മെന്റിനും ആഹ്ലാദത്തിനും വേണ്ടി ജീവിതത്തിന്റെ ഭൂരിഭാഗവും മിക്ക സമയവും കളയുന്ന ആളുകളായി നമ്മുടെ സമൂഹം മാറുകയാണ്. സത്യത്തിൽ ഞാൻ പറയട്ടെ, ഈ കഞ്ചാവും
ഈ മൊബൈൽ ഫോണിന്റെ അഡിക്റ്റ് ആവുന്നതും കഞ്ചാവിന്റെ അഡിക്റ്റ് ആവുന്നതൊക്കെ ലഹരിയിൽ തുല്യമാണ്. മുസ്ലിമീങ്ങളെ ബോധപൂർവം നശിപ്പിക്കുവാനും മുസ്ലിമീങ്ങളുടെ മസ്തിഷ്ക പ്രക്ഷാളനം ചെയ്യുവാനും മുസ്ലിമീങ്ങളെ തകർക്കുവാനും വേണ്ടി ചില സ്ഥലങ്ങളിൽ നിന്ന് ഗൂഢമായി മുസ്ലിം പ്രവിശ്യകളിലേക്ക് കഞ്ചാവിന്റെ പാക്കറ്റുകൾ തുരുതുര അയച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇതിന്ന് തുടങ്ങിയതല്ല. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഈജിപ്തിന്റെ പ്രസിഡന്റായ ഗ്ലാഡ്സ്റ്റൺ പരിശുദ്ധമായ ഖുർആൻ പിടിച്ചുകൊണ്ട് പറഞ്ഞ വാക്കുണ്ട്, when this book is with them, ഈ ഖുർആൻ അവരുടെ കയ്യിലുണ്ടാകുന്ന കാലത്തോളം we can enjoy the happiness in their land. അവരുടെ ഭൂമിയിൽ സന്തോഷമോ സമാധാനമോ നമ്മൾക്ക് ലഭിക്കില്ല. ഈ ഖുർആൻ അവരിൽ നിന്ന് എടുത്തു കളയണം. മനുഷ്യന്മാരുടെ മനസ്സിൽ നിന്ന് ഖുർആനിനോടുള്ള താല്പര്യം നമ്മൾ നഷ്ടപ്പെടുത്തണം. ഖുർആനിനോടുള്ള ചിന്ത നമ്മൾ നഷ്ടപ്പെടുത്തണം. അവർ ഖുർആൻ ഓതാൻ പാടില്ല, അവർ ഖുർആൻ പാരായണം ചെയ്യാൻ പാടില്ല, അതിന്റെ ആശയങ്ങളിൽ ജീവിക്കാൻ പാടില്ല. അങ്ങനെ ഒരു സംസ്കാരം അവർക്ക് നഷ്ടപ്പെടുത്തി ലഹരിയുടെ അടിമയാക്കി, കള്ളിന്റെയും കഞ്ചാവിന്റെയും ബിയറിന്റെയും മയക്കുമരുന്നിന്റെയും അടിമകളാക്കി മുസ്ലിമീങ്ങളെ മാറ്റിയാലല്ലാതെ മുസ്ലിമീങ്ങൾക്ക് മുമ്പിൽ ഞങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കില്ലെന്ന് പറഞ്ഞ് പരിശുദ്ധരായ മുസ്ലിമീങ്ങളുടെ ഇടയിലേക്ക് കഞ്ചാവിന്റെയും മയക്കുമരുന്നിന്റെയും കള്ളിന്റെയും ടൺകണക്കിന് ലോഡുകൾ ഇറക്കിയ ചരിത്രം പരിശുദ്ധ ഇസ്ലാമിന്റെ മുമ്പിലുണ്ട്. ആ ഒരു ചന്ദ്രൻ നമ്മുടെ ഫാസിസ്റ്റ് ദുർഭൂതങ്ങൾ ഇവിടെ പോയിട്ടുണ്ട്. പാവപ്പെട്ട മുസ്ലിമീങ്ങളായ ആളുകൾ അതിന്റെ ബോധമില്ലാതെ ലഹരിയുടെ അഡിക്റ്റായി ജീവിക്കും. എവിടെ പോയാലും മുസ്ലിമീങ്ങളായ ആളുകൾ തന്നെ കഞ്ചാവിന്റെ ഡീലറായി നടക്കുക, അത് വിൽക്കുന്ന ആളുകളായി നടക്കുക, അതിനെതിരെ പ്രഭാഷണം നടത്തുമ്പോ അതിനെതിരെ ശബ്ദിക്കുക. ഇതൊക്കെ നമ്മുടെ നാടിൽ നടക്കുക. ആരെന്ത് പറഞ്ഞാലും കുഴപ്പമില്ല, ആരെന്ത് ചോദിച്ചാലും എനിക്ക് പേടിയില്ല. ഞാൻ എന്റെ ഇഷ്ടമാണ്, ഞാൻ ചിന്തിക്കുന്നത് പോലെ, ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ ഞാൻ ജീവിക്കുമെന്ന് ഓരോ ചെറുപ്പക്കാരനും സ്വമേധയാ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് അല്ലാഹുവിന്റെ ഹബീബിന്റെ വചനം നമ്മൾ ഓർക്കണം. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്ന ഒരു ആയത്തുണ്ട്, വബ്തഗി ഫീമാ ആതാകല്ലാഹു ദാറൽ ആഖിറ. ഖാറൂനോട് അല്ലാഹു തആല പറയുന്ന വാക്കുകളാണിത്. ഖാറൂനെ, അല്ലാഹു സൗകര്യങ്ങൾ നൽകിയത് കളിക്കാനല്ല, ചിരിക്കാനല്ല. وابتغي فيما آتاك الله الدار الآخرة ولا تنس نصيبك من الدنيا. ചെറുപ്പക്കാരാ, അല്ലാഹു നമ്മൾക്ക് നൽകിയ അനുഗ്രഹങ്ങളെ മറന്നു പോവല്ല. അല്ലാഹു നമ്മൾക്ക് വീട് നൽകി, അല്ലാഹു നമ്മൾക്ക് സമ്പത്ത് നൽകി, അല്ലാഹു നമ്മൾക്ക് സൗന്ദര്യം നൽകി, അല്ലാഹു ജോലി നൽകി, അല്ലാഹു ആരോഗ്യം നൽകിയില്ലേ? അല്ലാഹു സമാധാനത്തോടെ പുറത്തിറങ്ങി നടക്കാനുള്ള ഒരു സൗകര്യം നമ്മൾക്ക് നൽകിയല്ലോ. അങ്ങനെ ഒരു സ്വാതന്ത്ര്യം നമ്മൾക്ക് നൽകിയല്ലോ. ഇറാഖിലും അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലും സിറിയയിലും ഉള്ളതുപോലെ വീടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴേക്കും ബോംബിന്റെ സ്ഫോടനങ്ങൾ, ചാവേറുകൾ കടന്നു വരുന്നത്, രാത്രി ഉറങ്ങാൻ കിടന്ന വീടുകളിലേക്ക് മിസൈലുകൾ കടന്നു വരുന്നത്, അതേപോലെ തന്നെ പീരങ്കികളിലൂടെ വെടിയുണ്ടകൾ കടന്നു വരുന്നത്. ഇങ്ങനൊരു അവസ്ഥ നമ്മുടെ നാട്ടിലല്ലോ. അല്ലാഹുവല്ലേ സമാധാനം നൽകിയത്. അല്ലാഹു നൽകിയ നന്മകൾ കൊണ്ട് അല്ലാഹുവിന് തിരിച്ചു നന്മ ചെയ്യണേ. വലാ തൻസ നസീബക മിനദ് ദുനിയ. അല്ലാഹു നൽകിയ നന്മകളെ മറക്കാൻ പാടില്ല. വഅഹ്സിൻ കമാ അഹ്സനല്ലാഹ്. അല്ലാഹു നമ്മൾക്ക് നന്മ ചെയ്തതുപോലെ അല്ലാഹു ഇന്ന് നമ്മളെ തിരിച്ചു നന്മ ചെയ്യണേ എന്ന് പരിശുദ്ധ ഖുർആനിൽ ഖാല അല്ലാഹു അസ്സ വജൽ. അല്ലാഹു മൊബൈൽ ഫോണുകൾ നൽകുമ്പോൾ ആ മൊബൈൽ ഫോണുകൾ കൊണ്ട് നമ്മൾ നന്മയാണ് ചെയ്യേണ്ടത്. ആ മൊബൈൽ ഫോണുകൾ കൊണ്ട് ഗെയിം കളിച്ചിരിക്കാനല്ല, ആ മൊബൈൽ ഫോണുകൾ കൊണ്ട് മിനി മിൽറ്റിയോ അല്ലെങ്കിൽ മറ്റുള്ള കാൻഡി ക്രഷോ ക്രിക്കറ്റിന്റെയോ ഫുട്ബോളിന്റെയോ ഗെയിം കളിക്കാനല്ല. ആ മൊബൈൽ ഫോണുകൾ നന്മ ചെയ്യണം, അല്ലാഹു നമ്മൾക്ക് നന്മ ചെയ്തതുപോലെ. അല്ലാഹു നിനക്ക് നന്മ ചെയ്തതുപോലെ നീ അല്ലാഹുവിനും നന്മ ചെയ്യണേ. ഭൂമിയിൽ നീ ഫിത്ന ഉണ്ടാക്കി നടക്കല്ല, ഭൂമിയിൽ നീ ഫസാദ് ഉണ്ടാക്കി നടക്കല്ല. മൊബൈൽ ഫോൺ മറ്റൊരു പെണ്ണിലേക്ക് മിസ് കോൾ അടിക്കാനല്ല, വാട്സപ്പ് അല്ലാഹു തന്നത് അത് അന്യായമായി ചാറ്റ് ചെയ്യാനല്ല, ഇമേജുകൾ കൈമാറാനല്ല, ഫോട്ടോകൾ കൈമാറാനല്ല, ഇന്റർനെറ്റുകൾ തന്നത് ഫോൺ റേഡിയോകൾ സെർച്ച് ചെയ്യാൻ
കളയാനല്ല. അള്ളാഹു നമ്മൾക്ക് നൽകിയ അനുഗ്രഹങ്ങൾ തിരിച്ച് അള്ളാഹുവിന്റെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുക. നല്ല നല്ല വാലുകൾ പോസ്റ്റ് ചെയ്യണം, നല്ല നല്ല ഇമേജുകൾ, നല്ല നല്ല വിക്രുകൾ, നല്ല നല്ല സന്ദേശങ്ങൾ ഈ മൊബൈൽ ഫോണിലൂടെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അത് അള്ളാഹുവിൽ നിന്നുള്ള ശുക്രാണ് ചെറുപ്പക്കാരാ. അല്ലാതെ തോന്നിവാസങ്ങളാണ് ചെയ്യാനിരിക്കുന്നത് എങ്കിൽ അള്ളാഹുവിന്റെ ശിക്ഷ നമ്മൾ പ്രതീക്ഷിക്കണേ. അള്ളാഹു നൽകിയത് കൊണ്ട് നീ ഫിത്നയുണ്ടാക്കി നടക്കല്ല. അള്ളാഹു ഒരു ബൈക്ക് തന്നാൽ, അള്ളാഹു ഒരു കാർ വാങ്ങാനുള്ള സാമ്പത്തിക ശേഷി തന്നാൽ ആ കാറും ആ ബൈക്കുകളുമൊക്കെ നന്മയ്ക്ക് വേണ്ടിയാണ് നീ ഉപയോഗിക്കേണ്ടത്. കുടുംബ ബന്ധം പുലർച്ചാണ്. ഇങ്ങനെയുള്ള ബാലിന്റെ സദസ്സുകളിലേക്ക് വരാനാണ്. അല്ലാതെ LBS കോളേജ് വിടുമ്പോഴോ അല്ലെങ്കിൽ മറ്റുള്ള വിദ്യാനഗറിലുള്ള ഗവൺമെന്റ് കോളേജുകൾ വിടുമ്പോഴോ അവിടേക്ക് ബൈക്ക് എടുത്തു പോവാനല്ല, അവിടേക്ക് കാറെടുത്ത് പോവാനല്ല. നീ ഉപയോഗിക്കേണ്ടത് ബാലിന്റെ സദസ്സിലേക്ക് വരാനാണ്. നീ ഉപയോഗിക്കേണ്ടത് പള്ളിയിലേക്ക് കടന്നു വരാനാണ്. നീ ഉപയോഗിക്കേണ്ടത് കുടുംബങ്ങളെ സന്ദർശിക്കാനാണ്. ഇത് ഞാൻ പറയുന്ന വാക്കല്ല, ഇത് അല്ലാഹുവിന്റെ വാക്കുകളാണ്. അല്ലാഹു എന്ത് തന്നാലും അതുകൊണ്ട് നമ്മുടെ ലക്ഷ്യം ആഖിറമായിരിക്കണം. ആദമിന്റെ പുത്ര നിന്നെ ഞാൻ സൃഷ്ടിച്ചത് എനിക്ക് ആരാധിക്കാനല്ലേ. അതുകൊണ്ട് നീ കളിച്ചു നടക്കല്ല. അല്ലാഹു നബിയോട് പറഞ്ഞ വാക്കുകളാണിത്. നബിയേ നബിയേ, കളിക്കാൻ വേണ്ടി ജീവിക്കുന്ന ആളുകൾ വരാനുണ്ട്. വെറും സന്തോഷത്തിനും വെറും ആഹ്ലാദങ്ങൾക്കും വേണ്ടി മാത്രം ജീവിക്കുന്ന ആളുകളുണ്ട്. ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ ഇഫ് യു എൻജോയ് ഇറ്റ്. ജീവിതം സുഗമമാണ്, ജീവിതം രസമാണ് നിങ്ങളത് ആസ്വദിക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞ് ജീവിതം സുഖത്തിന് വേണ്ടി മാത്രം നീക്കിവെക്കുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകളെ നിങ്ങൾ മൈൻഡ് ചെയ്യേ വേണ്ട നബിയെ. ദുനിയാവിന്റെ സുഖങ്ങൾ അവർ വഞ്ചിച്ചിട്ടുണ്ട്. അവർക്ക് ഞാൻ നാളെ ആഖിറത്തിൽ അല്ലാഹുവിന്റെ ഭയാനകമായ ശിക്ഷ നൽകാനുണ്ട്. ആരെക്കുറിച്ചാണ് പറയുന്നത്? ജീവിതം തന്നെ കളിയാണ്, ജീവിതം തന്നെ തമാശയാണ്. 24 hours മൊബൈലിലാണ്, അല്ലെങ്കിൽ ടിവിക്ക് മുമ്പിലാണ്, അല്ലെങ്കിൽ കളിയെക്കുറിച്ചുള്ള ചിന്തയാണ്. എപ്പോഴും ചർച്ചകൾ കളിയെക്കുറിച്ച്, എപ്പോഴും ചർച്ചകൾ സിനിമയെക്കുറിച്ച്. അവരെ അല്ലാഹുവിന്റെ ഭൂമിയിലുള്ള സുഖങ്ങൾ അവരെ വഞ്ചിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നബിയേ നബിയേ നബിയേ, അവരെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുകയേ വേണ്ട. അവര് നാശത്തിലാണ് നബിയേ, അവര് തകർച്ചയിലാണ് നബിയേ, അവര് വഴിപിഴച്ചവരാണ് നബിയേ. അവർക്ക് ഞാൻ വേദനാജനകമായ ശിക്ഷ നാളെ മഹ്ശറയിൽ നൽകിക്കോളാം എന്ന് അല്ലാഹു തആല നബി തങ്ങളോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഏതായാലും അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് സഹോദരങ്ങളെ, 1400 വർഷങ്ങൾക്ക് പുറത്തുള്ള ഈ ഒരു സാറ്റലൈറ്റ് ഡിഷുകളെ കുറിച്ചോ ടിവിയെ കുറിച്ചോ മൊബൈൽ ഫോണുകളെ കുറിച്ചോ എങ്ങനെയാണ് നിമിഷങ്ങൾക്ക് പറയാൻ സാധിച്ചത്? ഇതല്ലേ നിമിഷങ്ങൾ പറയുന്നത്? മനുഷ്യന്മാർ സദാസമയവും ബന്ധപ്പെട്ട് കിടക്കുന്നത് ടിവിയോടായിരിക്കും, മൊബൈൽ ഫോണുകളോടായിരിക്കും. ഒരു മംഗളത്തിന്റെയോ ഒരു കല്യാണത്തിന്റെയോ സദസ്സിലേക്ക് ചെല്ലുമ്പോ അവിടെ എല്ലാവരും മൊബൈൽ നോക്കി കുത്തിയിരിക്കുന്ന രംഗമല്ലേ? പള്ളിയിലേക്ക് വന്നാലും അവിടെയും മൊബൈൽ ഫോൺ നോക്കി കുത്തിയിരിക്കുന്നവർ, വീട്ടിലെത്തിയാൽ ടിവി തുറന്നിരിക്കുന്നവർ, ഇതല്ലാതെ വേറൊരു ജീവിതം അവർക്കില്ല. അവരുടെ ജീവിതം തന്നെ ഈ ടിവിയോടും സാറ്റലൈറ്റ് ഡിഷുകളോടും ചാനലുകളോടും മൊബൈൽ ഫോണുകളോടുമായി മാറുക. കുടുംബ ബന്ധം വിച്ഛേദിക്കുന്നവർ കാലം വന്നാൽ അത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണ് നബിയെ, ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. ഇബ്നു മസ്ഊദ് ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. നമ്മൾ നല്ലൊരു കളി കണ്ടുകൊണ്ടിരിക്കുക, അതിന്റെ ഇഞ്ചുറി ടൈമിലോ അല്ലെങ്കിൽ നല്ലൊരു സസ്പെൻസിലോ സിനിമയുടെ ക്ലൈമാക്സിലാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ആരോ വന്ന് ഡോറിന്റെ കോളിംഗ് ബെൽ അടിക്കുന്നത്. ഉമ്മമാര് സീരിയൽ കണ്ട് വളരെ സസ്പെൻസുള്ള രംഗം കണ്ടുകൊണ്ടിരിക്കുമ്പോ അപ്പുറത്ത് വന്ന് കോളിംഗ് ബെൽ അടിച്ചത് ഒരുപക്ഷെ ഭർത്താവായിരിക്കാം. മുഖം ചുളിഞ്ഞു, വിഷമം വന്നു. ഒരുപക്ഷെ കുടുംബക്കാരായിരിക്കാം. ഞാൻ പോവില്ല, നീ പോവണേ, ഞാൻ പോവില്ല. കളി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ഉപ്പ വന്ന് കോളിംഗ് ബെൽ അടിച്ചാൽ പോകാൻ മടിയാണ്. എന്റെ അത് ഇഞ്ചുറി ടൈമാണ്.
അതേപോലെ സിനിമയുടെ സസ്പെൻസ് ആണ്. ഇങ്ങനെ TV കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ വന്ന് വീട്ടിലേക്ക് ഒരു കുടുംബക്കാരൻ വന്ന് കോളിംഗ് ബെല്ലടിക്കുമ്പോ ആ വാതിൽ തുറക്കാനുള്ള മനസ്സ് പോലും ഇല്ലാതെ, അങ്ങനെ ഒരു താല്പര്യം പോലും ഇല്ലാതിരിക്കുന്നത് അത് അന്ത്യനാൾ അടുത്തു എന്നതിന്റെ ലക്ഷണമാണ്. ഇത് നമ്മുടെ വീട്ടിൽ സംഭവിക്കാറില്ല, ഇത് നമ്മുടെ കുടുംബങ്ങളിൽ സംഭവിക്കാറില്ല, അല്ലേ? ഇത് നന്മയാണോ? ഇത് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞതാണ്. TV നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരാൾ കുടുംബബന്ധം മുറിക്കുക. ഇതുകൊണ്ട് നമ്മൾ ബോധവാന്മാരാവുക. ഈ ഒരു വിഷയത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഇന്നല്ലദീന യുഹിബ്ബൂന അൻ തശീഅൽ ഫാഹിഷ ഫല്ലദീന ആമനൂ. നാട്ടിൽ ഫിത്നയുണ്ടാകണം, നാട്ടിൽ വ്യഭിചാരം വർദ്ധിക്കണമെന്നും നാട്ടിൽ തോന്നിവാസങ്ങൾ ഉണ്ടാകണമെന്നും ആഗ്രഹിക്കുന്നു. അല്ലാഹുവിന്റെ ശിക്ഷയുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മോട് സൂചിപ്പിക്കുകയാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, ഇബ്നു മസ്ഊദ് ഇനിയുമുണ്ട് ഒരുപാട് അടയാളങ്ങൾ. ഇന്ന മിൻ അലാമിസ് സഅതി വഅശറാതിഹാ, ഖിയാമത്ത് നാളിന്റെ അടയാളത്തിൽപ്പെട്ടതാണ്. അയ്യസൂദ കുല്ല ഖബീലത്തിൻ മുനാഫിഖുഹാ ഫുജ്ജാറുഹാ. ഒരു നാടിന്റെ ഭരണാധികാരികൾ ആ നാട്ടിലുള്ള ഏറ്റവും മോശക്കാരായി മാറുന്നത്. നമ്മുടെ നാടിനെയോ നമ്മുടെ രാജ്യങ്ങളെയോ നമ്മുടെ സ്റ്റേറ്റിനെയോ സംസ്ഥാനങ്ങളെയോ ഭരിക്കുന്നത് നാടിന്റെ ഏറ്റവും വലിയ മോശക്കാരായി മാറുക. ഭരിക്കാൻ അർഹതയില്ലാത്തവർ സമ്പത്തിന്റെ പേരിലോ അധികാരത്തിന്റെ പേരിലോ നാവിന്റെ ശക്തിയുടെ പേരിലോ പ്രഭാഷണത്തിന്റെ ആ ഒരു പ്രൗഢമായ പ്രഭാഷണത്തിന്റെ പേരിലോ അല്ലെങ്കിൽ നാലാളുടെ മുമ്പിൽ അഹങ്കാരം കാണിച്ചതിന്റെ പേരിലോ നാടിന്റെ ഭരണാധികാരികൾ വരാൻ തുടങ്ങിയാൽ അവർ നീതിമാന്മാരല്ല, അവർ പക്ഷപാതം കാണിക്കുന്നവരാണ്. മുസ്ലിമീങ്ങൾക്ക് വേറെ അമുസ്ലിമീങ്ങളോട് വേറെ നിയമം, മുസ്ലിമീങ്ങളോട് വേറെ നിയമം, അമുസ്ലിമീങ്ങളോട് വേറെ നിയമം. ഇങ്ങനെ കുടുംബക്കാർക്ക് പ്രത്യേക പരിഗണന, അല്ലാത്തവർക്ക് പരിഗണനയില്ല. ആ രീതിയിൽ നാട്ടുകാരായ നേതാക്കന്മാർ മോശക്കാരായി മാറുന്ന ഒരു കാലം വന്നാൽ അത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. അല്ലാഹുവിന്റെ ഹബീബ് പറയുന്ന വാക്കുകളാണ്. അയ്യസൂദ കുല്ല ഖബീലത്തിൻ മുനാഫിഖുഹാ വഫുജ്ജാറുഹാ. ഒരു നാടിനെ ഭരിക്കുന്നത് ആ നാടിന്റെ ഏറ്റവും മോശക്കാരായി മാറുന്നത് സമ്പത്തിന്റെ പേരിലായിരിക്കണം. തന്റെ കയ്യിൽ സമ്പത്തുണ്ട് എന്ന് തോന്നുമ്പോ നാലാളുകൾക്ക് നോട്ട് കെട്ടുകൾ വലിച്ചെറിഞ്ഞ് എന്നെ പ്രസിഡന്റ് ആക്കണമെന്ന് പറയുന്നത്, എന്നെ സെക്രട്ടറി ആക്കണമെന്ന് പറയുന്നത്, അധികാരങ്ങളോടെ അമിതമായ ആഗ്രഹം വന്നാൽ അത് ദീനിനെ നശിപ്പിച്ചു കളയുമെന്നും 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ ഹബീബ് നമ്മൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒരു ചെന്നായ ആട്ടിൻകൂട്ടങ്ങളിൽ കടന്നു ചെന്ന് അവിടെയുണ്ടാകുന്ന പ്രശ്നം അത് ഗുരുതരമാണെങ്കിൽ അതിനേക്കാളും ഗുരുതരമാണ് മുസ്ലിമായ ഒരു സഹോദരന് സ്ഥാനമാനങ്ങളോടുള്ള താല്പര്യമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. ഒരുപാട് സ്ഥലങ്ങളിൽ പള്ളിയുടെ ഇലക്ഷൻ വരുമ്പോ പള്ളിയുടെ സെക്രട്ടറി സ്ഥാനത്തിനോ പ്രസിഡന്റ് സ്ഥാനത്തിനോ ട്രഷറർ സ്ഥാനത്തിനോ അല്ലെങ്കിൽ കൗൺസിലറായി തെരഞ്ഞെടുക്കുന്ന അങ്ങനെ ഒരു മീറ്റിംഗ് വരുമ്പോ അവിടെ അക്രമങ്ങൾ നടക്കാറുണ്ട്, അവിടെ പ്രശ്നങ്ങൾ നടക്കാറുണ്ട്, അവിടെ നോട്ട് കെട്ടുകൾ വലിച്ചെറിയാറുണ്ട്, അവിടെ ആളുകളെ സ്വാധീനിക്കാറുണ്ട്. എല്ലാവർക്കും നേതാവാകണമെന്നുള്ള താല്പര്യം, ഒരു മുസ്ലിമിന്റെ സ്ഥാനമാനങ്ങളോടുള്ള താല്പര്യം അത് ദീനിനെ മുറിച്ചു കളയുമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹബീബാണ് പറയുന്നത്, ഒരു നാടിനെ മോശക്കാരായ ആളുകൾ ഭരിക്കാൻ തുടങ്ങിയാൽ അത് ഖിയാമത്ത് നാളിന്റെ ലക്ഷണമാണ്, അത് ഖിയാമത്ത് നാളിന്റെ ലക്ഷണമാണ്. ഇബ്നു മസ്ഊദ് ഇനിയുമുണ്ട് ഒരുപാട് അടയാളങ്ങൾ. ഇന്ന മിൻ അലാമിസ് സഅതി വഅശറാതിഹാ അൻ തുസഖറഫൽ മഹാരീബ് വഅൻ തുഹറഫൽ ഖുലൂബ്. പള്ളികൾ ഒരുപാട് മനോഹരമാക്കുക, കോടികൾ ചെലവഴിച്ച് പള്ളി കെട്ടുക. അതിന്റെ ആവശ്യമുണ്ടോ ഞാൻ ചോദിക്കാം?
കോടികൾ ചെലവഴിച്ച് പള്ളി കെട്ടുക, പള്ളിയെ ഇന്റീരിയർ ഡിസൈനുകൾ കൊണ്ട് അല്ലെങ്കിൽ പള്ളിയെ മനോഹാരിത കൊണ്ട് ഭംഗിയാക്കി വെക്കുക, അതിന്റെ മെഹറാബുകൾ, അതിന്റെ മിനാരങ്ങൾ, അതിന്റെ കുബ്ബകൾ, അതിന്റെ മാർബിളുകൾ, അതിന്റെ ഡിസൈനുകൾ എല്ലാം ഭംഗിയാക്കി വളരെ മനോഹരമായ ഭംഗിയായ പള്ളി ഉണ്ടാക്കുക. എന്നിട്ട് നാട്ടുകാര് പറയുക, എന്റെ നാട്ടിലുള്ള പള്ളി എത്ര മനോഹരമാണെന്ന്. ഇല്ലേ, ഇത് പറയാറില്ലേ? ഇത് നബി തങ്ങൾ പറഞ്ഞ വാക്കുകളല്ലേ? പള്ളികൾ കൊണ്ട് അഭിമാനം നടിക്കുന്ന ഒരു കാലം എന്റെ സമൂഹത്തിൽ വരുമെന്നും അങ്ങനെ വന്നാൽ അത് ഖിയാമത്ത് നാൾ കാലിന്റെ ചുവട്ടിനാണെന്നതിന്റെ ലക്ഷണമാണെന്നും പരിശുദ്ധ റസൂലുള്ളാഹ്. പള്ളികളുടെ വലിപ്പം കൊണ്ട് അഭിമാനം നടിക്കുന്നവർ പെണ്ണുങ്ങളുടെ ഭാഗത്ത് പിരിവിന് അയക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ്. അപ്പൊ ബക്കറ്റ് എന്താണ് അയക്കുന്നത്? ബക്കറ്റോ? ഇൻഷാ അല്ലാഹ് നമ്മുടെ പെണ്ണുങ്ങളൊക്കെ നന്നായി കൊടുക്കുക. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ഞാൻ പ്രത്യേകം ഈ ഒരു സദസ്സിനെ, ഈ ഒരു സംഗമത്തിന് വേണ്ടി പ്രവർത്തിച്ച ചെറുപ്പക്കാരെ മുക്തകണ്ഠം പ്രശംസിക്കുകയാണ്. കാരണം നാടിന്റെ നന്മയ്ക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നാട്ടിൽ പാവങ്ങളോ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളോ ഉണ്ടാവാൻ പാടില്ല എന്ന ലക്ഷ്യത്തോടെ നമ്മുടെ നാട്ടിൽ ഒരുപാട് കഠിന പ്രയത്നം ചെയ്യുന്ന ചെറുപ്പക്കാർ, എബി കുട്ടിയാനത്തിന്റെ ഒരുപാട് പ്രവർത്തനങ്ങൾ എനിക്ക് ഒരുപാട് കണ്ടിട്ടുണ്ട്. മാഷാ അല്ലാഹ്, നമ്മുടെ നാടിന്റെ അഭിമാനമാണ്. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. എത്രയോ ആളുകൾക്ക് വീട് ലഭിച്ചതും എത്രയോ ആളുകൾക്ക് സാമ്പത്തിക സഹായങ്ങൾ ലഭിച്ചതൊക്കെ അങ്ങനെ ഒരു പ്രവർത്തനത്തിലൂടെയാണ്. അങ്ങനെ നാടിന് വേണ്ടി പ്രവർത്തിക്കാൻ നമ്മുടെ ചെറുപ്പക്കാർ വളർന്നു വരണം. വെറും എന്റെ കാര്യം മാത്രം, എന്റെ കുടുംബത്തിന്റെ കാര്യം മാത്രം, എന്റെ ഭാര്യയും എന്റെ മക്കളും എന്റെ വീടും എന്ന് പറഞ്ഞ് നടക്കല്ല. നമ്മൾ നാടിന് വേണ്ടി ശബ്ദിക്കുകയും നാടിന്റെ നന്മയ്ക്കും നാനോന്മുഖ പുരോഗതിക്കും വേണ്ടി കഠിന പ്രയത്നം ചെയ്യുന്ന ആളുകളായി, ചെറുപ്പക്കാരായി നമ്മുടെ ചെറുപ്പക്കാര് മാറണം. അല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാന അല്ലാഹു ഫീ ഔനി അഖീ. മറ്റൊരാളെ സഹായിക്കുമ്പോഴാണ് അള്ളാഹു നമ്മെ സഹായിക്കുന്നത്. മറ്റൊരാളെ സഹായിക്കുമ്പോൾ അള്ളാഹു നമ്മെ സഹായിക്കുന്നുണ്ട്. നമ്മളിവിടെ ദുആ ചെയ്യുകയാണ് ഒരാളുടെ വിഷമം മാറാൻ വേണ്ടി. അപ്പോൾ ആത്മാർത്ഥമായി ഒരാൾ ആമീൻ എന്ന് പറയുമ്പോ മാലാഖമാർ അവനോട് പറയുന്നു, വലക മിസ്ലഹു, നിനക്കും അതുപോലെ ഒരു സാമ്പത്തിക ശേഷി ഉണ്ടാവട്ടെ, നിനക്കും അതുപോലെ സുഖങ്ങൾ ഉണ്ടാവട്ടെ. വല്ലാഹു ഫീ ഔനിൽ അബ്ദി, നീ മറ്റൊരാളെ സഹായിക്കുമ്പോഴാണ് അള്ളാഹു നിന്നെ സഹായിക്കുന്നത്. മൻ ഫറജ അൻ മുഅ്മിനിൻ കുർബ, ഒരു മുഅ്മിനിന്റെ വിഷമം ഒരാൾ മാറ്റിയാൽ, എവിടെയോ വീടില്ലാതെ അലഞ്ഞു തിരിയുന്ന ആളുകൾ ഒന്ന് തല ചായ്ച്ചുറങ്ങാൻ ഒരു റൂഫോ ഒരു മേൽക്കൂരയോ ഇല്ലാതെ ചുട്ടുപൊള്ളുന്ന വെയിലത്തും കോരിച്ചൊരിയുന്ന മഴയത്തും താമസിക്കുന്ന എത്രയെത്രയോ ആളുകൾ, വീടില്ലാത്ത ആളുകൾ, അനാഥരായ ആളുകൾ, അവരെ നമ്മൾ സംരക്ഷിക്കുമ്പോഴാണ് അള്ളാഹുവിന്റെ സഹായം നമ്മളിലേക്ക് കടന്നു വരുന്നത്. അത് മാത്രമല്ല, ഫറജല്ലാഹു കുർബതൻ മിൻ കുറബി യൗമിൽ ഖിയാമ, അവന്റെ എല്ലാ വിഷമങ്ങളെയും അള്ളാഹു ആഖിറത്തിൽ ഇല്ലാതാക്കും. ഒരു ചാൺ മുകളിലുള്ള സൂര്യന്റെ ചൂടേറ്റ് വിയർത്തു കുളിക്കുമ്പോ ഇന്ന് നീ മുസ്ലിമീങ്ങളായ ആളുകളുടെ, നാട്ടുകാരായ ആളുകളുടെ വിഷമത്തെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ? ആ ഒരു സമയത്ത് അള്ളാഹു നിനക്ക് വിഷമം തരില്ലേ? മഅ്ശറയിലുള്ള നിന്റെ വിഷമങ്ങൾ അള്ളാഹു നീക്കിത്തരും. നീ ദാഹിച്ച് വലയുകയാണെങ്കിൽ ഹൗലുൽ കൗസറിൽ നിന്ന് കുടിക്കാൻ അതൊരു കാരണമായി മാറും. അതിനു വേണ്ടി നീ എന്താണ് ചെയ്യേണ്ടത്? മൻ ഫറജ അൻ മുഅ്മിനിൻ കുർബ, ഒരു മുഅ്മിനിന്റെ, ഒരു സത്യവിശ്വാസിയുടെ വിഷമങ്ങൾ മാറ്റിക്കൊടുത്താൽ, വീടില്ലാത്തവന് വീട് വെക്കാൻ നീ സഹായിച്ചാൽ, അതേപോലെ ജോലിയില്ലാത്ത ചെറുപ്പക്കാരന് ജോലി നൽകാൻ, യൂണിഫോം ധരിക്കാനുള്ള സാമ്പത്തിക ശേഷിയില്ലാത്തവന് അത് നൽകാനും നീ സഹായിച്ചാൽ, ഫറജല്ലാഹു കുർബതൻ മിൻ കുറബി യൗമിൽ ഖിയാമ, അവന്റെ വിഷമങ്ങളെ അല്ലാഹു നാളെ മായ്ച്ചു കളയുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. അതുകൊണ്ട് ചെറുപ്പക്കാരാ, നാടിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണേ, നാട്ടുകാരുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണേ. നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നത്, റഅയ്തുൽ ബാരിഹത അജബാ, ഇന്നലെ ഞാൻ ഒരു അത്ഭുതം കണ്ടു. ഇന്നലെ ഞാൻ എന്തോ ഒരു അത്ഭുതം ഉറങ്ങാൻ കിടക്കുമ്പോൾ എനിക്ക് കാണാൻ സാധിച്ചു. എന്ത് എന്നറിയോ? റഅയ്തു റജുലൻ മിൻ ഉമ്മതി, എന്റെ ഉമ്മത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരനെ എനിക്ക് കാണാൻ സാധിച്ചു. എന്താണ് ചെറുപ്പക്കാരൻ ചെയ്യുന്നതെന്നറിയോ? അദ്ദേഹം നരകത്തിന്റെ വക്കിലാണ് ഇരിക്കുന്നത്, നരകത്തിലേക്ക് വീഴാനിരിക്കുകയാണ്. ഇപ്പോഴോ തൊട്ട് കഴിഞ്ഞോ, ഒരു മിനിറ്റ് കഴിഞ്ഞോ നരകത്തിലേക്ക് വീഴുമോ എന്ന് നരകത്തിന്റെ വക്കിൽ നിന്ന് ഇങ്ങനെ ആടി ആടി കളിക്കുമ്പോഴാണ് ഫജാഅ
നരകത്തിന്റെ തീജ്വാലകൾ അവന്റെ ശരീരത്തിലേക്ക് അടിച്ചു കയറുന്നുണ്ട്. കൈകൾ കൊണ്ട് തീയിനെ അവൻ തട്ടിമാറ്റുന്നുണ്ട്. അതിന്റെ സ്പാർക്കുകളെ 2 കൈകൾ കൊണ്ടവൻ തടയുന്നുണ്ട്. ശക്തമായ ചൂടേറ്റിങ്ങനെ വെന്തുരുകുന്ന സമയത്താണ് ഇങ്ങനെയുള്ള പരിപാടികളിൽ നൽകിയ സ്വതക്കകൾ ഓടി വരുന്നതിലേക്ക്. ഇങ്ങനെയുള്ള വാലിന്റെ സദസ്സുകളിലോ അല്ലാതെയോ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ കൊടുത്ത സ്വതക്കകൾ ഓടി വരുന്നുണ്ട്. അവന്റെയും അവന്റെ നരകത്തിന്റെയും ഇടയിൽ ഒരു മറയായി, ഒരു തണലായി, ഒരു കർട്ടനായി നിൽക്കുന്നത് ഞാൻ കണ്ടു. മാത്രമല്ല അതേ സ്വതക്ക തന്നെ ഒരു ചാൺ മുകളിലുള്ള സൂര്യന്റെ ചൂടേറ്റ് വിയർത്തു കുളിക്കുന്ന ആ ചെറുപ്പക്കാരന്റെയും സൂര്യന്റെയും ഇടയിൽ ഒരു തണലായി നിൽക്കുകയും ചെയ്യുന്നത് ഞാൻ കണ്ടു. എന്താണ് അവൻ ചെയ്തതെന്നറിയോ? അവന്റെ സ്വതക്കയാണ്. കാരക്കയുടെ ഒരു കഷ്ണമെങ്കിലും കൊടുക്കണേ. നമ്മളാൽ കഴിയുന്ന നമ്മുടെ സമ്പത്തിന്റെ നല്ലൊരു ഭാഗം പാവങ്ങളായ ആളുകളെ സഹായിക്കാതെ എങ്ങനെയാണ് പുന്ന ചെറുപ്പക്കാരാ നമ്മൾക്ക് സന്തോഷം വരുന്നത്? നിങ്ങൾക്ക് രോഗം വന്നാൽ ആദ്യം നിങ്ങളെ ചികിത്സിക്കേണ്ടത് സ്വതക്ക നൽകിയിട്ടാണെന്നും നബിത്തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. ഞാൻ ഓർത്തു പോവുകയാണ്, ഈജിപ്തിൽ നടന്ന ഒരു ചെറുപ്പക്കാരന്റെ ഒരു സംഭവം നിങ്ങൾക്ക് യൂട്യൂബിൽ ഒരു പക്ഷെ കാണാൻ സാധിക്കും. ഈജിപ്തിൽ നടന്ന ഒരു ചെറുപ്പക്കാരന്റെ ശരീരത്തിന്റെ എല്ലാ രക്തമോടുന്ന കുഴലുകളും അടഞ്ഞ് മരിക്കാൻ കിടക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ഹോസ്പിറ്റലിൽ ചെന്നു. ഡോക്ടർമാര് പറഞ്ഞു, നിനക്ക് ശിഫയില്ല, നിനക്ക് സുഖമില്ല. നിന്റെ ശരീരത്തിന്റെ കിഡ്നിയിലേക്ക് പോകുന്ന ഹൃദയത്തിലേക്ക് പോകുന്ന പമ്പ് ചെയ്യുന്ന സകലമാന ഞരമ്പുകളും ക്ലോസ് ചെയ്ത് അടഞ്ഞു നിൽക്കുകയാണ്. നിനക്ക് രക്ഷപ്പെടാൻ സാധ്യതയില്ല. ഒരു സർജറി നടത്തിയാലും രക്ഷപ്പെടാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞപ്പോൾ വിഷമത്തോടെ അദ്ദേഹം ആ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി വരാനിരിക്കുകയാണ്. അപ്പോഴാണ് ഡോക്ടർ പറയുന്നത്, നീ ജർമ്മനിയിലുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് പോവണം. അവിടെ ഇന്നൊരു ഡോക്ടറുണ്ട്. അയാൾ വലിയൊരു വിദഗ്ധനാണ്. ഒരു പക്ഷേ അയാൾ ഒരു സർജറി നടത്തിയാൽ നിനക്ക് സുഖം ലഭിക്കാനും ശിഫ ലഭിക്കാനും ശമനം ലഭിക്കാനും സാധ്യതയുണ്ട്. അങ്ങോട്ടേക്കൊന്ന് ചെല്ലണേ എന്ന് പറഞ്ഞ് ചെറുപ്പക്കാരനെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു. ചെറുപ്പക്കാരൻ പിറ്റേ ദിവസം തന്നെ കുടുംബക്കാരോട് പറഞ്ഞ് നേരെ ജർമ്മനിയിലേക്ക് ചെല്ലുകയാണ്. ജർമ്മനിയിലേക്ക് ചെന്നു. ആ ഡോക്ടറെ കണ്ടു. ഡോക്ടർ പറഞ്ഞു, മോനെ, ഞാനൊരു സർജറി നടത്താം, പക്ഷേ വിജയിക്കുമെന്ന് സാധ്യത പറയാൻ കഴിയില്ല. 50-50 ആണ് എനിക്ക് സാധ്യത പറയാൻ കഴിയുന്നത്. ഒരു പക്ഷേ മരിച്ചേക്കാം, ഒരു പക്ഷേ നീ ജീവിച്ചേക്കാം. രണ്ടും ഇവിടെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. എന്താണ് നടക്കാൻ പോവുക എന്ന് എനിക്ക് ഉറപ്പിക്കാൻ പറ്റൂല. അതുകൊണ്ട് നീ നിന്റെ കുടുംബങ്ങളോട്, നിന്റെ ചങ്ങാതിമാരോട്, നിന്റെ ഭാര്യമാരോട്, നിന്റെ മക്കളോടൊന്ന് സമ്മതം ചോദിച്ചുവാ എന്ന് പറഞ്ഞ് ജർമ്മനിയിൽ നിന്ന് ഈജിപ്തിലേക്ക് ചെറുപ്പക്കാരൻ വന്നു. എന്നിട്ട് വീട്ടിലേക്ക് കടന്നു വന്നു. കുടുംബക്കാരോടെല്ലാം പറഞ്ഞു, ഞാൻ ഇന്ന് സർജറിക്ക് വേണ്ടി പോവുകയാണ്. ഒരു പക്ഷേ ഞാൻ മരിച്ചേക്കാം. മരിച്ചാൽ എന്റെ കാര്യങ്ങൾ പുറത്തു തരണേ, എനിക്ക് മാപ്പ് ചെയ്യണേ, എനിക്ക് അഫ്വ് ചെയ്യണേ, എന്റെ കടബാധ്യതകൾ വീട്ടണേ എന്ന് പറഞ്ഞ് അദ്ദേഹം അവസാനം വീട്ടിലേക്ക് വരുമ്പോഴാണ് ഒരു ഇറച്ചി കശാപ്പുകാരന്റെ ആ ഒരു ഷോപ്പിന്റെ മുമ്പിലൂടെ നടക്കുന്നത്. ആ കശാപ്പുകാരന്റെ ഇറച്ചിക്കടയിൽ നിന്ന് തെറിച്ചു വീഴുന്ന ഇറച്ചി കഷ്ണങ്ങൾ ഒരു പാവപ്പെട്ട ഉമ്മ കബറിലാക്കി കൊണ്ടുപോകുന്ന രംഗം വളരെ വേദനയോടെ അയാൾ കാണുകയാണ്. നോക്കണം, നമ്മൾ രോഗം വന്നാൽ സ്വതക്ക നൽകി സഹായിക്കണേ. അത് ദീനിയായ മേഖലകളിലായാൽ അള്ളാഹു ശിഫ നൽകുമെന്ന് മാത്രമല്ല, അള്ളാഹു നാളെ മഅ്ശറയിൽ രക്ഷപ്പെടുത്താനും അത് കാരണമാണ്. വലിയൊരു സർജറിക്ക് വേണ്ടി പോവുകയാണ്, വലിയൊരു ഓപ്പറേഷന് വേണ്ടി പോവുകയാണ്. അങ്ങനെ പോകുമ്പോഴാ ഇറച്ചിക്കടക്കാരന്റെ മുമ്പിൽ ആ തെറിച്ചു വീഴുന്ന ഇറച്ചി കഷ്ണങ്ങളെ പെറുക്കിയെടുത്ത് കബറിലാക്കി വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ഉമ്മയെ കാണാൻ സാധിക്കുന്നത്. പിന്നാലെ പോയി സംഭവം ചോദിച്ചു, എന്താണ് ഉമ്മ നിങ്ങൾ ഇങ്ങനെ തെറിച്ചു വീഴുന്ന ഇറച്ചി കഷ്ണങ്ങൾ പെറുക്കിയെടുക്കുന്നത്? ചെറുപ്പക്കാരായത് തമാശയല്ല. നമ്മുടെ നാടിന്റെ മുഖമൂലകളിൽ നിന്ന് തന്നെ ഭക്ഷണം കഴിക്കാനില്ലാതെ 100 കണക്കിന് ആളുകളുണ്ട്. ദൂർത്തടിക്കുന്ന ചെറുപ്പക്കാരാ, ആഴ്ചയിൽ ഓരോ വസ്ത്രം ധരിക്കുന്ന ചെറുപ്പക്കാരാ, ഒരു സെന്റ് ഓഫിന് ഒരു വസ്ത്രം, ഒരു ഫംഗ്ഷന് ഒരു വസ്ത്രം, ഒരു ആനുവൽ ഡേക്ക് ഒരു വസ്ത്രം. എന്താണ് ചെറുപ്പക്കാരാ ഇതൊക്കെ? നമ്മുടെ മുൻകാല
മുൻഗാമികൾ ധരിച്ചിരുന്ന വസ്ത്രങ്ങളുടെ എണ്ണം നിനക്കറിയോ? നമ്മുടെ മുൻഗാമികൾ ധരിച്ചിരുന്ന വസ്ത്രങ്ങളുടെ ക്വാളിറ്റി നിനക്കറിയോ? കീറിപ്പറിഞ്ഞ വസ്ത്രമല്ലേ? അത് തന്നെ തലങ്ങും വിലങ്ങും തുന്നിയ വസ്ത്രം. 70ഓളം തുന്നുകളുള്ള വസ്ത്രമാണ് ലോകത്തിന്റെ ഭരണാധികാരി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ധരിച്ചതെങ്കിൽ ഇന്ന് നാൾക്കുനാൾ ഓരോ വസ്ത്രങ്ങൾ ധരിക്കുന്ന ചെറുപ്പക്കാരാ, അള്ളാഹുവിന്റെ കോടതിയിൽ മറുപടി പറയേണ്ടി വരില്ലേ? വസ്ത്രമില്ലാതെ, ഭക്ഷണമില്ലാതെ, വീടില്ലാതെ, രോഗിയായ ആളുകൾക്ക് ചികിത്സിക്കാൻ മരുന്ന് പോലുമില്ലാതെ നൂറുകണക്കിന് ആളുകൾ ഇവിടെ വിഷമിക്കുമ്പോ എങ്ങനെയാണ് ആഴ്ച തോറും ഓരോ വസ്ത്രങ്ങൾ? നിങ്ങൾ എന്തിനാണ് ഒരു യൂണിഫോമിറ്റി കൊണ്ടുവന്നത്? ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, ആരാണ് നിങ്ങൾക്ക് സമ്മതം തന്നത്? ഓരോ കല്യാണത്തിന് 4-10 ചെറുപ്പക്കാർ കൂടി ഒരേ വസ്ത്രം, അടുത്ത കല്യാണം വരുമ്പോ മറ്റൊരു കളറിലുള്ള വേറെ അതേ വസ്ത്രം, അങ്ങനെ പെണ്ണുങ്ങളും ആണുങ്ങളും ഒരേപോലെയുള്ള വസ്ത്രം ഓരോ കല്യാണത്തിന് വേണ്ടി ചെലവഴിക്കുമ്പോ എത്ര സമ്പത്താണ് നമ്മൾക്ക് നഷ്ടപ്പെടുന്നത്? എത്ര തുകകളാണ് ധൂർത്തടിക്കുന്നത് നമ്മൾ. അത് മാത്രമല്ല, വേറൊരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കട്ടെ. നമ്മുടെ അമ്പലച്ചുംബിയായ വീടിന്റെ അകത്തളങ്ങളിലുള്ള നമ്മുടെ ബാത്റൂമുകൾ വരെ ലക്ഷങ്ങൾ ചെലവഴിക്കുന്ന എത്രയോ മുതലാളിമാരില്ലേ? അവരുടെ വീട്ടിലേക്ക് ചെന്ന് എനിക്ക് വീട് കെട്ടാൻ ഒരു 10 രൂപ തരുമോ, എന്നെ സഹായിക്കുമോ എന്ന് പറഞ്ഞാൽ അവർക്ക് 5ഉം 10ഉം കൊടുത്ത് തിരിച്ചുവിടുന്ന മുതലാളിമാരില്ലേ? അവരുടെ ബാത്റൂമിന് ചെലവഴിച്ചത് 3 ലക്ഷങ്ങൾ, 4 ലക്ഷങ്ങൾ, 5 ലക്ഷങ്ങൾ. ഞാൻ അങ്ങനെയുള്ള എത്രയോ വീടുകൾ കണ്ടിട്ടുണ്ട്. വാലിന്റെ സദസ്സിലേക്ക് ചെല്ലുമ്പോ ഭക്ഷണം കഴിക്കാൻ പോകുന്ന വീട്ടുകാർ ഒരു പക്ഷേ വീടിന്റെ ഇന്റീരിയർ ഡിസൈനുകൾ കാണിച്ചു തരാറുണ്ട്. യാ അല്ലാഹ്, ഒരു റൂം തന്നെ ഒരാൾക്ക് വീട് കെട്ടാനുള്ള തുകകൾ ചെലവഴിച്ച വീടുകൾ. ഇത് ദൂർത്തല്ലേ? ഇത് അമിതവ്യയമല്ലേ? ഇത് അല്ലാഹു ഇഷ്ടപ്പെടുന്ന കാര്യമാണോ? ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്വീൻ. ദൂർത്തടിക്കുന്ന ആളുകളെ അല്ലാഹുവിന് ഇഷ്ടമല്ല. അവർ പിശാചിന്റെ സുഹൃത്തുക്കളാണ്. നല്ല വീട് കെട്ടിക്കോ, കുഴപ്പമല്ല. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, 5ഉം 6ഉം ലക്ഷങ്ങൾ ചെലവഴിച്ചുകൊണ്ട് ഒരു റൂം നിർമ്മിച്ചിട്ട് എന്ത് കാര്യമാണ് പൊന്നുമോനെ? എവിടെയായാലും ഉറങ്ങുന്നത് സമമല്ലേ? ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിന്റെ 5 ലക്ഷങ്ങൾ കൊണ്ടെന്ത് നേട്ടമാ? ഞാൻ ചോദിക്കട്ടെ, അവശിഷ്ടങ്ങൾ നമ്മൾ തള്ളിക്കളയുന്ന ബാത്റൂമിന് പോലും എന്തിനാണ് 3 ലക്ഷങ്ങൾ ചെലവഴിക്കുന്നത്? ആ തുകകൾ നന്മയ്ക്ക് വേണ്ടി ചെലവഴിച്ചൂടെ? ആ തുകകൾ വീടില്ലാത്ത ആളുകൾക്കൊന്ന് തലച്ചായി ചുറങ്ങാൻ, ഭക്ഷണം കിട്ടാത്ത ആളുകൾക്ക് അവരുടെ വിശപ്പകറ്റാൻ, മരുന്ന് വാങ്ങിക്കാൻ പോലും ശരീരം കാഴ്ചവെക്കുന്ന ഉമ്മമാർ നമ്മുടെ കേരളത്തിലും നമ്മുടെ നാടുകളിലുമുണ്ട്. നിങ്ങൾക്കറിയുമോ എന്നറിയില്ല. ഒരു നേരത്തെ ഭർത്താവിന് മരുന്ന് വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി സ്വന്തം അഭിമാനം വിൽക്കുന്ന ഉമ്മമാർ, ശരീരം കാഴ്ചവെക്കുന്ന ഉമ്മമാർ നമ്മുടെ നാട്ടിലുണ്ടാകുമ്പോ എങ്ങനെയാണ് ദൂർത്തടിക്കാൻ പറ്റുന്നത്? ദൂർത്തടിക്കല്ലേ? ഓരോ ദിവസം ഓരോ മൊബൈൽ ഫോണുകൾ. iPhone 6 ഇറങ്ങുമ്പോ അതും വേണം, 7 ഇറങ്ങുമ്പോ അതും വേണം, ഇനി 8ഉം 9ഉം 10ഉം ഇറങ്ങുമ്പോ അതുപോലും ഞങ്ങൾക്ക് വേണം, വാഹനങ്ങൾ ഇറങ്ങുമ്പോൾ അതും ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞ് ദൂർത്തിന്റെ ആളുകളായി നമ്മൾ മാറല്ലേ? സമ്പത്ത് അധികമുണ്ടോ? സമ്പത്ത് ധാരാളമുണ്ടോ? അത് തന്നെയാണ് എന്റെ ഉമ്മത്തിന്റെ പ്രശ്നം. ഞാൻ ഭയക്കുന്നത് എന്റെ ഉമ്മത്തിന്റെ മേൽ ദുനിയാവ് വിശാലമാവല. എന്റെ ഉമ്മത്ത് സമ്പത്ത് കൊണ്ട് കുന്നുകൂടി എന്റെ ഉമ്മത്ത് നശിക്കുന്നതാണ് എനിക്ക് പേടി. അല്ലാതെ അവരെ പാപങ്ങളാകുന്നത് എനിക്ക് പേടിയില്ല എന്ന് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതെത്ര ശരിയാ? അള്ളാഹുവിന്റെ ഹബീബിന്റെ വചനങ്ങളല്ലേ ഞാൻ പറഞ്ഞു വരുന്നത്? ഭീമാകാരമായ വീടുകൾക്ക് വേണ്ടി അനാവശ്യമായി ചെലവഴിക്കുന്നതിന് പകരം നാട്ടിലുള്ള പാവങ്ങൾക്ക് വേണ്ടി ഒന്ന് ചെലവഴിച്ചുകൂടെ? തന്റെ മകളെ കെട്ടിച്ചു കൊടുക്കാൻ കഴിയാതെ ആടുനീളെ ബെഗ് ചെയ്ത് യാചിച്ചു നടക്കുന്ന ഉമ്മമാർ നമ്മുടെ നാട്ടിൽ കാണുമ്പോ അവരോട് പറയണം, നിങ്ങൾ യാചിക്കല്ലേ, നിങ്ങൾ പുറത്തിറങ്ങല്ലേ, നിങ്ങൾക്ക് വേണ്ടത് ഞങ്ങൾ വാങ്ങിച്ചു തരാം, നിങ്ങൾക്ക് വേണ്ട സ്വർണങ്ങൾ ഞങ്ങൾ നാട്ടുകാർ വാങ്ങിച്ചു തരാം. അൽ അമീൻ യൂത്ത് വിങ് അതൊരു മാതൃകയാവട്ടെ എന്ന് ഞാൻ പറയാൻ. ഈ സംഘടന അതിനൊരു മാതൃകയാവണം. നമ്മുടെ നാട്ടിൽ നിന്ന് ബെഗ് ചെയ്തുകൊണ്ട് യാചിച്ചുകൊണ്ട് പുറത്തേക്ക് പോവാൻ
പോകാൻ പാടില്ല. അത് നാടിന് അപമാനമല്ലേ, അത് കുടുംബത്തിന് അപമാനമല്ലേ? പരിശുദ്ധമായ റമദാൻ മാസം വരുമ്പോ ചില ആളുകളെ കാണാനുണ്ട്, പർദ്ദ ധരിച്ചവർ. മുസ്ലിമാണോ അല്ലേ എന്നറിയില്ല. പച്ചശാളുമായി വരുന്ന ചില ആളുകൾ, അവര് മുസ്ലിമാണോ എന്നറിയില്ല. ധാർവാറിലുള്ള ഒരു പള്ളിയിൽ ഞാൻ റമദാനിന് വേണ്ടി ഇമാമത്തിന് ചെന്നപ്പോഴാണ് അവിടേക്ക് ബെക്കിങ്ങിന് വേണ്ടി ഒരുപാട് പച്ചത്തട്ടം ധരിച്ച, പച്ചശാള് ധരിച്ച, പർദ്ദ ധരിച്ച ആളുകൾ വന്നത്. എന്നിട്ട് ഉച്ചയ്ക്ക് ഞാനൊന്ന് ടൗണിലേക്ക് പോകുമ്പോ ഈ ബെക്കിങ്ങിന് വന്ന മുസ്ലിമീങ്ങൾ എന്ന് പറയുന്ന ആളുകൾ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഇവര് മുസ്ലിമാണോ അമുസ്ലിമാണോ എന്നറിയില്ല. റമദാനാകുമ്പോൾ തൊപ്പി വെച്ചിറങ്ങുന്ന കൂട്ടം, റമദാനാകുമ്പോൾ പർദ്ദ ധരിച്ചിറങ്ങുന്ന കൂട്ടം, റമദാനാകുമ്പോൾ പച്ചശാള് ധരിച്ചിറങ്ങുന്ന കൂട്ടം നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാവാൻ പാടില്ല, നമ്മുടെ നാട്ടിലുണ്ടാവാൻ പാടില്ല. പരിശുദ്ധ ഇസ്ലാം അത് പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. പരിശുദ്ധ ഇസ്ലാം അതിനെ ഒരിക്കലും പുകഴ്ത്തിയിട്ടില്ല. അള്ളാഹു അതിനെ നിരുത്സാഹപ്പെടുത്തിയിരിക്കുകയാണ്. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം? അല്ലമീൻ എന്ന് പറയുന്ന ഈ സംഘടനയുടെ ആളുകളോട്, ഭാരവാഹികളോട് ഞാൻ പറയട്ടെ, ഞങ്ങളുടെ നാട്ടിലുള്ള പാവങ്ങളെ ഞങ്ങൾ കണ്ടുപിടിക്കണം. അവർക്ക് വേണ്ടത് നമ്മൾ ചെയ്തു കൊടുക്കണം. നാട്ടുകാരെല്ലാവരും ഒന്നിച്ചു നിന്നാൽ ഒരു പ്രശ്നമില്ല. എല്ലാവരും ആയിരങ്ങൾ നൽകുമ്പോ, എല്ലാവരും 10,000 നൽകുമ്പോ, 100, 150, 200 പവനുകൾ വീട്ടിൽ വിൽക്കുമ്പോ ഒരു പവൻ ഏതെങ്കിലും പാവപ്പെട്ട പെണ്ണിന്റെ കല്യാണത്തിന് വേണ്ടി കൊടുത്താൽ എന്താണ് കൊണ്ടുള്ള നേട്ടം? നരകത്തിലേക്ക് കിടക്കാതെ രക്ഷപ്പെടാൻ അത് കാരണമാണ്. ഏതായാലും ഞാൻ പറഞ്ഞു വരുന്നത്, ഭക്ഷണം കഴിക്കാനില്ലാതെ, മക്കൾക്ക് ഭക്ഷണം കൊടുക്കാനില്ലാത്ത ഒരു ഉമ്മ ഇറച്ചിക്കാരക്കാരന്റെ മുമ്പിൽ നിന്ന് പൊറുക്കിയെടുക്കുന്ന രംഗം, യാ അല്ലാഹ്, ഇതയാളുടെ മനസ്സലിയുകയും എന്നിട്ട് ചോദിച്ചു, എന്താണ് പ്രശ്നം? എന്തിനാണ് നിങ്ങൾ തെറിച്ചു വീഴുന്ന ഇറച്ചി കഷ്ണങ്ങളെ പൊറുക്കിയെടുക്കുന്നത്? പെണ്ണ് പറഞ്ഞു, വർഷങ്ങളായി എനിക്ക് ജോലിയില്ല, എനിക്ക് ഭർത്താവില്ല, എന്റെ മക്കൾക്ക് ഇറച്ചി കഴിക്കണമെന്ന ആഗ്രഹമുണ്ട്. പക്ഷേ ഞാൻ എങ്ങനെയാണ് അവർക്ക് കൊടുക്കുന്നത്? എന്റെ കയ്യിൽ പൈസ ഇല്ലല്ലോ, എന്റെ കയ്യിൽ തുകയില്ലല്ലോ എന്ന് പറയുമ്പോഴാണ് ആ പെണ്ണിനെയും കൂട്ടി കശാപ്പുകാരന്റെ ഷോപ്പിലേക്ക് ചെല്ലുന്നത്. അയാളോട് പറഞ്ഞു, മോനെ, ഈ പെണ്ണിന് 1 വർഷക്കാലം എപ്പോൾ ഇറച്ചി വാങ്ങാൻ വന്നാലും ആ പെണ്ണിന് 1-2 കിലോഗ്രാം ഇറച്ചി കൊടുക്കണേ. 1-2 കിലോഗ്രാം ഇറച്ചി കൊടുക്കണേ 1 വർഷക്കാലം. ഈ പെണ്ണ് എപ്പ വന്നാലും കൊടുക്കണേ എന്ന് പറഞ്ഞു. അങ്ങനെ അതിനുള്ള തുക നൽകി വീട്ടിലേക്ക് പോയി. മകളോട് സലാം പറഞ്ഞു, ഭാര്യയോട് സലാം പറഞ്ഞു. എന്നിട്ട് നേരെ ജർമ്മനിയിലുള്ള ഹോസ്പിറ്റലിലേക്ക് ചെന്നു. ഡോക്ടർമാര് ഡയഗ്നോസ് ചെയ്യാൻ, ഡോക്ടർമാര് പരിശോധിക്കുകയാണ്. ഡോക്ടർമാര് സർജറി നടത്താനിരിക്കുമ്പോ ഡോക്ടർ ചോദിച്ചു, അല്ല മോനെ, നീ ഏത് മരുന്നാണ് കഴിച്ചത്? ഏത് മരുന്നാണ് നീ ഭക്ഷിച്ചത്? ഏത് ഡോക്ടറെയാണ് നീ കണ്ടത്? ഏത് വിശ്വക്കരനെയാണ് നീ സന്ദർശിച്ചത്? ആരാണ് സർജറി നടത്തിയത്? ആരാണ് ഓപ്പറേഷൻ നടത്തിയത്? ചെറുപ്പക്കാരൻ പറഞ്ഞു, ഞാനൊരു ഡോക്ടറെയും കണ്ടിട്ടില്ല, ഞാനൊരു ഹോസ്പിറ്റലിലും പോയിട്ടില്ല, ഞാൻ ഒരാളെയും കണ്ടിട്ടില്ല. പക്ഷേ ഇന്നൊരു സംഭാവന, ഇന്നൊരു സ്വതക ഞാനൊരു പാവപ്പെട്ട പെണ്ണിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. ആ പെണ്ണപ്പോൾ എനിക്ക് വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട്. അല്ലാഹു നിങ്ങൾക്ക് ആഫിയത്ത് നൽകട്ടെ, അല്ലാഹു നിങ്ങൾക്ക് ഖൈർ നൽകട്ടെ എന്നാ പെണ്ണ് ദുആ ചെയ്തതിന്റെ ഫലമായിരിക്കണം. ഡോക്ടർമാര് പറഞ്ഞു, ഇനി ഒരു സർജറിയുടെ ആവശ്യമില്ല, ഇനി ഒരു ചികിത്സയുടെ ആവശ്യമില്ല, ഇനി ഒരു മരുന്നിന്റെ ആവശ്യമില്ല. നിന്റെ രോഗമെല്ലാം ശിഫ ലഭിച്ചിട്ടുണ്ട്. യുവർ നെർവ്സ് ആർ ഓപ്പൺ, നിന്റെ നെർവുകളെല്ലാം അടക്കപ്പെട്ടതാണ്. പക്ഷെ ഇപ്പോൾ എല്ലാം തുറക്കപ്പെട്ടു, ഒരു കുഴപ്പമില്ല. എന്താണ് ഇത് കൊണ്ടുണ്ടായ നേട്ടം? സ്വതകയാണ്. ക്യാൻസർ ബാധിച്ച്, മറ്റുള്ള രോഗങ്ങൾ ബാധിച്ച് നാൾക്ക് നാൾ ദൈനംദിനം ഹോസ്പിറ്റലിലേക്ക് നമ്മൾ പോകുന്നതിന് പകരം പൊന്നു സഹോദര, നല്ല ഒരു സുഖ ആത്മാർത്ഥമായ ഹൃദയത്തോടെ ഏതെങ്കിലും പാവങ്ങളായ ആളുകൾക്ക് നൽകി നോക്ക്. അള്ളാഹുവിനോട് ദുആ ചെയ്യ്. അള്ളാഹുവിന്റെ ഖദർ ഖലാഇനെ തട്ടിമാറ്റുന്ന 2 കാര്യം, ഒന്ന് സ്വതഖയാണെന്ന് ദുആ ആണ്. ഇന്നമാ ഖുദ്ദിറ വാജിബ്, അല്ലാഹു കണക്കാക്കിയത് നടക്കുമല്ലോ. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅതിയ ലിമാ മനഅത വലാ റാദ്ദ ലിമാ ഖളൈത. അല്ലാഹുവേ,
നീ വിധിച്ചതിനെ തട്ടുന്ന ആളില്ലല്ലോ. അല്ലാഹുവേ, നീ തന്നതിനെ തടയുന്നവനില്ലല്ലോ, നീ തടഞ്ഞതിനെ നൽകുന്നവനുമില്ലല്ലോ. എന്നാണെങ്കിൽ അല്ലാഹു നൽകിയതിനെ തടയുന്ന ആളുണ്ട്, അല്ലാഹു തടഞ്ഞതിനെ നൽകിയ ആളും നൽകുന്ന ആളുണ്ട്, അല്ലാഹുവിന്റെ വിധിയെ തട്ടിമാറ്റുന്ന ആളുമുണ്ട്. അതാണ് സ്വദഖ, അതാണ് ദുആ. അതുകൊണ്ട് സ്വദഖ നൽകിക്കോ. ബക്കറ്റുകൾ വരുമ്പോൾ അതിനു വേണ്ടി കാത്തിരിക്കല്ല, അതിനു മുമ്പ് തന്നെ നമ്മളാൽ കഴിയുന്ന നല്ല ഒരു തുക നമ്മൾ നൽകണം. ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കുന്നത് വരെ അല്ലാഹുവിന്റെ പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കുകയേ ഇല്ല. ഇഷ്ടമുള്ളത് കൊടുക്കണേ. പാവപ്പെട്ട കീറിപ്പറഞ്ഞ വസ്ത്രമല്ല, പഴയ വസ്ത്രമല്ല, ഓട്ടയുള്ള വസ്ത്രങ്ങളല്ല. രൂപ എടുത്തു നോക്കുമ്പോ 5, 10, 100 ഏത് നോട്ടാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്? ഏത് വസ്ത്രമാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്? ഏത് സ്വദഖയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്? അത് കൊടുത്താലേ അല്ലാഹുവിന്റെ അടുത്തു നിന്ന് പൂർണ്ണമായ പ്രതിഫലം ലഭിക്കുകയുള്ളൂ എന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോ ഞാൻ പറയട്ടെ, പള്ളിയിൽ ജുമുഅ നിസ്കാരം കഴിഞ്ഞ് ഒരു ഉന്തുവണ്ടി വരാറുണ്ടല്ലോ, അപ്പോഴേക്കും 1 രൂപയിട്ട് സായുജ്യമടയുന്ന ചെറുപ്പക്കാരില്ലേ, 2 രൂപയിട്ട് സമാധാനത്തോടെ ഞാൻ സ്വദഖ കൊടുത്തു എന്ന് കരുതുന്ന ആളുകളില്ലേ? അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്വദഖയാണോ? നിങ്ങൾക്കതിൽ പ്രതിഫലം ലഭിക്കോ? ആർക്കും വേണ്ടാത്ത രൂപയല്ലേ ഒന്ന്. ഇവിടെ 1 രൂപ വീണ് കിട്ടിയാൽ ഏതെങ്കിലും കുട്ടി പോലും പൊറുക്കിയെടുക്കുമോ? 10 രൂപ കിട്ടിയാൽ വരെ ആരെങ്കിലും പൊറുക്കിയെടുക്കുമോ? ആർക്കും വേണ്ടാത്ത തുകകൾ സ്വദഖ കൊടുത്ത് സായുജ്യമടയല്ല. എന്നിട്ട് അല്ലാഹുവിന്റെ പ്രതിഫലം ലഭിക്കുമെന്ന് കരുതല്ല. ഇഷ്ടമുള്ളത് കൊടുത്തേക്ക്. അങ്ങനെ ഒരു ഉന്തുവണ്ടി പള്ളിയിലേക്ക് വരുമ്പോ നല്ല തുകകൾ ഇട്ട് കൊടുക്കണേ. ബഗാലിന്റെ സദസ്സുകളിൽ ബക്കറ്റുകൾ പിരിവുകളായി വരുമ്പോ അവിടേക്കും 5, 10, 20 അല്ല കൊടുക്കേണ്ടത്, 100, 500, 1000 കൊടുക്കാനുള്ള സന്മനസ് നിങ്ങൾക്കുണ്ടോ? അതാരും കാണാത്ത സ്വദഖയല്ലേ, ആരും അതറിയില്ലല്ലോ. നിങ്ങളുടെ പേഴ്സിൽ നിന്നോ, നിങ്ങളുടെ പോക്കറ്റിൽ നിന്നോ, നിങ്ങളുടെ ഹാൻഡ് ബാഗിൽ നിന്നോ ആരും കാണാതെ ചുരുട്ടിയെടുത്ത 1000ന്റെ നോട്ട് അങ്ങനെ ഒരു ബക്കറ്റിൽ നിങ്ങൾ നിക്ഷേപിച്ച് നാളെ മരിച്ചു പോയാൽ നിങ്ങൾ കൊടുത്ത വലത് കൈ കൊണ്ട് കൊടുത്ത സ്വദഖ ഇടത് കൈ അറിയാത്ത സ്വദഖയല്ലേ? അതല്ലേ ജാരിയായ സ്വദഖ? അതല്ലേ ഉപകാരമുള്ള സ്വദഖ? ഖബറിൽ രക്ഷപ്പെടാം, നാളെ മഅ്ശറയിൽ അർശിന്റെ തണൽ ലഭിക്കാം. അതുകൊണ്ട് അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് നാളെ രക്ഷപ്പെടാൻ വേണ്ടി, ആഖിറത്തിൽ രക്ഷപ്പെടാൻ വേണ്ടി, ഖബറിൽ രക്ഷപ്പെടാൻ വേണ്ടി ഈ ഒരു യൂത്ത് വിങ്ങിന്റെ ലക്ഷ്യം തന്നെ പാവങ്ങളെ രക്ഷപ്പെടുത്താനാണല്ലോ. അല്ലാഹുവിന്റെ ഹബീബ് പറയുന്ന വളരെ മനോഹാര്യമായ ഒരു ഹദീസ് ഉണ്ട്, ഇസ്തതഅൻതുക ഫലം തുത്ഇംനി. ഞാൻ നിന്നോട് ഭക്ഷണം ചോദിച്ചു, പക്ഷേ നീ എനിക്ക് ഭക്ഷണം തന്നില്ലല്ലോ. നാളെ മഅ്ശറയിലെത്തുമ്പോൾ എന്റെ ശബ്ദം കേൾക്കണേ, കാത് തുറന്നുകൊണ്ട് കേൾക്കണം. ഒന്നണിച്ച് നിൽക്കെല്ലാരും. ബുദ്ധിമുട്ടാവോ? ഇല്ലല്ലോ. സല്ലു അലാ സയ്യിദിനാ മുഹമ്മദിൻ വ ആലി സല്ലല്ലാഹു അലാ മുഹമ്മദ്. സ്വലാത്ത് ചൊല്ലുന്നു, ഉഷാറായിട്ട് ഉറക്കെ ചൊല്ലി നോക്കട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരി അല്പം സ്വർണം കൊടുത്തയച്ചിട്ടുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ ഉദ്ദേശങ്ങൾ അല്ലാഹു തആല പൂർത്തീകരിച്ചു കൊടുക്കുമാറാകട്ടെ. എല്ലാവരും അതേ പ്രകാരം തന്നെ പ്രത്യേകമായ നിയ്യത്ത് ഉസ്താദിന്റെ വയലെല്ലാം കേട്ട് ഈമാൻ കബൂലാക്കി മരിക്കണമെന്നാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാമിലായ ഈമാൻ അവർക്കും നമുക്കും നൽകി കലിമ ചൊല്ലി മരിക്കാനുള്ള മഹാഭാഗ്യം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അതേ പ്രകാരം തന്നെ നമ്മുടെ ആലൂര് മഹമ്മൂദ് ഹാജിയുടെ മകൻ മുഹമ്മദ് ഹാജി ഒരു 10,000 രൂപ ഇവിടെ തന്നിട്ടുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കബൂൽ ചെയ്യുമാറാകട്ടെ. അവരുടെ എല്ലാ ജീവിതത്തിലും അല്ലാഹു തആല ഐശ്വര്യം പ്രദാനം ചെയ്യുമാറാകട്ടെ. ജീവിതത്തിൽ ദീർഘായുസ്സും സമ്പൽ സമൃദ്ധിയും
ആയുരാരോഗ്യം അവർക്കും നമുക്കും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇന്നലെയും ഇവിടെ ധാരാളം സദഖകൾ തന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനി നമ്മുടെ ഉസ്താദിന്റെ കയ്യിൽ നിങ്ങളെല്ലാം ബാധ നിർത്തുന്ന സമയത്ത് നേരത്തെ പറഞ്ഞതുപോലെ കാര്യമായിട്ട് കൊടുക്കണം. നമ്മുടെ ഈ പരിപാടി എന്ന് പറഞ്ഞത് നമ്മുടെ പ്രവർത്തകന്മാർ, അല്ലമീന്റെ പ്രവർത്തകന്മാർ ഒരു പൈസ പോലും ദുരുപയോഗം ചെയ്യാതെ കണ്ട് എല്ലാം അവരുടെ പല നിയത്തുകളുമുണ്ട്. നമ്മുടെ വിഞ്ഞാന്ന് നമ്മുടെ ജമാഅത്തിന്റെ സെക്രട്ടറി എൽ തഷറഫ് സാഹിബ് പറഞ്ഞതുപോലെ ഒരുപാട് പദ്ധതികൾ മുമ്പിലുണ്ട്. ആ പദ്ധതികൾ മുഴുവനും ദീനിയായ നിലയിൽ തന്നെ മുന്നോട്ട് നടത്താനുള്ള ശ്രമത്തിലാണ്. ആസൂത്രിതമായിട്ട് സമയബന്ധിതമായിട്ട് അവർ നടത്തുക തന്നെ ചെയ്യും. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും സഹായിക്കണം. ഒരു പൈസ പോലും ദുരുപയോഗം ചെയ്യപ്പെടുകയില്ല. ഇവിടത്തെ പാവപ്പെട്ടവന്റെ കണ്ണുനീരൊപ്പിക്കൊണ്ട്, അവശത അനുഭവിക്കുന്നവരുടെ കണ്ണുനീരൊപ്പിക്കൊണ്ട് അവരെ സഹായിക്കാൻ വേണ്ടിയുള്ളതാണ്. ഓരോ കാശും ആരും തന്നെ പോകരുത്. ഇൻഷാ അല്ലാഹ് ഉസ്താദിന്റെ ദുആ കഴിഞ്ഞതിന്റെ ശേഷം മാത്രമേ പോകാൻ പാടുള്ളൂ. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ പുതിയാപ്പിള കൂടിയായ നമ്മുടെ ബേബിഞ്ചേര ആമുവാജിക്ക് തീരെ സുഖല്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ ഖദറിൽ ശിഫയുണ്ടെങ്കിൽ അല്ലാഹു തആല ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും അവരെയും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഞാൻ നിർത്തുകയാണ്. ഇൻഷാ അല്ലാഹ് കുറച്ച് സമയം ഇനി ദുആ കഴിഞ്ഞിട്ട് എല്ലാവരും പോകാൻ പാടുള്ളൂ എന്ന് ഞാൻ വളരെ സ്നേഹത്തോടെ പറയാം. ഏതായാലും നബിച്ചങ്ങ ഒരു സഹോദരി ഒരു സ്വർണം തന്നിട്ടുണ്ട്. മാഷാ അല്ലാഹ്. ആ സഹോദരിക്ക് ഈമാൻ സലാമത്തായി മരിക്കണമെന്നാണ് ആഗ്രഹം. അള്ളാഹു ആ സഹോദരിയുടെ ആഗ്രഹം പോലെ തൗബ ചെയ്ത് ഈമാൻ സലാമത്തായി മരിക്കുവാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഈ സ്വർണങ്ങൾ നാളെ ഖബറിലും നാളെ മഹ്ശറയിലും അള്ളാഹു ഉപകാരമുള്ള സുദഖയായി സ്വീകരിക്കുമാറാവട്ടെ. നാളെ മഹ്ശറയിൽ രക്ഷപ്പെടാനുള്ള ഒരു വഴിയാക്കി അള്ളാഹു ഇതിനെ മാറ്റുമാറാവട്ടെ. ഏതായാലും നമ്മൾ പറഞ്ഞു വരുന്നത് ഒരുപാട് ആളുകൾ ഇവിടെ സംഭാവന ചെയ്തിട്ടുണ്ട്. ദുആ ചെയ്യാം ഇൻഷാ അല്ലാഹ്. നിനക്ക് ഞാൻ ഭക്ഷണം തന്നു, നിന്നോട് ഞാൻ ഭക്ഷണം ചോദിച്ചു, നീ എനിക്ക് ഭക്ഷണം തന്നില്ലല്ലേ? അല്ലാഹു നാളെ മഹ്ശറയിൽ ചോദിക്കുകയാണ് നമ്മളോട്, നിന്നോട് ഞാൻ ഭക്ഷണം ചോദിച്ചു, നീ എനിക്ക് ഭക്ഷണം തന്നില്ലല്ലേ? ഇപ്പോഴാണ് അടിമകൾ പറയുന്നത്, യാ റബ്ബ്, അല്ലാഹുവേ, ഇസ്തതഅംതനി, നീ എന്നോട് ഭക്ഷണം ചോദിക്കുകയോ? നീയല്ലേ വഅൻത റബ്ബുൽ ആലമീൻ, നീയല്ലേ ലോകരക്ഷിതാവ്, നീ എന്നോട് ഭക്ഷണം ചോദിക്കുകയോ? അപ്പോഴാണ് അല്ലാഹു പറയുന്നത്, നാട്ടിൽ ഭക്ഷണം കഴിക്കാൻ ശേഷിയില്ലാതെ, സാമ്പത്തിക ശേഷിയില്ലാതെ നൂറുകണക്കിന് ആളുകൾ ജീവിക്കുമ്പോൾ നിന്റെ വീട്ടിലേക്ക് യാചിച്ച് കടന്നു വന്നപ്പോ, അല്ലെങ്കിൽ നിന്റെ കുടുംബങ്ങളിൽ ഉണ്ടാകുമ്പോ അവർക്ക് നീ സഹായങ്ങൾ നൽകാനോ അവർക്ക് നീ ഭക്ഷണം നൽകാനോ തയ്യാറായില്ലല്ലോ. അവിടെ നിനക്ക് എന്നെ കണ്ടെത്താമായിരുന്നു. നമ്മുടെ അല്ലമീൻ യൂത്ത് വിങ് ചെയ്യുന്ന ഈ ഒരു പ്രവർത്തനം അള്ളാഹുവിനെ കണ്ടെത്തുന്ന ഒരു പ്രവർത്തനമാണ്. പാവങ്ങൾക്ക് ഭക്ഷണം നൽകുമ്പോൾ അവിടെ അള്ളാഹു ഉണ്ട്. അള്ളാഹു രണ്ടാമതായി ചോദിക്കുന്നത്, നിന്നോട് ഞാൻ ഭൂമിയിൽ വെള്ളം ചോദിച്ചുവല്ലോ, നീ എനിക്ക് വെള്ളം തന്നില്ലല്ലേ? അപ്പോഴാണ് അടിമ പറയുന്നത്, യാ അല്ലാഹ് വഅൻത റബ്ബുൽ ആലമീൻ, നീയല്ലേ ലോകരക്ഷിതാവ്, നിനക്ക് ഞാൻ ഭക്ഷണം തരികയോ? നീയല്ലേ എനിക്ക് തരേണ്ടത്? അപ്പോഴാണ് അള്ളാഹു പറയുന്നത്, പൊന്നു മോനെ, നാട്ടിൽ വെള്ളം കുടിക്കാൻ ഒരു കിണർ കുഴിക്കാനുള്ള ശേഷിയില്ലാതെ, ഒരു കുഴൽ കിണർ കുഴിക്കാനുള്ള ശേഷിയില്ലാതെ, വെള്ളം ലഭിക്കാതെ ഏതോ ഒരു ഗവൺമെന്റിന്റെ ഓശാരം പറ്റി ജീവിക്കേണ്ട പാവങ്ങളായ ആളുകൾ നാടിന്റെ മുക്കുമൂലകൾ ഉണ്ടാകുമ്പോ അവർക്കൊരു കുഴൽ കിണർ നിർമ്മിക്കാനോ അവർക്കൊരു കിണർ കുഴിച്ചു കൊടുക്കാനോ അവർക്കൊരു വെള്ളത്തിന്റെ സൗകര്യം ഉണ്ടാക്കി കൊടുക്കാനോ പൊന്നുമോനെ നീ ശ്രമിച്ചോ? ഇല്ലല്ലേ? അവിടെ ഞാനുണ്ടായിരുന്നു, നിനക്ക് അവിടെ എന്നെ കണ്ടെത്താമായിരുന്നു. ഞാൻ ചോദിച്ചിട്ട് നീ തന്നില്ലല്ലേ എന്ന് അല്ലാഹു പറയുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. എന്നിട്ട് അല്ലാഹു പറയുന്നു, മരിൽതു ഫലം ഉദ്നി ഫമാ ഉദ്നി, മരിൽതു, ഞാൻ രോഗിയായി, നീ എന്നെ സന്ദർശിച്ചില്ലല്ലേ, നീ എന്നെ നോക്കാൻ വന്നില്ലല്ലേ, നീ എന്നെ ചികിത്സിക്കാൻ വന്നില്ലല്ലേ, എനിക്ക് മരുന്ന് വാങ്ങി തന്നില്ലല്ലേ? അപ്പോഴാണ് അടിമ ചോദിക്കുന്നത്, യാ അല്ലാഹ് വഅൻത റബ്ബുൽ ആലമീൻ, നീ
നീയാണല്ലോ ലോകരക്ഷിതാവ്, നിന്റെ രോഗം സന്ദർശിക്കാൻ ഞാൻ വരികയോ? നീയല്ലേ ആളുകൾക്ക് രോഗം നൽകുന്നത്, നീയല്ലേ ശിഫാ നൽകുന്നത്, എന്താണ് റബ്ബേ നീ പറയുന്നത് എന്ന് പറയുമ്പോ അള്ളാഹു പറയുകയാണ്, മരുന്ന് വാങ്ങിക്കാൻ കഴിവില്ലാത്ത, ഹോസ്പിറ്റലിൽ പോയി ചികിത്സിക്കാൻ സാമ്പത്തിക ശേഷിയില്ലാത്ത നൂറുകണക്കിന് ആളുകൾ നിന്റെ നാട്ടിലും നിന്റെ കുടുംബങ്ങളിലും ഉണ്ടാകുമ്പോ അവരെ സഹായിക്കാൻ നീ തയ്യാറായില്ലല്ലേ? സത്യത്തിൽ അവിടെയൊക്കെ ഞാനുണ്ടായിരുന്നു, എന്നെ സഹായിച്ചതിന് തുല്യമാണെന്ന് അള്ളാഹു നാളെ മഹ്ശറയിൽ പറയുന്ന രംഗങ്ങൾ ഓർക്കുകയും എന്നിട്ട് പാവങ്ങളുടെ കണ്ണീരൊപ്പാൻ വേണ്ടി, അവരുടെ വിശപ്പകറ്റാൻ വേണ്ടി, അവരുടെ ദുരിതങ്ങൾ അകറ്റിക്കൊടുക്കാൻ വേണ്ടി, അവരുടെ പ്രയാസങ്ങളില്ലായ്മ ചെയ്യാൻ വേണ്ടി, അവർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കാൻ വേണ്ടി, അവർക്ക് ചികിത്സ നൽകാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും കിണഞ്ഞു പരിശ്രമിക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഏതായാലും ഞാൻ പറഞ്ഞു വരുന്നത്, അള്ളാഹുവിന്റെ ഹബീബ് പറയാണ്, ഇബ്നു മസ്ഊദ് ഇന്ന മിൻ അലാമി സഅതി വഅശറാതിഹാ, ഖിയാമത്ത് നാളിന്റെ അടയാളത്തിൽപ്പെട്ടതാണ് പള്ളികൾ നമ്മൾ പ്രൗഢിയോടെ നിർമ്മിക്കുന്നത്. അതിന്റെ മിമ്പറുകൾ, അതിന്റെ മിനാരങ്ങൾ, അതിന്റെ മെഹ്റാബുകൾ, അതിന്റെ മാർബിളിന്റെ ഭംഗി കൊണ്ട് നമ്മൾ പൊങ്ങച്ചം നടിക്കുന്നത്. പക്ഷേ പള്ളിക്ക് പോകാൻ ആളില്ലല്ലോ, നിസ്കരിക്കാൻ ആളില്ലല്ലോ. എത്രയോ പള്ളികളുടെ കഥകൾ അതല്ലേ, എത്രയോ പള്ളികളുടെ സ്വഫുകൾക്ക് കഥകൾ വിളിച്ചു പറയാനുണ്ട്, എത്രയോ പള്ളികളുടെ വാതിലുകൾക്ക് കഥകൾ പറയാനുണ്ട്. ഒരു ജുമഅക്ക് ഒരുമിച്ച് കൂടുന്ന ജനങ്ങൾ ഏതെങ്കിലും ഒരു ഭക്തിന് ഒരുമിച്ച് കൂടാറുണ്ടോ? ഒരു ജുമഅയ്ക്കോ ഒരു പെരുന്നാളിനോ ഒരുമിച്ച് കൂടുന്ന ആളുകൾ എന്തേ നമ്മുടെ പള്ളിയിൽ നിറയാത്തത്? എന്നിട്ട് നമ്മൾ പള്ളിയുടെ പൊങ്ങച്ചം പറഞ്ഞ് നടക്കുകയാണല്ലേ. എന്റെ നാട്ടിലെ പള്ളി ഇന്ന പള്ളിയാണ്, ഇന്ന തുകകൾ ചെലവഴിച്ച പള്ളിയാണെന്ന്. പൊന്നു സഹോദര, അത് ഖിയാമത്ത് നാളിന്റെ ലക്ഷണങ്ങളാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. എന്നിട്ട് അള്ളാഹുവിന്റെ ഹബീബ് പറയാണ്, ഞാൻ ചുരുക്കുകയാണ്, അള്ളാഹുവിന്റെ ഹബീബ് നേരത്തെ ഒന്ന് പറഞ്ഞിട്ടുണ്ട്, وأتاع الرجل زوجه وأتاع الرجل زوجته وأتاع الرجل امرأته. ഒരു ചെറുപ്പക്കാരൻ, കല്യാണം കഴിഞ്ഞ ഒരു ഭർത്താവ് ഭാര്യയുടെ വാക്കുകൾക്ക് കാതോർക്കുകയും ഉമ്മയെ ധിക്കരിക്കുകയും ഉമ്മയെ അഹങ്കരിക്കുകയും ഉമ്മയുടെ ആഗ്രഹങ്ങൾ ചെയ്തു കൊടുക്കാതിരിക്കുകയും ചെയ്യുക. ഭാര്യ പറയുന്നതൊക്കെ അനുസരിക്കുക. ഭാര്യയ്ക്ക് സാരി വേണോ, ഉടനെ സാരി. ഭാര്യ രോഗിയാണോ, ഉടനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുക. നടുവേദനയായി, പല്ലുവേദനയായി മാസങ്ങളായി കിടക്കുന്ന ഉമ്മയെ ഒന്ന് തിരിഞ്ഞു നോക്കാൻ നീ തയ്യാറാവാതെ, ഒന്ന് സഹായിക്കാൻ തയ്യാറാവാതെ, ഉമ്മയോട് കയർത്ത് സംസാരിച്ച് ഭാര്യയുടെ തലയണ മന്ത്രം കൊണ്ട് ഭാര്യയുടെ കീഴിൽ ജീവിക്കുന്ന പെൺകൂസന്മാർ, നിങ്ങളോടാണ് പറയുന്നത്, അത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണെന്ന് മാത്രമല്ല, ശക്തമായ തീക്കാറ്റുകൾ നിങ്ങളിലേക്ക് കടന്നു വരും. ചൂട് വർദ്ധിക്കും, ചൂട് കൊണ്ടുറങ്ങാൻ പറ്റുന്നില്ല. ഫെബ്രുവരി മാസത്തിൽ പൊതുവെ തണുപ്പാണ് വേണ്ടത്. ആ ഒരു ഫെബ്രുവരി മാസത്തിൽ വരെ നമ്മുടെ വീടിന്റെ അകത്തളങ്ങളിൽ കയറി രാത്രിയിലോ പകലിലോ കിടന്നുറങ്ങാൻ പറ്റാത്തത് നമ്മൾ ചെയ്ത തെറ്റുകൊണ്ടാണ്. ശക്തമായ തീക്കാറ്റുകളെ നിങ്ങൾ പ്രതീക്ഷിക്കണേ. അള്ളാഹുവിന്റെ ആകാശലോകങ്ങളിൽ നിന്ന് ചരൽ കല്ലുകൾ നിങ്ങളുടെ തലയിലേക്കോ നിങ്ങളുടെ ശരീരങ്ങളിലേക്കോ ഇറങ്ങി വരുന്നതിന് നിങ്ങൾ പേടിക്കണേ. അതുമാത്രമല്ല, നിങ്ങളുടെ കോലം മാറ്റാൻ സാധ്യതയുണ്ട്. മനുഷ്യനായ നിങ്ങൾ വൈകുന്നേരമാകുമ്പോൾ ഒരു കുരങ്ങനായി മാറാൻ സാധ്യതയുണ്ട്. ഭൂമി വിഴുങ്ങിക്കളയാനും സാധ്യതയുണ്ട്. ഇത് നടക്കും പൊന്നെ ചെറുപ്പക്കാരാ. ഇത് ഞാനല്ല പറയുന്നത്, ഇത് നബി തങ്ങളുടെ വചനമാണ്. ഇതിവിടെ നടക്കാതിരിക്കില്ല. എന്തായാലും നമ്മൾ കാണാൻ പോവുകയാണ് ഇതൊക്കെ. എപ്പോഴാണിത് നടക്കുന്നത്? ഇതാ പെണ്ണിനെ അനുസരിക്കുന്ന ഭർത്താക്കന്മാർ,
ഉമ്മയെ അടിക്കാനും കിക്ക് ചെയ്യാനും ഷൂട്ട് ചെയ്യാനും ഉമ്മയെ ഇടിക്കാനും തൊഴിക്കാനും നിൽക്കുന്ന മക്കളുണ്ടായാൽ അത് മാത്രമല്ല ചങ്ങാതിമാരോട് കൂടുതൽ സ്നേഹമുണ്ടാവുക, ചങ്ങാതിമാരെ കൂടുതൽ അടുപ്പിക്കുക, ചങ്ങാതിമാർക്ക് പ്രാധാന്യം നൽകുക, ചങ്ങാതിമാർക്ക് വേണ്ടി മരിക്കുക, ചങ്ങാതിമാർക്ക് വേണ്ടി ജീവിക്കുക. സദാസമയവും ചങ്ങാതിമാരുടെ കൂടെ ബസ് സ്റ്റാൻഡിലോ ക്ലബ്ബുകളിലോ റോഡ് സൈഡിലോ ബസ് സ്റ്റാൻഡിലോ എവിടെയെങ്കിലും ഇരുന്ന് ചങ്ങാതിമാർക്ക് വേണ്ടി ജീവിതം കളയുന്ന ചെറുപ്പക്കാരാ, ഇത് മുത്ത് റസൂലുള്ളാഹ് നബി തങ്ങളുടെ വാക്കുകളാണ്. ഇൻ ഹുവ ഇല്ലാ വഹയ്യുൻ യൂഹാ, ഇത് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞതാണ്. നബി തങ്ങളോട് അല്ലാഹു പറയാൻ പറഞ്ഞതാ. വമാ യൻതിഖു അനിൽ ഹവാ, അല്ലാഹുവിന്റെ ഹബീബ് ശ്രേഷ്ഠ പ്രകാരം ഒന്നുമേ പറഞ്ഞിട്ടില്ല, സ്വന്തം തീരുമാനത്തോടെ പറഞ്ഞതല്ല, പറയാൻ പറഞ്ഞത് അല്ലാഹുവാണ്. അല്ലാഹു പറഞ്ഞുവെങ്കിൽ, നബി തങ്ങൾ പറഞ്ഞുവെങ്കിൽ ഇതിവിടെ നടക്കാൻ പോവുകയാണ്. മാതാപിതാക്കളെ ധിക്കരിക്കുന്ന സമൂഹമായി നമ്മുടെ ചെറുപ്പക്കാര് മാറുകയും ചങ്ങാതിമാർക്ക് പ്രാധാന്യം നൽകുന്ന മക്കളായി നമ്മൾ മാറാൻ തുടങ്ങിയിട്ടുണ്ട്. ഫേസ്ബുക്കിലൂടെ ആയിരക്കണക്കിന് ചങ്ങാതിമാർ, വാട്സപ്പിലൂടെ ആയിരക്കണക്കിന് ചങ്ങാതിമാർ, ചങ്ങാതിമാരെ അടുപ്പിക്കുക, നമ്മുടെ ഉപ്പമാരെ അകറ്റാൻ തുടങ്ങി, ചങ്ങാതിമാരെ അടുപ്പിക്കുക. ചങ്ങാതിമാര് വിളിച്ചാൽ എവിടേക്ക് പോകാനും തയ്യാറാ, ഉപ്പ വിളിച്ചാൽ പോകാൻ തയ്യാറല്ല, ഉപ്പയെ സഹായിക്കാൻ തയ്യാറല്ല, ഉപ്പയുടെ കൂടെ നിൽക്കാൻ തയ്യാറല്ല. അങ്ങനെ ഒരു സ്വഭാവത്തിലേക്ക് നമ്മൾ മാറിപ്പോയാൽ ശക്തമായ ഉഷ്ണക്കാറ്റുകൾ, തീജ്വാലകൾ, തീഗോളങ്ങൾ ആകാശങ്ങളിലൂടെ പറക്കും. പിന്നെ മഴ വന്നാലും തെങ്ങുകൾ കരിഞ്ഞു പോകുന്നതിൽ അത്ഭുതമില്ല. മഴ വന്നുകൊണ്ടിരിക്കെ നമ്മുടെ നാട്ടിലുള്ള കൃഷികൾ നശിച്ചു പോകുന്നതിൽ അത്ഭുതമില്ല. ഇത് അല്ലാഹുവിന്റെ താക്കീതാണ്. ദീനിന് വേണ്ടിയല്ലാതെ പഠിക്കുന്ന കാലം വന്നാൽ, പഠിക്കപ്പെടുന്ന കാലം വന്നാൽ, നമ്മുടെ മക്കൾ എന്തിനാണ് പഠിക്കുന്നത്? നല്ല ഒരു ജോലി വേണം, ജോലിക്ക് വേണ്ടി പഠിക്കുക. ദീനിയായ ബോധമില്ല, ഉഖ്റവിയായ പണ്ഡിതനാകണമെന്ന താല്പര്യമില്ല, നാഫിയായ ഇൽമ് ലഭിക്കണമെന്ന ആഗ്രഹം പഠിക്കുന്നവനോ ഇല്ല. ദീനിന് വേണ്ടിയല്ലാതെ ദുനിയാവിന്റെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി എവിടെയാണ്, എന്താണ് കോഴ്സ് ഉള്ളത്, എവിടെയാണ് വാക്കൻസി ഉള്ളത് എന്ന് നോക്കി ഗൾഫ് രാജ്യങ്ങളിലുള്ള എണ്ണ സമ്പാദ്യങ്ങൾ കൊണ്ട് അവിടെ തഴച്ചു വളരുന്ന അവിടുത്തെ ആ ഒരു പണം സ്വപ്നം കണ്ടുകൊണ്ട് നമ്മുടെ നാട്ടിലുള്ള ചെറുപ്പക്കാർ കേരളത്തിൽ കോഴ്സ് ചെയ്യാൻ തുടങ്ങിയാൽ അതും ഖിയാമത്ത് നാളിന്റെ ലക്ഷണമാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. ഞാൻ നിർത്താൻ പോവാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ആണുങ്ങൾക്ക് ആണുങ്ങൾ മതി. സ്വയംഭോ ആണുങ്ങൾ സുവർഗരതി വർദ്ധിക്കുന്ന കാലം വന്നാൽ ആണിനെ കല്യാണം കഴിക്കുക. ഇത് നമ്മുടെ കേരളത്തിൽ നടന്നിട്ടില്ലേ? കേരളത്തിൽ ഇത് നടക്കുന്നില്ലേ? പുരുഷനെ കല്യാണം ചെയ്യുക, അല്ലെങ്കിൽ സുവർഗരതി നടത്തുക, ഹോമോസെക്ഷുവാലിറ്റി നടക്കുക. ആ ഹോമോസെക്ഷുവാലിറ്റിക്ക് വേണ്ടി പ്ലക്കാർഡുകൾ പിടിച്ച് നാട്ടുകാര് പുറത്തിറങ്ങുക. ഇതിനേക്കാളും വലിയ ലജ്ജ ലോകത്ത് സംഭവിക്കാനുണ്ടോ? ഒരു രാഷ്ട്രത്തിന്റെ തലവനായ പ്രസിഡന്റ് തന്നെ പുരുഷനെ കല്യാണം കഴിച്ച ആളാണ്. രാഷ്ട്രത്തിന്റെ പേര് ഞാൻ പറയുന്നില്ല. ഒരു രാഷ്ട്രത്തിന്റെ പ്രസിഡന്റ് തന്നെ സ്വന്തം പുരുഷനെ കല്യാണം കഴിച്ചു. ഹോമോസെക്ഷുവാലിറ്റി വേണമെന്ന് വാദിക്കുന്ന നാടുകൾ ഉണ്ടാവുക. അതിനു വേണ്ടി നാട്ടുകാർ പ്ലക്കാർഡുകൾ പിടിച്ച് പ്രൊട്ടസ്റ്റ് നടത്തുക, സമരം നടത്തുക, ഉളുപ്പില്ലാതെ. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, ഇദാ കാന ആഖിറുസ്സമാൻ, അന്ത്യനാൾ എടുത്തു കഴിഞ്ഞാൽ അല്ലാഹു തആല യർഫഉൽ ഹയാ മിനൻ നിസാ, പെണ്ണുങ്ങളിൽ നിന്ന് അല്ലാഹു ലജ്ജയെ ഉയർത്തിക്കളയുമെന്ന് പറഞ്ഞുവെങ്കിൽ ഇന്ന് പുരുഷന്മാർക്ക് ഓൾറെഡി ലജ്ജയില്ലാത്ത കാലമാണല്ലോ. എന്നാൽ പെണ്ണുങ്ങളിൽ ലജ്ജ വേണമായിരുന്നു. ആ സ്ത്രീകൾക്ക് വരെ ലജ്ജയില്ലാത്ത കാലം വരുമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ചുംബന സമരങ്ങൾ വരുന്നത്, വഴിമധ്യേ ചുംബിക്കുന്നത്, വഴിമധ്യേ വ്യഭിചരിക്കുന്നത്. അന്ത്യനാളിന്റെ ലക്ഷണങ്ങളാണത്. അത് സദാചാരത്തിന്റെ പേരിലാണെങ്കിലും ശരി, ഏത് പാർട്ടിയുടെ പേരിലാണെങ്കിലും ശരി, അല്ലാഹുവിന്റെ ഹബീബിന്റെ താക്കീതാണ്. റോഡിലും ബീച്ചുകളിലുമൊക്കെ ചുംബനങ്ങളും വ്യഭിചാരങ്ങളും നടക്കുന്നത്. അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്,
ആണിനെ മതി, എന്നിട്ട് ആണും കല്യാണം കഴിക്കുക, അല്ലെങ്കിൽ അവർ ശാരീരിക ബന്ധങ്ങളിൽ ഏർപ്പെടുന്നത് അത് ഖിയാമത്ത് നാളിന്റെ ലക്ഷണങ്ങളാണ്. അല്ലാഹു നമ്മൾക്ക് ബോധം നൽകട്ടെ. അല്ലാഹു നമ്മുടെ പാപങ്ങൾ പുറത്തു തരുമാറാവട്ടെ. അല്ലാഹു നമ്മൾക്ക് നല്ല രീതിയിൽ ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഞാനൊരു ന്യൂസ് വായിക്കട്ടെ. മാതാപിതാക്കളുടെ സാന്നിധ്യത്തിൽ കേരളീയ രീതിയിൽ സന്ദീപും കാർത്തിക്കും വിവാഹിതരായി. വാർത്തയാണത്. മാതാപിതാക്കളുടെ സാന്നിധ്യത്തിൽ നോക്കണം, നമ്മൾ ഒരു ഉമ്മയുടെയും ഉപ്പയുടെയും മുമ്പിൽ കേരളീയ രീതിയിൽ സന്ദീപും കാർത്തിക്കും വിവാഹിതരായി. ഇതൊരു വാർത്തയാണ്. ആണും കല്യാണം കഴിക്കുക. ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വന്നിസാഉ ബിന്നിസാ, പെണ്ണും കല്യാണം കഴിക്കാൻ തുടങ്ങിയാൽ, അതിന്റെ വാർത്തയും ഞാൻ വായിച്ചു കേൾപ്പിക്കാം. പ്രണയിനികളായ പെൺകുട്ടികൾ പരസ്പരം വിവാഹം കഴിച്ചു. ജീവന് സംരക്ഷണം നൽകണമെന്ന് പോലീസിനോട് ആവശ്യപ്പെട്ടു. ചന്ദ്രിക റിപ്പോർട്ട് ചെയ്ത വാർത്തയാണിത്. പെണ്ണും കല്യാണം കഴിക്കുന്നത്, ഹോമോസെക്ഷുവാലിറ്റിക്ക് വേണ്ടി വാദിക്കുന്ന ആളുകൾ വരുമെന്നും അള്ളാഹുവിന്റെ ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ചുരുക്കുകയാണ് സമയത്തിന്റെ ദൈർഘ്യം ഭയന്നുകൊണ്ട്. എന്നിട്ട് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഇബ്നു മസ്ഊദ്, ഇനിയുമുണ്ട് ഒരുപാട് അടയാളങ്ങൾ. അൻതൽഹറൽ മആസിഫ്, മ്യൂസിക്കുകൾ അധികരിക്കുക. നോക്കണം, നമ്മൾ മ്യൂസിക്കുകൾ അധികരിക്കുന്ന കാലം വന്നാൽ, നമ്മുടെ പാട്ട് കേട്ട് നടക്കുന്ന ആളുകൾ, മ്യൂസിക്കിന്റെ അഡിക്റ്റായി ഹെഡ്ഫോൺ തലയിൽ വെച്ച് നടക്കുന്ന ആളുകൾ, ഇതും അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്. ഹെഡ്ഫോൺ തലയിൽ വെച്ച് നടക്കും എന്ന് തന്നെ അള്ളാഹുവിന്റെ ഹബീബ് പറയാണ്. അവരുടെ തലയിൽ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ്, അതെന്താണ്? മ്യൂസിക്കിന്റെ ഉപകരണം എന്താണ്? അത് ഹെഡ്ഫോൺ. തലയിൽ ഹെഡ്ഫോൺ വെച്ച് നടക്കുന്ന ആളുകളെ കണ്ടാൽ അത് അന്ത്യനാളിന്റെ ലക്ഷണമാണ്. ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോ, കാറിൽ യാത്ര ചെയ്യുമ്പോ, ബസ്സിൽ യാത്ര ചെയ്യുമ്പോ, എന്തിനേറെ നടന്നുകൊണ്ടിരിക്കുന്ന ആളുകൾ വരെ ഹെഡ്ഫോൺ ഉപയോഗിച്ച് പാട്ട് കേട്ടുകൊണ്ടിരിക്കാൻ, മ്യൂസിക്കുകൾ വർദ്ധിക്കാൻ. ഞാൻ വിശദീകരിക്കുന്നില്ല. റസൂലുള്ളാഹി തങ്ങൾ പറയാണ്, അൻതൽഹറൽ മആസിഫ്, മ്യൂസിക്കുകൾ അധികരിപ്പിക്കുക. വതുശറബൽ ഖുമൂർ, കള്ള് കുടിക്കാൻ തുടങ്ങുക. കള്ള് എന്ന് പറഞ്ഞാൽ വെറും ഒരു കള്ള് മാത്രമല്ല, എന്തൊക്കെയാണോ ലഹരി നൽകുന്നത് അതൊക്കെ അതിന്റെ ഭാഗമാണ്. സിസറാണെങ്കിലും ശരി, കഞ്ചാവാണെങ്കിലും ശരി, ബിയറാണെങ്കിലും ശരി, മയക്കുമരുന്നാണെങ്കിലും ശരി. പൊന്നു സഹോദര, അല്ലാഹു നാളെ സ്വർഗം ഹറാമാക്കിയ കൂട്ടങ്ങളിൽപ്പെട്ടവരാണ് ലഹരിയുടെ അടിമകളായ ആളുകൾ. 3 കൂട്ടം ആളുകൾക്ക് അല്ലാഹു തആല നാളെ സ്വർഗം നൽകുകയേയില്ല. ഹറാമുൻ അലൈഹിൽ ജന്ന, അവർക്ക് സ്വർഗം ഹറാമാണ്. സ്വർഗത്തിന്റെ കവാടത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, കഞ്ചാവുകാരാ, നിന്റെ നാമം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, നിനക്ക് സ്വർഗം ഹറാമാ. കള്ള് കുടിക്കുന്ന ആളുകളെ, നിങ്ങൾക്കും സ്വർഗം ഹറാമാണ്. മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളുകൾ, അല്പം കഴിച്ചാൽ മത്ത് പിടിക്കുന്നത്, കൂടുതൽ കഴിച്ചാൽ മത്ത് പിടിക്കുന്നതെല്ലാം അല്പം കഴിക്കലും ഹറാമാണെന്ന് അള്ളാഹുവിന്റെ ഹബീബിന്റെ ഹദീസുകളിലൂടെ പണ്ഡിതന്മാര് പഠിപ്പിക്കുന്നുണ്ട്. കഞ്ചാവ് കൊണ്ട് നമ്മൾക്ക് ലഹരി വരുന്നുണ്ടോ? മയക്കുമരുന്ന് കൊണ്ട് നമ്മൾക്കൊരു ലഹരി, ഒരു മത്ത് പിടിക്കുന്നുണ്ടോ എങ്കിൽ അത് ഹറാമാണ്. അത് കള്ളിന് സമാനമാണ്. അത് കള്ള് കുടിക്കുന്നതിന് തുല്യമാണ്. എന്നിട്ട് നമ്മൾ മരിച്ചുപോയി. ഒരു മനുഷ്യന്റെ ബ്രെയിനിനെ തകർക്കാൻ വേണ്ടി, ഹൃദയത്തെ തകർക്കാൻ വേണ്ടി, ബുദ്ധിയെ തകർക്കാൻ വേണ്ടിയിട്ടാണ് മുസ്ലിം ഏരിയകളിലേക്ക് കഞ്ചാവുകൾ കൊണ്ടുവരുന്നത്. ഇതാരും നേതാക്കന്മാര് കാണാഞ്ഞിട്ടല്ല, രാഷ്ട്രീയ നേതാക്കന്മാർ ഇതറിയാഞ്ഞിട്ടല്ല. ഇത് ചില ആളുകളുടെ ഗൂഢമായ തന്ത്രങ്ങളാണെന്ന് പഠിക്കണം. ഇത് ചില ആളുകൾ നമ്മൾ നശിക്കാനും നമ്മുടെ ബുദ്ധി തകരാനും, ഞങ്ങൾ ബുദ്ധിമാന്യം സംഭവിച്ച, ഒന്നിനും ഉപകരിക്കാത്ത മാരാരോഗികളായി മാറാൻ നമ്മളിലേക്ക് ചില ഗൂഢമായ തന്ത്രങ്ങളിലൂടെ, ചില ഹിഡൻ അജണ്ടകളിലൂടെ നമ്മുടെ നാട്ടിലേക്കും നമ്മുടെ സമൂഹത്തിലേക്കും പറഞ്ഞേക്കുന്നത് എനിക്ക് സന്തോഷമുണ്ട്. അല്ലമീൻ യൂത്ത് വിങ്ങിന്റെ ചെറുപ്പക്കാർ അതിനെതിരെ സന്ധിയില്ല സമരം പ്രഖ്യാപിച്ചപ്പോ ഇവരുടെ കൂടെ നിൽക്കാൻ നമ്മുടെ നാട്ടുകാർ തയ്യാറാവണം. അള്ളാഹു വിജയിപ്പിക്കുമാറാവട്ടെ.
എന്റെ ചെറുപ്പക്കാരാ, ഇതുകൊണ്ട് വാദ പറയുന്ന ഉസ്താദിന് നേട്ടമില്ല, ഇതുകൊണ്ട് ഇതിന്റെ സംഘാടകർക്ക് നേട്ടമില്ല. നിങ്ങൾ നന്നായാൽ ഞങ്ങൾക്ക് നന്ന്. ആരാണോ നന്നാവുന്നത് അവർക്കാണ് അതുകൊണ്ടുള്ള ഉപകാരം. അല്ലാതെ മരിച്ചു പോയാൽ ഹറാമുൻ അലൈഹിൽ ജന്ന, സ്വർഗത്തിലേക്ക് കടക്കാൻ പറ്റുമോ? അല്ലാഹു നമ്മൾക്ക് രക്ഷപ്പെടുത്തുമാറാവട്ടെ. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നുണ്ട്, അവസാന കാലഘട്ടം വരുമ്പോൾ കള്ള് കുടിക്കും. എന്നിട്ട് അതിന് കള്ളല്ല എന്ന പേരാണ് അവർ നൽകുന്നത്. അത് ബ്രാൻഡിയാണ്, അത് വിസ്കിയാണ്, അത് റമ്മാണ്, അത് കഞ്ചാവാണ് എന്നൊക്കെ പറഞ്ഞ് ലഹരിയുടെ ഉപയോഗങ്ങൾ അവർ വർദ്ധിക്കുകയും എന്നിട്ട് കള്ളല്ല എന്ന് പറഞ്ഞ് സായുജ്യം അനുഭവിക്കുകയും ചെയ്യുന്ന ആളുകൾ നാട്ടിലുണ്ടായാൽ ശക്തമായ തീക്കാറ്റുകൾ, ഭൂകമ്പങ്ങൾ, ഭൂമി വിഴുങ്ങലും കോലം മാറ്റലും, ആകാശലോകങ്ങളിൽ നിന്ന് ചറൽക്കല്ലുകൾ എറിഞ്ഞു വരുന്നത്, അതേപോലെ ഒരുപാട് തുടർച്ചയായ ഫിത്നകൾ നിങ്ങളിലേക്ക് കടന്നു വരുമെന്നും റസൂലുള്ളാഹ്. അതേപോലെ മ്യൂസിക്കുകൾ അധികരിക്കുന്നതും സ്റ്റേജിൽ കയറി നൃത്തം ചെയ്യുന്ന പ്രായപൂർത്തിയായ പെൺകുട്ടികൾ നമ്മുടെ നാട്ടിൽ വന്നാൽ അതും അപകടമാണ്. അത് സ്കൂളിന്റെ സെന്റ് ഓഫിനോ സ്കൂളിന്റെ ആനുവൽ ഡേകളിലോ ആഘോഷങ്ങളിലോ പ്രായപൂർത്തിയായ ആളുകൾ നൃത്തം ചെയ്യുന്നത്. അപ്പോ നമ്മൾ എന്ത് ചെയ്യാം? ഇങ്ങനെയൊക്കെ ഈ ഒരു വിഷയങ്ങളൊക്കെ നമ്മൾ ബോധവാന്മാരാവും. ഇത് നബിച്ചങ്ങൾ നമ്മൾക്ക് പഠിപ്പിച്ചു തന്നത് എന്തിനാ? ഇങ്ങനെ ഒരു കാലം വരും, ഇത് നബിച്ചങ്ങൾ പറഞ്ഞതല്ലേ, ഇതൊക്കെ ഇതൊക്കെ നടന്നേ പറ്റൂ എന്ന് കരുതി ഇതിൽ നമ്മൾ വ്യാപൃതരാവാൻ പാടില്ല. നമ്മൾ എന്ത് ചെയ്യാം? ഇതിൽ നിന്നൊക്കെ മാറാം. കള്ളു കുടിക്കുന്ന ആളുകൾ അതിൽ നിന്ന്, വ്യഭിചരിക്കുന്ന ആളുകൾ അതിൽ നിന്ന്, പലിശ തിന്നുന്നവർ അതിൽ നിന്ന്, അതേപോലെ മ്യൂസിക്കുകൾ ഉപയോഗിക്കുന്നവർ അതൊക്കെ വലിച്ചെറിഞ്ഞ് പരിശുദ്ധമായ ഖുർആൻ ചെവിയിലേക്ക് കയറ്റി ആ ഇയർഫോണിലൂടെ ഹെഡ്ഫോണിലൂടെ കേൾക്കുന്നത് ഖുർആനാവട്ടെ. മൊബൈൽ ഫോണിലുള്ള സിനിമകൾ പരസ്പരം ഷെയർ ചെയ്യൽ, അതിനെക്കുറിച്ച് പറയേണ്ടതില്ലല്ലോ. ഇന്നല്ലദീന യുഹിബ്ബൂന അൻ തശീഅൽ ഫാഹിഷ, ഏതെങ്കിലും സൈറ്റുകളിൽ ചെന്ന് സിനിമകൾ ഡൗൺലോഡ് ചെയ്ത് ചങ്ങാതിമാരുടെ മൊബൈലിലേക്ക് എക്സെൻഡറിലൂടെയോ ഫയൽ ട്രാൻസ്ഫറിലൂടെയോ ബ്ലൂടൂത്തിലൂടെയോ വാട്സപ്പിലൂടെയോ നമ്മൾ അയച്ചു കൊടുക്കുന്നത് അല്ലാഹുവിന് ഇഷ്ടമല്ല. അത് ഹറാമാണ്. അതിന്റെ തിന്മ അയാൾ ചെയ്യുന്ന, അയാൾ കാണുന്ന ഹറാമൊക്കെ ഈ ഡൗൺലോഡ് ചെയ്ത ആളുകളുടെ ഏടിനാണ്. ഇന്നല്ലദീന യുഹിബ്ബൂന അൻ തശീഅൽ ഫാഹിഷ, വ്യഭിചാരങ്ങളും തോന്നിവാസങ്ങളും നാട്ടിൽ വർദ്ധിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, അവർക്ക് അല്ലാഹുവിന്റെ ശക്തമായ താക്കീതുണ്ട്, ഭയാനകമായ ശിക്ഷയുണ്ട്. അതുകൊണ്ട് തിന്മകൾ പ്രചരിപ്പിക്കുന്ന ആളുകളായി നമ്മുടെ ചെറുപ്പക്കാർ മാറാൻ പാടില്ല. നന്മയുടെ കൂടെ നിൽക്കുകയും നന്മയ്ക്ക് വേണ്ടി ശബ്ദിക്കുകയും നന്മയ്ക്ക് വേണ്ടി ഗർജിക്കുകയും നന്മയുടെ വക്താക്കളായി നാടിന്റെ നാനോന്മുഖ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നല്ല ചെറുപ്പക്കാരായി നമ്മുടെ നാട്ടിലുള്ള സകലമാന ചെറുപ്പക്കാരും മാറണം, പഠിക്കണം, വളരണം, പഠിച്ചു വളരണം. SSLC ആകുമ്പോഴേക്കും നമ്മുടെ ചിന്ത പഠിച്ചിട്ടെന്ത് നേടാനാണ്, പഠിച്ചിട്ടെന്തെങ്കിലും നേടിയിട്ടുണ്ടോ എന്നൊക്കെയാണ് നിങ്ങളുടെ ചിന്തയെങ്കിൽ, നിങ്ങളുടെ കൂടെയുള്ള ആളുകൾ വലിയ വലിയ എഞ്ചിനീയർമാരും ഡോക്ടർമാരും ഒക്കെയായി ഉന്നതമായ സാലറി വാങ്ങിക്കുന്ന ആളുകളായി നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുമ്പോ ഏതെങ്കിലും ഹോട്ടലുകളിൽ ചെന്ന് പാത്രം കഴുകുന്ന, ഒന്നിനും കൊള്ളാത്ത, അല്ലെങ്കിൽ ഏതെങ്കിലും വളരെ പ്രയാസപ്പെടുന്ന രാവിലെ മുതൽ വൈകുന്നേരം വരെ ചുട്ടുപൊള്ളുന്ന വെയിലിന്റെ താഴെ ജോലിയെടുത്ത് അവസാനം മാസത്തിൽ എണ്ണി നോക്കുമ്പോ 2000-ഓ 3000-ഓ ലഭിക്കുന്ന ആളുകളായി നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാര് മാറാതിരിക്കാൻ നന്നായി പഠിക്കണം. നമ്മുടെ ബുദ്ധി, നമ്മുടെ ബ്രെയിൻ, നമ്മുടെ തലച്ചോറ്, നമ്മുടെ കഴിവ് നമ്മൾക്ക് വികാസമുണ്ടാവാൻ, നാടിന്റെ പുരോഗതിക്ക്, മാതാപിതാക്കൾക്ക് ഉപകാരമുണ്ടാവാൻ, സമൂഹത്തിന്റെ നാനോന്മുഖ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കണമെന്ന് വളരെ വിനീതമായി പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുകയാണ്. എന്തെങ്കിലും പറയാണ്ട്?